Hello, students. Welcome to another session on history. And today, in this session, we will be discussing the paper titled Selected Problems of Medieval and Modern World History, which is a core paper for second semester MA History. And many of the topics that comes under this paper have already been discussed in many other video classes. So, this class is strictly based on your study material. So, in this module and in this paper, we will be discussing only those important points and areas which have not been previously discussed in other videos. So, let's get into the class. The first module is medieval societies. And in this module, first we will learn about the feudal society in Europe. The word feudalism derives from the medieval Latin terms feudalis, meaning fee, and feudum, meaning the fief. The system of governing and landholding called feudalism had emerged in Europe, and feudalism was a political system in which nobles were granted the use of land that legally belonged to the king. In return, the nobles agreed to give their loyalty and military service to the king. It was the medieval model of government, predating the birth of the modern nation state. So we all know what was feudalism. നമുക്കറിയാവുന്ന കാര്യമാണ്. The name of feudalism came from these two words, feudalis and feudum. And feudalis means fee, or fee. Or feudum means the piece of land. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഫ്യൂഡലിസം വർക്ക് ചെയ്തിരുന്നതെന്ന്. ദിസ് എൻറ്റയർ ലാൻഡ് ബിലോങ് ടു ദ കിങ്. ഭൂമി മുഴുവനും രാജാവിൻ്റെതാണ്. അപ്പോൾ രാജാവിൻ്റെ കയ്യിൽ നിന്ന് താഴോട്ട് ആളുകൾ ഈ ഭൂമി അവർക്ക് കിട്ടുന്ന ഷെയർ, അതിനെയാണ് ഫീഫ് എന്ന് വിളിക്കുന്നത്. ആ ഷെയർ തൊട്ട് താഴെയുള്ള ആളുകൾക്ക് വീണ്ടും വീതിച്ച് കൊടുത്ത് അവസാനം ഏറ്റവും താഴേക്കിടയിലുള്ള കർഷകരുടെ കയ്യിലെത്തുന്നു. കർഷകരാണ് ജോലി ചെയ്യുന്നത്. അവരുടെ ലേബറാണ് മുകളിലേക്ക് വീണ്ടും ഈ പറയുന്ന സർപ്ലസ് ലേബറാണ് മുകളിലേക്ക് ഉള്ള പ്രൊഡക്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റം നിലനിന്നിരുന്നു. അതൊരു എക്കണോമിക് സിസ്റ്റം മാത്രമായിരുന്നില്ല, അതൊരു ഗവേണിംഗ് സിസ്റ്റം കൂടിയായിരുന്നു. So this system of governing and land holding was called feudalism. The feudal system first appeared in the definite form in the Frankish lands in the 9th and 10th centuries. 9-10 നൂറ്റാണ്ടുകളിൽ പഴയ ഫ്രാൻസിലാണ് ഇങ്ങനെ ഒരു പൂർണ്ണമായ രൂപത്തിലുള്ള ഫ്യൂഡലിസം രൂപപ്പെട്ടു വരുന്നത്. ഈ ചിത്രത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും എന്താണ് യൂറോപ്യൻ ഫ്യൂഡലിസം. ഏറ്റവും മുകളിൽ രാജാവാണ്, രാജാവിന് താഴെ നോബിൾസ്, പിന്നെ നൈറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം, ഏറ്റവും താഴെ പെസൻസ്. ഇതൊരു ഫ്യൂഡൽ പിരമിഡാണ്. അപ്പോൾ രാജാവിൻ്റേതാണ് രാജ്യത്തുള്ള മുഴുവൻ ഭൂമി. രാജാവ് അത് തൻ്റെ നോബിൾസിന്, പ്രഭുക്കന്മാർക്ക് വീതിച്ചു കൊടുക്കുന്നു. പ്രഭുക്കന്മാരെന്ന് പറയുമ്പോൾ രാജവംശത്തിൽപ്പെടുന്നവരും മറ്റ് റിലേറ്റീവ്സൊക്കെ ആയിരിക്കും, പ്രധാനപ്പെട്ട പ്രമാണിമാരായിരിക്കും. അവർക്ക് താഴെ നൈറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. നോബിൾസ് നൈറ്റ്സിനാണ് ഭൂമി വീതിച്ചു കൊടുക്കുന്നത്. അവർ ഒരു മിലിറ്ററി പർപ്പസ് കൂടിയുള്ള ആൾക്കാരാണ്. അവർക്ക് പ്രത്യേകം ചില ചിട്ടകളും മറ്റുമെല്ലാം ഉണ്ട്. അവരിൽ നിന്ന് വീണ്ടും താഴോട്ട് പെസൻസിലേക്ക് ഭൂമി വീതിച്ചു കൊടുക്കപ്പെടുന്നു. അപ്പോൾ ഇത് ഇൻ റിട്ടേൺ ഇവരെന്ത് നൽകണം? ഇൻ റിട്ടേൺ കിങ് ആവശ്യപ്പെടുന്ന സമയത്ത് കിങ്ങിന് വേണ്ട മിലിറ്ററി സപ്പോർട്ടാണ് ഇവരെല്ലാവരും കൊടുക്കേണ്ടത്. അപ്പോൾ ഇതായിരുന്നു ഒരു കൊടുക്കൽ വാങ്ങൽ, ഗിവ് ആൻഡ് ടേക്ക് പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു യൂറോപ്യൻ ഫ്യൂഡലിസ്റ്റ് സിസ്റ്റം നിലനിന്നിരുന്നത്. വളരെ അധികം തവണ നമ്മൾ പല ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യം. പ്രധാനപ്പെട്ട ആളുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് മൊണാർക്കാണ്, അതായത് രാജാവ്, ഏകാധിപതിയായിട്ടുള്ള രാജാവ്. At the very top of the feudal society were the monarchs, or the kings and queens. Most of medieval monarchs believed in the divine right of kings, the idea that God had given them the right to rule. എല്ലാ രാജാക്കന്മാരും, ഫ്യൂഡൽ വ്യവസ്ഥിതിയിലുള്ള എല്ലാ രാജാക്കന്മാരും വിചാരിച്ചിരുന്നത് they have given the right to rule. ദൈവം ഭരിക്കാനുള്ള അവകാശം അവർക്ക് നൽകിയിട്ടുണ്ട്. ഒരു പോളിസിയെ വിളിക്കുന്ന പേരാണ് ഡിവൈൻ
right of the kings to rule their subjects. In reality, the power of monarchs varied greatly. Some had to work hard to maintain control of the kingdoms. They had to rely on their vassals, especially nobles, to provide enough knights and soldiers. പക്ഷേ എല്ലാ രാജാക്കന്മാരും വളരെ പവർഫുൾ ആയിരുന്നില്ല. പലർക്കും അവരുടെ നോബിൾസിൻ്റെ അടുത്തും നൈറ്റ്സിൻ്റെ അടുത്തും ഒക്കെ പലപ്പോഴും പല രീതിയിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴോ ഒരു എക്സ്റ്റേണൽ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്തോ ആവശ്യത്തിന് ഉള്ള മിലിറ്ററി സപ്പോർട്ട് വേണമെങ്കിൽ ഈ നോബിൾസും നൈറ്റ്സും ഒക്കെ കനിയണമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇൻ റിട്ടേൺ ഈ ഒരു മിലിറ്ററി സപ്പോർട്ടിന് വേണ്ടിയാണ് ഇവർക്കെല്ലാം ഭൂമി പകുത്തു കൊടുത്തിരുന്നത്. In England, monarchs became quite strong during the Middle Ages. Since the Roman period, a number of groups from the continent, including Vikings, had invaded and settled England. By the mid-11th century, it was ruled by a Germanic tribe called the Saxons. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആദ്യം റോമൻസ് ഇംഗ്ലണ്ട് ഭരിക്കുന്നുണ്ട്, അതിനുശേഷം വൈക്കിങ്സ് വരുന്നുണ്ട്, പിന്നെ ഏതാണ്ട് 11ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും കുറേ ജർമാനിക് ട്രൈബ്സ് വരുന്നു, സാക്സൺസ്. നമ്മൾ ആംഗ്ലോ സാക്സിനെ കുറിച്ചൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സോ ലോർഡ്സ് ആരാണെന്ന് നോക്കാം. ലൈക്ക് മൊനാക്സ്, ലോർഡ്സ് ആൻഡ് ലേഡീസ് വെർ മെമ്പേഴ്സ് ഓഫ് ദ നൊബിലിറ്റി. പറഞ്ഞല്ലോ, രാജാവിന് ശേഷം നോബിൾസ് ഉണ്ട്. അതിലെ മെമ്പേഴ്സിനാണ് ലോർഡ്സ് എന്ന് വിളിക്കുന്നത്. ദ ഹയസ്റ്റ് റാങ്കിങ് ക്ലാസ് ഇൻ ദ മെറ്റീവൽ സൊസൈറ്റി. മോസ്റ്റ് ഓഫ് ദം ലിവ്ഡ് ഓൺ മാനേഴ്സ്. സം ലോർഡ്സ് ഹാഡ് വൺ മാനർ. And what is a manor? Manor is a tract of agricultural land, while others had several. അപ്പോൾ ധാരാളം മാനേഴ്സ് ഉണ്ട്. വലിയ ഏക്കർ കണക്കിന് വരുന്ന കൃഷിഭൂമി അടക്കമുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ മാനർ എന്ന് വിളിക്കുന്നത്. ധാരാളം മാനറുകളുണ്ട് ഒരു ഫ്യൂഡൽ സൊസൈറ്റിയിൽ. നമ്മളതിലേക്ക് വരും. അപ്പോൾ ഇത്തരം മാനറുകളിലാണ് ലോർഡ്സ് താമസിച്ചിരുന്നത്. മാനർ ഹൗസസ്. Many of the people on a manor lived with the lord's family in the manor house. Manor houses were surrounded by gardens and outbuildings, such as kitchens and stables. They were protected by high walls. The manor house was the center of the community. അപ്പോൾ വലിയ വിസ്താരമേറിയ ഒരു പ്രദേശം അതൊരു മാനറാണ്. അപ്പോൾ അതിൽ ഒരു മാനർ ഹൗസ് ഉണ്ടാവും. ഒരു വലിയ കാസിൽ എന്നൊക്കെ പറയുന്ന വലിയ കൊട്ടാരം പോലെയുള്ള ഒരു കെട്ടിടത്തിലാണ് അവിടുത്തെ പ്രഭു താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ ലോർഡ് താമസിച്ചിരുന്നത്. അപ്പോൾ അതിന് ചുറ്റും ഗാർഡൻസ് ഉണ്ടാവും, ധാരാളം ബിൽഡിങ്സ് ഉണ്ടാവും, വലിയ കമ്മ്യൂണിറ്റി കിച്ചൺസ് എല്ലാം കാണും, സ്റ്റേബിൾസ് ഉണ്ടാവും, കന്നുകാലികൾക്കും കുതിരകൾക്കൊക്കെ വേണ്ടിയുള്ള സ്റ്റേബിൾസ് ഉണ്ടാവും, തൊഴുത്തുകളുണ്ടാവും. കിങ്സ് ആൻഡ് ക്വീൻസ്, ഹൈ റാങ്കിങ് നോബിൾസ് ആൻഡ് വെൽത്തി ലോർഡ്സ് ലിവ്ഡ് ഇൻ കാസിൽസ്. Castles were built for many purposes. Castles' main functions was to serve as a home. Castles were also one of the most important forms of military technology. അപ്പോൾ വലിയ കൊട്ടാരങ്ങളിലാണ് രാജാക്കന്മാരും മറ്റ് പ്രധാനപ്പെട്ട ലോർഡ്സും ഒക്കെ താമസിച്ചിരുന്നത്. ഈ മാനേഴ്സിന് ഈ കാസിൽസിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അതൊരു താമസിക്കാനുള്ളൊരു ഇടമായിരുന്നു, വലിയൊരു കൊട്ടാരം കണക്കുള്ള ഇടമായിരുന്നു. അതേസമയം തന്നെ അതിനൊരു മിലിറ്ററി പർപ്പസും ഉണ്ടായിരുന്നു. ഒരു കോട്ട കണക്കാണ് അത് ഉണ്ടാക്കിയിരുന്നത്. ചുറ്റും വലിയ മോട്ട്, വെള്ളമൊക്കെ നിറച്ചിടുന്ന വലിയ മോട്ട്സ് എല്ലാം ഉള്ള ആയുധങ്ങളൊക്കെ ശേഖരിച്ചു വയ്ക്കാനും തിരിച്ചാക്രമണം നടത്താനും ഒക്കെ സംവിധാനങ്ങളുള്ള വലിയ ബിൽഡിങ്സ് ആണ് ഈ കാസിൽസ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ചിത്രം കാണാം. ഇടതുവശത്ത് കാണുന്ന ഒരു മാനറാണ്. ആ മാനറിൽ നിങ്ങൾ വലിയൊരു മാനർ ഹൗസ് കാണുന്നുണ്ട്. അവിടെയാണ് ലോർഡ് താമസിക്കുന്നത്. പിന്നെ അതിനകത്ത് സാധാരണ ഒരു ടിപ്പിക്കൽ മാനറിൽ കാണാവുന്ന സംവിധാനങ്ങളൊക്കെയാണ്. അവിടെ വർക്ക്ഷോപ്പ് ഉണ്ടാകാം, പാസ്ചർ ലാൻഡ്, അതായത് കൃഷി ചെയ്യാവുന്ന സ്ഥലം, ഒരു ചർച്ച് ഉണ്ടാകും, പിന്നെ വാട്ടർ മില്ലുണ്ട്, സെർവ്സിൻ്റെ വീടുകളുണ്ട്. ഈ സെർവ്സ് എന്ന് പറയുന്ന ഈ ബോണ്ടഡ് ആയിട്ടും മറ്റുമുള്ള കർഷകർ, അവരുടെ ചെറിയ ചെറിയ വീടുകളുണ്ട്. അതിനടുത്ത് തന്നെ തൊഴുത്തുണ്ട്. പിന്നെ അവർ ജോലി ചെയ്യുന്ന കൃഷിക്കാർ ജോലി ചെയ്യുന്ന അവരുടേതായിട്ടുള്ള ഭൂമിയുണ്ട്. ഇതൊക്കെ ചേർന്നതാണ് ഒരു മാനർ സിസ്റ്റം എന്ന് പറയുന്നത്. വലതുവശത്ത് കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാസിലാണ്. ഒരു വലിയ കൊട്ടാരമാണ്. കുറച്ച് ഡിഫൻസ് മെക്കാനിസംസ് ഒക്കെയുള്ള വലിയ കൊട്ടാരമാണ് ഒരു കാസിൽ. നൈറ്റ്സ് ആണ് അടുത്ത വിഭാഗം.
A knight is a person granted an honorary title of knighthood by a head of the state or representative for service to monarch, especially in a military capacity. So ഒരു മിലിറ്ററി കപ്പാസിറ്റിയിലുള്ള ഒരു വിഭാഗമാണ് നൈറ്റ്സ്. പട്ടാളക്കാരെന്ന് പറയാം. In medieval times, knight was a man of noble birth who served his king or lord in the war. Knights were usually vassals of more powerful lords. Knights lived by a strong code of behavior called chivalry. അപ്പോൾ ഈ നൈറ്റ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില മര്യാദകളും ചില അച്ചടക്ക സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഷിവൽറി എന്ന് പറയുന്നത്. അപ്പോൾ ഷിവൽറി അവരുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ്. Knights were expected to be loyal to the church and to their lord, to be just and fair, and to protect the helpless. അപ്പോൾ സാധാരണക്കാരായ ആളുകളോട് വളരെ ദയാവായ്പോടുകൂടി സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്തു കൊടുക്കുക, സ്ത്രീകളോടും മറ്റ് അപരകളായിട്ടുള്ള ആളുകളോടും ഒക്കെ വളരെ ദയോടുകൂടി പെരുമാറുക, ജസ്റ്റ് ആൻഡ് ഫെയർ ആയിരിക്കുക, ടു ലോയൽ ടു ദ ചർച്ച് ആൻഡ് ദ കിങ്. ഇതൊക്കെയായിരുന്നു ഒരു നൈറ്റിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന ഉത്തരവാദിത്തങ്ങളും ചിട്ടകളും ഒക്കെ. ഇവിടെ കാണുന്നത് പഴയ മിഡീവൽ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു നൈറ്റിൻ്റെ യൂണിഫോമാണ്. ഒരു മിലിറ്ററി യൂണിഫോമിൽ നൽകുന്ന നൈറ്റാണ് ഈ ചിത്രത്തിലുള്ളത്. And the knights performed acts of gallantry or respect paid to women. സ്ത്രീകളോട് വളരെയധികം റെസ്പെക്റ്റോടുകൂടി പെരുമാറുക എന്നുള്ളത് ഈ ഷിവൽറിയുടെ ഒരു ഭാഗമായിരുന്നു. അതേസമയം തന്നെ ദേ പെർഫോം ആക്ട്സ് ഓഫ് ഗലൻട്രി, ധീരതയുടെ ധാരാളം പ്രവൃത്തികൾ അവർ ചെയ്തിരുന്നു. മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജോസ് ആൻഡ് ടൂർണമെൻറ്റ്സ്. ജോസ് ആൻഡ് ടൂർണമെൻറ്റ്സ് വെയർ എ മേജർ പാർട്ട് ഓഫ് എ നൈറ്റ്സ് ലൈഫ്. In a joust, two armed knights on horseback galloped at each other with their lances extended. കുതിരപ്പുറത്തിരുന്ന് രണ്ട് നൈറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നതാണ് ഈ ജോസ്റ്റ് എന്ന് പറയുന്നത്. The idea was to unseat the opponent from his horse. Jousts were held as sporting events for exercise or as a serious battles between rival knights. അപ്പോൾ പലപ്പോഴും ഈ ജോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിനോദമായിട്ട് നടത്തപ്പെടാറുണ്ടായിരുന്നു. ആൻഡ് ഫോർ എക്സസൈസ് ആൻഡ് സംടൈംസ് ഫോർ ആസ് എ സീരിയസ് ബാറ്റിൽസ് ബിറ്റ്വീൻ റൈവൽ നൈറ്റ്സ്. നമ്മുടെയൊക്കെ നാട്ടിൽ പഴയ യുദ്ധങ്ങൾ, ചാവേർ യുദ്ധങ്ങളൊക്കെ നടന്നിരുന്നത് പോലെ ചാവേറുകളുടെ യുദ്ധങ്ങളൊക്കെ നടന്നതിൻ്റെ ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു രീതി. രണ്ട് ആളുകൾ തമ്മിലുള്ള വഴക്ക് തീർക്കാൻ വേണ്ടി ജോസ്റ്റുകൾ നടത്തി അതിൽ വിജയിക്കുന്ന ആൾക്ക് തൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും തോൽക്കുന്ന ആൾക്ക് തൻ്റെ അവകാശങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു രീതി ജോസ്റ്റ് സീരിയസ് ആയിട്ട് നടത്തുകയാണെങ്കിൽ. അത് അല്ലാത്ത പക്ഷം വിനോദത്തിനും ഈ ജോസ്റ്റ് നടത്തിയിരുന്നു. എ ടൂർണമെൻറ്റ് ഇൻവോൾവ് എ ടീം ഓഫ് നൈറ്റ്സ് ഇൻ വൺ ഓൺ ബാറ്റിൽ. ഒരു വൺ ഓൺ വൺ ബാറ്റിലാണ്, ഗ്രൂപ്പ് ഓഫ് നൈറ്റ്സ് പങ്കെടുക്കുന്ന വൺ ഓൺ വൺ ബാറ്റിലാണ് ടൂർണമെൻറ്റ്. അപ്പോൾ ജോസ്റ്റും ടൂർണമെൻറ്റ്സും നൈറ്റ്സിൻ്റെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത സംഭവങ്ങളായിരുന്നു. അടുത്തത് ഏറ്റവും താഴെ തട്ടിലുള്ള പെസൻസ് ആണ്, കർഷകർ. They were not part of the feudal relationship of vassal and lord, but they supported the entire feudal structure by working the land. Okay, their labor freed lords and knights to spend their time preparing for war and fighting. അപ്പോൾ ഈ ജോലി എടുക്കുന്ന ആളുകളുടെ ഇവരുടെ ഈ ലേബറാണ്, ഇവരുടെ തൊഴിൽ, അതിൻ്റെ മൂല്യമാണ് ഈ നൈറ്റ്സിനും കിങ്ങിനും അതുപോലെ തന്നെ ലോർഡ്സിനും ഒക്കെ യുദ്ധം ചെയ്യാനും ഒക്കെയുള്ള സമയം നൽകിയിരുന്നത് ഇവർ ജോലി എടുക്കുന്നതുകൊണ്ടാണ്. During medieval times, peasants were legally classified as free or unfree. These categories had to do with the amount of service owed to the lord. രണ്ട് തരത്തിലുള്ള പെസൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ഫ്രീ പെസൻസും മറ്റൊന്ന് അൺഫ്രീ ആയിട്ടുള്ള പെസൻസും. ഫ്രീ പെസൻസ് rented land to farm and owed only their rent to the lord. Unfree peasants or serfs farmed the lord's fields and could not leave the lord's manor. അപ്പോൾ രണ്ട് തരത്തിലുള്ള പെസൻസ് ഉണ്ട്. ഒന്ന് ഫ്രീ ആയിട്ടുള്ള ആളുകളാണ്, മറ്റൊന്ന് ഫ്രീ അല്ലാത്തവർ. ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള പെസൻസിന് അവർ ചെയ്യുന്നത് ലോർഡിൻ്റെ ഭൂമി പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ പാട്ടത്തിനെടുക്കുമ്പോൾ ആ ടാക്സ് മാത്രമേ, പാട്ടം മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അൺഫ്രീ ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയല്ല. അവർ അടിമകളെപ്പോലെയാണ്. അവർ മാനറിൽ തന്നെയാണ് താമസം, അവിടെ തന്നെ ജോലി ചെയ്യുക, അവിടെ തന്നെ ജീവിക്കുക. മാനറിൽ നിന്ന് പുറത്തു പോകാനുള്ള
അവകാശം അവർക്കുണ്ടായിരുന്നില്ല. In return for their labor, they received their own small plot of land to farm. The daily life of peasants revolved around work. Most peasants raised crops and tended livestock. Every manor also had carpenters, shoemakers, smiths, and other skilled workers. Peasant women worked in the fields when they were needed. They also cared for their children, their homes, and livestock. ഇതാണ് ഒരു കൃഷിക്കാരുടെ ജീവിതം എന്ന് പറയുന്നത്. മാനറിൽ തന്നെയാണ് ഈ പ്രത്യേകിച്ച് അൺഫ്രീ ആയിട്ടുള്ള ആളുകൾ ജീവിച്ചിരുന്നത്. മാനറിൽ തന്നെ ഇവർക്ക് പുറമെ കാർപ്പൻറ്റേഴ്സ്, ഷൂ മേക്കേഴ്സ്, സ്മിത്സ് ആൻഡ് അതർ സ്കിൽഡ് വർക്കേഴ്സ് ഒക്കെ ഉണ്ടാകും. ഇനി ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. എങ്ങനെയാണ് ഫ്യൂഡലിസം ഈ ഒരു സാമ്പത്തിക ഭരണ സംവിധാനം ഇല്ലാതെയാകുന്നത്? The feudal system was essentially based on the relationship of reciprocal aid between the lord and vassal, but as that system became more complex over time, so this relationship weakened. നമുക്കറിയാം, ഒരു കൊടുക്കൽ വാങ്ങലാണ്, റെസിപ്രോക്കൽ എയ്ഡ് ആണ്. സഹായം കൊടുക്കുക, സഹായം തിരിച്ചു വാങ്ങിക്കുക. ഇപ്പോൾ രാജാവ് അല്ലെങ്കിൽ മറ്റ് പ്രഭുക്കന്മാർ ഭൂമി കൊടുക്കുന്നു, ആ ഭൂമിയിൽ താഴെയുള്ളവർ പണിയെടുക്കുന്നു, അവർ തിരിച്ച് ഭൂമി ലഭിക്കുന്നതുകൊണ്ട് തിരിച്ച് അവിടെ പണിയെടുത്ത് അവരുടെ അധ്വാനം മുകളിലേക്ക് നൽകുന്നു. ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്. ഇത് കാലക്രമേണ അത് വലിയ കോംപ്ലക്സ് ആയി മാറി. This entire system became more complex over time, so this relationship weakened. Lords came to own multiple estates and vassals could be tenants of various parcels of lands. That loyalties became confused and even conflicting, with people choosing to honor the relationship that suited their own needs best. അപ്പോൾ ഒരു ലോഡിന് ഒരു മാനർ തന്നെയാണെന്നില്ല, ഒന്നിൽ കൂടുതൽ മാനേഴ്സ് ഉണ്ടാകാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും, ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ട് അയാൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടി വരും. അങ്ങനെ ഇത് വളരെ കോംപ്ലക്സ് ആകാൻ തുടങ്ങി. ആളുകൾ പലപ്പോഴും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില ആളുകൾക്ക് മാത്രം അവർക്ക് മാത്രം ചില റെസ്പോൺസിബിലിറ്റീസ് ചെയ്തു കൊടുക്കുക, ചിലർക്ക് ചെയ്യാതിരിക്കുക. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കൺഫ്യൂസ്ഡ് ലോയൽറ്റീസ് പലയിടത്തും ഉണ്ടാക്കാൻ തുടങ്ങി. അതും ഇതിനുള്ളൊരു കാരണമാണ്, തകർച്ചയ്ക്കുള്ളൊരു കാരണമാണ്. Another blow to the system came from sudden population decline caused by wars and plagues. ഈ പ്ലേഗ്, ബ്ലാക്ക് ഡെത്ത് പോലെയുള്ള പ്ലേഗ്, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ധാരാളം യുദ്ധങ്ങളുണ്ടാവും. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പോപ്പുലേഷൻ ഡിക്ലൈൻ ഉണ്ടാവും. അതും ഇതിനൊരു കാരണമാണ്. By the 13th century CE, the increase in commerce and the greater use of coinage changed the way the feudal system worked. ഓക്കെ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: വാണിജ്യത്തിലുണ്ടാകുന്ന വർധന, അതുപോലെ തന്നെ കോയിൻസിൻ്റെ ഉപയോഗം, മോണറ്റൈസേഷൻ തുടങ്ങുന്നു. ഈ ബാർട്ടർ സംവിധാനത്തിൽ നിന്ന് മാറി ഈ നാണ്യ വ്യവസ്ഥ ഉണ്ടാകാൻ തുടങ്ങി. And money allowed lords to pay their sovereign instead of performing military service. The monarchs of mercenaries then meant military service, and thus the barons themselves became less important to the defense of the realm. മറ്റൊരു കാര്യം നമുക്കറിയാം, രാജാവിന് ആവശ്യമുള്ളപ്പോൾ മിലിറ്ററി സർവീസ് കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഭൂമി തന്നിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും മിലിറ്ററി സർവീസിന് പകരം പണം കൊടുത്ത് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നൊരവസ്ഥ വരുന്നു. അപ്പോൾ പണം കൊണ്ട് അതിനൊരു ഗുണമുണ്ടാകുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കെട്ടുറപ്പ് ഇല്ലാതെയാകുന്നു. പണത്തിന് പകരമാണ് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മിലിറ്ററി സർവീസിന് പകരം പണം കൊടുക്കാവുന്നുള്ള ഒരു അവസ്ഥ പലയിടത്തും വരുന്നു. സോ അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുന്നു. And conversely, a monarch could now distribute money instead of land in his system of rewards. ഇപ്പോൾ റിവാർഡ് എന്ന രീതിയിൽ ഇപ്പോൾ മൊണാർക്കിന് എന്ത് ചെയ്യാം, രാജാവിന് എന്ത് ചെയ്യാം, പണം കൊടുത്താലും മതി, ഭൂമിക്ക് പകരം പണം കൊടുത്താലും മതിയാകും. അതുകൊണ്ട് നേരത്തെ ഈ ഭൂമിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ശക്തമായൊരു കെട്ടുറപ്പുള്ള ഈ സംവിധാനം പതുക്കെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. A rich merchant class developed with no ties of loyalty to anyone except their sovereign, their suppliers and their customers. ഒരു ശക്തരായ ഒരു മെർച്ചൻ്റ് ക്ലാസ് ഉണ്ടാകുന്നു.
അപ്പോൾ അവർക്ക് മറ്റുള്ളവരെ പോലെ നേരത്തെ ഉണ്ടായിരുന്ന ലോർഡ്സിനെ പോലെ നഴ്സിനെ പോലെയൊന്നും വലിയ ലോയൽറ്റി ഒന്നുമില്ല രാജാവിനോടൊന്നും. സോ അതും ഡിക്ലൈനുള്ള മറ്റൊരു കാരണമാണ്. Even serfs could sometimes buy their freedom and escape the circumstances into which they were born. മാത്രമല്ല സെർഫ്സിന് തന്നെയും പലപ്പോഴും പണം കൊടുത്ത് അവരുടെ ഫ്രീഡം വാങ്ങി മാനറിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടായി. ദ റൈസ് ഓഫ് പവർഫുൾ monarchs in France, Spain, England broke down the local organization. പലപ്പോഴും ഇപ്പം നേരത്തെ രാജാവ് ഉണ്ടെങ്കിലും രാജാവിന് വലിയ ശക്തിയൊന്നുമില്ല. കാരണം രാജാവിന് ഇതുപോലെ ലോർഡ്സിനെയും ബാരൻസിനെയും ഒക്കെ സന്തോഷിപ്പിച്ച് നിന്നേ പറ്റുള്ളൂ. പക്ഷേ പിന്നീട് പതുക്കെ പതുക്കെ ഈ സിസ്റ്റം തകർന്നപ്പോൾ രാജാക്കന്മാർ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആകാനും ശക്തരാകാനും തുടങ്ങി. Another disruptive force was the development of communication, which broke down the isolated manor, assisted the rise of towns, and facilitated the emergence of the burgher class or the bourgeois class. ഒരു പുതിയ ക്ലാസ് ഉണ്ടാകുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഡെവലപ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന മാനേഴ്സൊക്കെ മാറി ഒന്നുകൂടിയൊക്കെ ഡെവലപ്പ് ചെയ്ത് പുതിയ ടൗൺസ് ഉണ്ടാകാൻ തുടങ്ങി. ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. പുതിയ തൊഴിലവസരങ്ങൾ പലപ്പോഴും ഉണ്ടാകാൻ തുടങ്ങി. അതുകൊണ്ട് പലരും ഈ സർഫ്ഡം വേണ്ടെന്ന് വെച്ച് മാനറിൽ നിന്നൊക്കെ ഓടിപ്പോയി ടൗണുകളിലും മറ്റുമൊക്കെ സെറ്റിൽ ചെയ്ത് അവർ സ്വന്തമായി ജോലിയുണ്ട് ഒരു സംരംഭം തുടങ്ങുകയോ ജോലി തുടങ്ങുകയോ അല്ലെങ്കിൽ തൊഴിലാളികളായിട്ട് മാറുകയൊക്കെ ചെയ്തു. ഇനി ഇതിൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ദിസ് ഫ്യൂഡലിസം was not completely destroyed in France until the French Revolution, that is in 1789, and it persisted in Germany in 1848 and Russia in 1917. ഓക്കെ, ഇപ്പോൾ റഷ്യൻ റവല്യൂഷൻ അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അതുവരെയൊക്കെ പല രൂപത്തിൽ ഫ്യൂഡലിസ്റ്റിക് വ്യവസ്ഥകൾ ഈ രാജ്യങ്ങളിലൊക്കെ നിലനിന്നിരുന്നു. ഇനി ഡിബേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പലതരത്തിലുള്ള ഡിബേറ്റ്സ് ഉണ്ട്. ഇപ്പം ഇവിടെ some scholars term the feudalism or lord-vassal relationship as the core of feudalism. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു മാർക്സിസ്റ്റ് അപ്രോച്ചാണ്. മാർക്സിസ്റ്റ് അപ്രോച്ചിൽ മാർക്സ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള സ്റ്റേജസിലൂടെയാണ് മനുഷ്യ സമൂഹം കടന്നു വന്നിട്ടുള്ളത്. അതിലൊന്നാണ് ഈ പറയുന്ന ഫ്യൂഡലിസം. അപ്പോൾ അവരുടെ ഒരു നോട്ടം ഈ മനുഷ്യൻ കാടുകളിലൊക്കെ താമസിക്കുന്ന സമയത്ത് ദർ വാസ് എ പ്രിമിറ്റീവ് കമ്മ്യൂണിസം. ആർക്കും വ്യക്തമായ അധികാരമൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് വേട്ടയാടാൻ പോകുന്നു, ഒരുമിച്ച് ഫ്രൂട്ട്സും മറ്റ് ട്യൂബേഴ്സും കളക്ട് ചെയ്യുന്നു, അത് അവരിൽ തന്നെ വീതിച്ചു കൊടുക്കുന്നു. ഒരു പ്രിമിറ്റീവായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഒരു കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. അത് മാറി ഒരു സ്ലേവറിയിലേക്ക് വരുന്നു. സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നു. അവിടെ ലാൻഡ് ബിലോങ് ടു ദ റിച്ച് ആൻഡ് ലേബർ വാസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം സ്ലേവ്സ്. ഇപ്പോൾ ഫ്യൂഡലിസത്തിന് മുമ്പുള്ള കാലഘട്ടം, നമ്മൾ ക്ലാസിക് കാലഘട്ടമൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം സ്ലേവ്സ് ഉണ്ടായിരുന്നു. നമ്മൾ റോമിൻ്റെയും ഗ്രീസിൻ്റെ ഒക്കെ ചരിത്രം പഠിച്ച സമയത്ത് നമുക്കറിയാം ധാരാളം സ്ലേവ്സ് ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ലേവ്സ് അവരുടെ ലേബറാണ് എക്സ്ട്രാക്ട് ചെയ്തിരുന്നത്. അതാണ് സ്ലേവറി ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നത്. അത് മാറിയിട്ടാണ് ഫ്യൂഡലിസം ഉണ്ടാകുന്നത്. ഇനി ഫ്യൂഡലിസത്തിൽ എന്താ സംഭവിക്കുന്നത്? ലാൻഡ് ബിലോങ് ടു ഫ്യൂഡൽ ലോർഡ്സ് ആൻഡ് ലേബർ വാസ് ഡൺ ബൈ ദ സെർവ്സ്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം ഒരു മാറ്റം ഉണ്ടാകുന്നു. ഫ്യൂഡലിസത്തിൽ നിന്ന് മാറി ക്യാപിറ്റലിസത്തിലേക്ക് മാറുന്നു, മുതലാളിത്തത്തിലേക്ക് മാറും. ഇവിടെ ബൂർഷ്വ കൺട്രോൾഡ് the industries and labor was provided by the proletariat. ബൂർഷ്വ എന്ന് പറയുമ്പോൾ മുതലാളി വർഗമാണ് ഇൻഡസ്ട്രീസിന് ഫാക്ടറികളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അവിടുത്തെ തൊഴിലാളികളാണ് ഈ പ്രോലറ്റേറിയറ്റ്, അവരാണ് തൊഴിൽ നൽകുന്നത്. അടുത്ത ഒരു ലെവലിലേക്ക് എത്തും എന്നാണ് മാർക്സിസ്റ്റ് അല്ലെങ്കിൽ മാർക്സ് പറഞ്ഞത്. എത്തണമെന്ന് പറയുന്നു. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുമെന്ന് മാർക്സ് വിശ്വസിക്കുന്നു. അതാണ് സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം. അവിടെ മീൻസ് ആൻഡ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ വുഡ് ബി കൺട്രോൾഡ് കോമൺലി ബൈ ദ വർക്കിംഗ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മീൻസ് ഓഫ് പ്രൊഡക്ഷനും ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷനൊക്കെ റിലേഷൻസൊക്കെ പഠിച്ചതാണ്. മീൻസ് ആൻഡ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ വുഡ് ബി കൺട്രോൾഡ് കോമൺലി ബൈ ദ വർക്കിംഗ് ക്ലാസ്. അങ്ങനെ എല്ലാം തൊഴിലാളി വർഗ സർവാധിപത്യം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് കമ്മ്യൂണിസം ആൻഡ് സോഷ്യലിസം. അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു മാർക്സിസ്റ്റ് അപ്രോച്ചിൽ ഒരു പ്രത്യേക കാലഘട്ടം മാത്രമാണ് ഫ്യൂഡലിസ്റ്റിക് രീതി എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് അവർ പറയുന്നു ഫ്യൂഡലിസം അങ്ങനെ ഉണ്ടായി, ഫ്യൂഡലിസത്തിൽ നിന്ന് മാറി അത് ക്യാപിറ്റലിസ്റ്റിലേക്ക് വരികയും ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ്
അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ല, ഒരു ക്യാപിറ്റലിസ്റ്റ് സ്വഭാവം കുറച്ചൊക്കെ സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള രാജ്യങ്ങളാണ് കൂടുതൽ. ഉദാഹരണം ഇന്ത്യയിൽ നമുക്ക് സോഷ്യലിസ്റ്റ് പോളിസീസും ഉണ്ട്, അതേസമയം തന്നെ ക്യാപിറ്റലിസവും ഉണ്ട്. അപ്പോൾ ഒരു മിക്സ്ഡ് എക്കോണമിയിലൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, നമുക്കറിയാവുന്നതാണ്. Some others recognized it as a fief and the seigneurial manorial system, whereas many others explained it in terms of a method of government which devolved powers and authority to the landed aristocracy under what Perry Anderson designates as the scalar sovereignty or the parcellized sovereignty. ഓക്കെ, അപ്പോൾ ഈ സ്കേലർ സോവറിനിറ്റി അല്ലെങ്കിൽ പാസലൈസ് സോവറിനിറ്റി എന്ന് പറയുമ്പോൾ സോവറിനിറ്റി പരമാധികാരം മറ്റു ചിലരുടെ അഭിപ്രായമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അഭിപ്രായം മാർക്സിസ്റ്റ് അഭിപ്രായമാണ്. ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ പെറി ആൻഡേഴ്സൺ അദ്ദേഹം ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നു, സ്കേലർ സോവറിനിറ്റി ആൻഡ് പാസലൈസ് സോവറിനിറ്റി. സോവറിനിറ്റി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പരമാധികാരം എന്നാണ്. ഒരു ഫ്യൂഡലിസ്റ്റ് അവസ്ഥ എടുത്ത് നോക്കൂ, അവിടെ ആർക്കാണ് പരമാധികാരമുള്ളത്? രാജാവിനാണെന്ന് നമുക്ക് പറയാം. പക്ഷേ രാജാവിനാണോ പരമാധികാരം? അല്ല, അത് പാസലൈസ്ഡ് ആണ്. അല്ലെങ്കിൽ അത് നമുക്ക് ഒരു മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഒരു സ്കേലാർ സോവറിനിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു പാസലൈസ്ഡ് സോവറിനിറ്റി ആണ്. അത് പല ആളുകളുടെ കയ്യിലാണ്. അത് ചേരുമ്പോഴാണ് അത് ഒരൊറ്റ സിസ്റ്റമായി മാറുന്നത്. ഫോർ എക്സാമ്പിൾ നോബിൾസും നൈറ്റ്സും വളരെ പ്രധാനപ്പെട്ടവരാണ്. അവരുടെ സഹായമില്ലാതെ രാജാവിന് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. പ്രത്യേകിച്ചൊരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത്, ഒരു കടന്നാക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഇവരുടെയൊക്കെ സഹായം ആവശ്യമാണ്. മാത്രമല്ല അല്ലാത്ത സമയത്തും ഈ ഭരണ സംവിധാനം ഈ താഴേക്കിടയിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന ടാക്സും സർപ്ലസും ഒക്കെ മുകളിലേക്ക് വരണമെങ്കിൽ അവിടെയും ഈ പറയുന്ന ഈ തട്ടുതട്ടായിട്ടുള്ള ഈ ആളുകളുടെ ആവശ്യമുണ്ട്. സോ അതൊരു തരം പാസലൈസ്ഡ് സോവറിനിറ്റി ആണെന്ന്, അല്ലെങ്കിൽ സ്കേലർ സോവറിനിറ്റി ആണെന്നാണ് പെറി ആൻഡേഴ്സൺ അഭിപ്രായപ്പെടുന്നത്. To Rushton Colborne, feudalism was a method of government, not an economic or social order system, though it obviously modifies and is modified by the social and economic environment. ഇപ്പോൾ കോൾബോൺ പറയുന്നത് അടിസ്ഥാനപരമായി ഫ്യൂഡലിസം എന്ന് പറയുന്നത് ആസ് എ മെത്തഡ് ഓഫ് ഗവൺമെൻറ്, ഒരു ഗവൺമെൻറ്റാണ്, ഒരു ഭരണ സംവിധാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റെല്ലാം രണ്ടാമതേ വരികയുള്ളൂ. പ്രാഥമികമായിട്ടൊരു ഭരണ സംവിധാനമാണ്. രണ്ടാമതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സോഷ്യൽ റിലേഷൻഷിപ്പ് ഒക്കെ പറയാം. അതായത് നോബിൾസ് രാജാവും നോബിൾസും പിന്നെ നൈറ്റ്സും താഴെ വരുന്ന പെസൻസും ഒക്കെയുള്ള ബന്ധം, സോഷ്യൽ റിലേഷൻഷിപ്പ്, ഈ സമൂഹഘടന എന്നൊക്കെ പറയാമെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി എ മെത്തഡ് ഓഫ് ഗവൺമെൻറ് ആണ് ഫ്യൂഡലിസം എന്നാണ് കോൾബോൺ പറയുന്നത്. നമ്മൾ നേരത്തെ തന്നെ കണ്ട പെറി ആൻഡേഴ്സൺ. ടു പെറി ആൻഡേഴ്സൺ സൗണ്ടഡ്, കൊട്ടേഷനിൽ പറയുന്നു, a specific organization in which large land ownership with a small peasant extracted the surplus from immediate producer by customary forms of extra economic coercion, labor services, deliveries in kind or rents in cash, and where commodity exchange and labor mobility was correspondingly restricted. അപ്പോൾ ഇത് അദ്ദേഹം പറയുന്നത് എന്താണ് ഒരു ഫ്യൂഡൽ സിസ്റ്റം എന്നാണ്. എന്താണ് ഫ്യൂഡൽ സിസ്റ്റം എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യം തന്നെ. ഒരു സ്പെസിഫിക് ഓർഗനൈസേഷനാണ്. അതെ, ഒരു ഓർഗനൈസേഷനാണ്. എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ലാർജ് ലാൻഡ് ഓണർഷിപ്പ് വിത്ത് എ സ്മോൾ പെർസൺ എക്സ്ട്രാക്റ്റഡ് ദ സർപ്ലസ് ഫ്രം ഇമ്മീഡിയറ്റ് പ്രൊഡ്യൂസർ. അപ്പോൾ നമുക്കറിയാം വലിയ ലാൻഡാണ്. ആ ലാൻഡിനെ അതിൻ്റെ ഓണർഷിപ്പ് രാജാവിനാണ്. പക്ഷെ ഒരു താൽക്കാലിക ഓണർഷിപ്പ് പലർക്കുമായിട്ട് പകുത്തു കൊടുക്കുന്നു. അതിനകത്ത് നടക്കുന്ന കാര്യം എന്താണ്? എക്സ്ട്രാക്റ്റിംഗ് ദ സർപ്ലസ്. തൊട്ട് താഴെ നിന്നുള്ള ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ സർപ്ലസ് എക്സ്ട്രാക്ട് ചെയ്യും. പെസൻസിൽ നിന്ന് നൈറ്റ്സ് വാങ്ങിക്കുന്നു, നൈറ്റ്സിൽ നിന്ന് ലോർഡ്സ് വാങ്ങിക്കുന്നു, ലോർഡ്സിൽ നിന്ന് കിങ്സ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ കിങ് വാങ്ങിക്കുന്നു. ഇനി എങ്ങനെയൊക്കെയാണ് അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? അതിനകത്ത് കുറേ എക്സ്ട്രാ എക്കണോമിക് കോയഷൻസ് ഉണ്ട്. കോയഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് വാങ്ങുക. ലേബർ സർവീസസ് ഉണ്ട്, ഡെലിവറീസ് ഇൻ കൈൻഡ് ആൻഡ് ക്യാഷ് ഉണ്ട്, പണമായിട്ട് വാങ്ങിക്കുന്നു, സാധനങ്ങളായിട്ട് വാങ്ങിക്കുന്നു, ജോലിയായിട്ട്, തൊഴിലായിട്ടൊക്കെ. ഫ്രീ സർവീസ്, ഫോർ എക്സാമ്പിൾ പലപ്പോഴും ഈ മാനറിലൊക്കെ പോയിട്ട്
ലോഡിൻ്റെ ഭൂമിയിൽ ഫ്രീ ആയിട്ട് ജോലി എടുത്ത് കൊടുക്കേണ്ട ദിവസങ്ങളുണ്ടായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ പോയി ജോലി എടുക്കണം. അപ്പോൾ അങ്ങനെ പല രൂപത്തിലാണ് ഈ ഒരു എക്സ്ട്രാക്ഷൻ നടന്നിരുന്നത്. വേർ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആൻഡ് ലേബർ മൊബിലിറ്റി വാസ് കറസ്പോണ്ടിങ്ലി റെസ്ട്രിക്റ്റഡ്. ഓക്കെ, ഇപ്പോൾ ലേബർ മൊബിലിറ്റി പുറത്തു പോകാൻ സാധ്യമല്ല. മിക്കവാറും അൺഫ്രീ ആയിട്ടുള്ള സർഫ് എന്ന് വിളിക്കുന്ന ആളുകൾക്ക് പുറത്തു പോകാൻ സാധ്യമല്ല, അവരവിടെ തന്നെയാണ്. വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മൊബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. മറ്റു തൊഴിലവസരങ്ങൾക്ക് വളരെ കുറവാണ്. കമ്മോഡിറ്റി എക്സ്ചേഞ്ചും വളരെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ഇങ്ങനെയൊരു സിസ്റ്റമായിരുന്നു എന്ന് പെറി ആൻഡേഴ്സൺ പറയുന്നു. ദെൻ നമ്മൾ ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചില ചരിത്രകാരന്മാർ, സോഷ്യോളജിസ്റ്റ് ഒക്കെ ഫ്യൂഡലിസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നൂറുൽ ഹസൻ, Feudalism was primarily agrarian economy where the surplus is expropriated by a fairly close ruling class through both the non-economic coercion and the role played by it in agriculture as well as the subsidiary handicraft production. അപ്പോൾ ഒരു തരത്തിൽ മാത്രമല്ല, ഇദ്ദേഹം പറയുന്ന ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഒരു അഗ്രേറിയൻ എക്കോണമിയാണ്, ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയാണ്. അവിടെ എക്കണോമിക്കും നോൺ എക്കണോമിക്കുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള രീതിയിലും ഒരു റൂളിംഗ് ക്ലാസ്, ഒരു ഭരണ കൂടം അല്ലെങ്കിൽ ഒരു വരേണ്യ വിഭാഗം സാധാരണക്കാരിൽ നിന്ന്, കൃഷിക്കാരിൽ നിന്ന് ഈ ലേബർ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു സംഗതി. അതാണ് നൂറുൽ ഹസൻ ഫ്യൂഡലിസത്തെ കുറിച്ച് പറയുന്നത്. ദെൻ വി ഹാവ് ഹർബൻസ് മുഖ്യ. ഹി സീസ് ഇറ്റ് ആസ് എ സ്പെസിഫിക് ഫോം ഓഫ് സോഷ്യോ എക്കണോമിക് ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ in which the producer was neither an independent economic being nor was he completely separate from the means of production, and so was made economically dependent on the sale of his labor to law to supplement their income for sustenance. ഒന്നുകൂടി വ്യക്തമായ വേറൊരു ഡെഫിനേഷൻ എന്ന് വിളിക്കാം. ഒരു സ്പെസിഫിക് ഫോം ഓഫ് സോഷ്യോ എക്കണോമിക് ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആണ് ഫ്യൂഡലിസം എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ പ്രൊഡ്യൂസർ വാസ് neither an independent economic being nor was he completely separate from the means of production. ഇപ്പോൾ മീൻസ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ താഴെത്തട്ടിലുണ്ടായിരുന്ന ഫ്യൂഡലിസത്തിലെ കൃഷിക്കാരെ നോക്കുകയാണെങ്കിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് അല്ല, എന്ന് മുഴുവനായിട്ട് അതിൻ്റെ ഭാഗവുമല്ല. neither an independent economic being nor completely separated. മുഴുവനായിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് അല്ല, പക്ഷെ മുഴുവനായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ അയാൾക്ക് കൺട്രോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൺട്രോൾ ഉണ്ട്, പക്ഷേ ആ ഭൂമി അദ്ദേഹത്തിൻ്റെതല്ല. അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു ഫ്യൂഡലിസം എന്നാണ് ഹർബൻസ് മുഖ്യ പറയുന്നത്. ഇർഫാൻ ഹബീബ് റെക്കഗ്നൈസ്ഡ് ഫീഫ് ആൻഡ് സെർഫ്ഡം ആസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഫ്യൂഡലിസം. ദെൻ ആർ എസ് ശർമ്മ ആൻഡ് BNS യാദവ, they said control over the peasants' process of production by the landlords and decline of trade and urbanization were the core features of Indian feudalism. അവർ ഇന്ത്യൻ ഫ്യൂഡലിസത്തെ കുറിച്ചാണ് പറഞ്ഞത്. control over peasants' process of production by the landlords and decline of trade and urbanization. ട്രേഡ് urbanization-ൻ്റെയും തകർച്ച, അതുകൊണ്ടാണ് ഫ്യൂഡലിസം ഉണ്ടാകുന്നതാണ് ആർ ശർമ്മയൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കാരണം ട്രേഡ് ആൻഡ് അർബനൈസേഷൻ ഇല്ലാതെയായിട്ടുള്ള ഒരു സ്റ്റാഗ്നൻ്റ് സൊസൈറ്റിയാണ് ഫ്യൂഡലിസത്തിനുള്ള കാരണം. ട്രേഡ് ആൻഡ് അർബനൈസേഷൻ തുടങ്ങുമ്പോൾ ഫ്യൂഡലിസം ഇല്ലാതെയാകും. അങ്ങനെ ഡൈക്കോട്ടമിയെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ലെറ്റ്സ് മൂവ് ടു ദ medieval economy. Then the 9th century also saw Europe disrupted by the raids of the Vikings in the north, the Muslims in the south and the Hungarians in the east. 9ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ഒരുപാട് പല ഭാഗത്തുനിന്ന് യൂറോപ്പിലേക്ക് അറ്റാക്സ് ഉണ്ട്. വൈക്കിങ്സ് ഉണ്ട്, തർക്സ് ഉണ്ട്, ദെൻ വി ഹാവ് ദ ഹംഗേറിയൻസ് ഫ്രം ദി ഈസ്റ്റ്. The empire of Charlemagne was broken up in the bitter civil wars that erupted between his successors, the most last holy Roman emperor എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന ചാർലമൈൻ്റെ എംപയറും ഏതാണ്ട് ഈ കാലഘട്ടം ആകുമ്പോഴേക്കും തകർന്നു പോകുന്നു, ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാസ് ദ റൈസ് ഇൻ ദ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. മാത്രമല്ല ഈ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂടുന്നു. മേജർ ഇന്നോവേഷൻസ് സച്ച് ആസ് ദ ഹെവി പ്ലോ, ദ ഹോസ് കോളർ and the 3-field rotation system, combined with the widespread availability of land relative to the population, generated a high and rising level of output that sustained a substantial rise in population from the 9th to the 13th century. ഇപ്പോൾ ഫ്യൂഡലിസത്തിൻ്റെ അവസാന കാലഘട്ടം, നമ്മളൊരു 9ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഫ്യൂഡലിസം തകർന്നു പോകുന്ന പല കാരണങ്ങളുണ്ട്.
ആ സമയത്ത് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂടുന്നു. അതിന് കാരണങ്ങളുണ്ട്. ഒന്നുകൂടി വലിയ കലപ്പ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ മണ്ണിൽ കൂടുതൽ ആഴത്തിൽ നമുക്ക് ഉഴുതെടുക്കാൻ പറ്റും. ഹോസ് കോളർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കൂ, ഈ ഹമ്പുള്ള ബുള്ള് കാള ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കലപ്പ വെക്കാൻ എളുപ്പമാണ്. വേറെ എവിടെയും അത് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതവിടെ വൃത്തിയായിട്ട് ഇരുന്നോളും. മാത്രമല്ല കലപ്പ നമുക്ക് നന്നായി അമർത്തി പിടിച്ച് ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ നല്ല ആഴത്തിൽ ഉഴുതു മറിക്കാൻ പറ്റും. കുതിരയെ കൊണ്ട് സാധ്യമല്ല. അപ്പം അതുകൊണ്ട് നേരത്തെ പലയിടത്തും കെട്ടിയാ വെച്ചിരുന്ന് പിന്നെ ഒരു ഹോഴ്സ് കോളർ കണ്ടുപിടിച്ചപ്പോൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ഈ കലപ്പ പിടിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടായി. അത് ഈ അഗ്രികൾച്ചർ പ്രൊഡക്ഷന് സഹായിച്ചു. ധാരാളം ലാൻഡ് ആളുകൾക്ക് കിട്ടാൻ തുടങ്ങി ഫ്യൂഡലിസത്തിൻ്റെ ഒരു തകർച്ചയോടുകൂടി. പിന്നെ ഒരു 3 ഫീൽഡ് റൊട്ടേഷൻ സിസ്റ്റം, ഈ ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൃഷി ചെയ്യുന്ന രീതി. കുറച്ച് ഭൂമി തരിച്ചിടുക, വീണ്ടും അടുത്ത സ്ഥലത്ത് കൃഷി ചെയ്യുക. ആ ഭൂമി അടുത്തൊരു വർഷം കൃഷി ചെയ്ത ഭൂമി അടുത്ത വർഷം തരിച്ചിടുക. അങ്ങനെ ഭൂമിയുടെ ഫെർട്ടിലിറ്റി കാത്തു സൂക്ഷിക്കുക, അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാനുള്ള മെക്കാനിസംസ് ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഏതാണ്ട് 13 to 13 നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കും അഗ്രികൾച്ചറൽ ഇൻപുട്ട് കൂടുന്നു, പോപ്പുലേഷനും കൂടുന്നു. ഇതുകൊണ്ട് തന്നെ പോപ്പുലേഷനും കൂടുന്നു. ദെൻ നമ്മൾ ട്രേഡിൽ നോക്കുകയാണെങ്കിൽ ഇൻ ടൗൺസ് many guilds were formed by tradespeople such as goldsmiths, bakers, weavers and dyers. അപ്പോൾ ഇവരുടെയൊക്കെ സംഘടനകൾ ഉണ്ടാകുന്നു തുടങ്ങി. ഗിൽഡ് എന്നാണ് വിളിച്ചിരുന്നു. And guilds made rules that controlled the quantity and quality of production. The guilds watched out for their members and worked to make sure everyone found employment. The formation of guilds was one of the many unique aspects of life in medieval Europe. The growth of trade led to the rise of banking in the 13th century. Indigenous Italian banking houses grew up with agencies as far afield as far as London and Paris. The financial center of London became known as the Lombard Street. Lombard is another name of the north. Okay, no problem. But Lombard Street. ലണ്ടൻ വളരെ പ്രധാനപ്പെട്ട ഒരു ബാങ്കിങ് ഡെസ്റ്റിനേഷനായിട്ട് മാറുന്നുണ്ട്. 13ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പിന്നീട് നമ്മൾ റിനാസൻസും മറ്റും പഠിക്കുമ്പോൾ ഒരുപാട് പ്രധാനപ്പെട്ട ഇറ്റാലിയൻ ടൗൺസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ബാങ്കിങ് ഹൗസസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ ഈ കാലഘട്ടത്തിൽ ഗിൽഡുകളൊക്കെ ആയിട്ട് ഉണ്ടായി വളർന്നു വന്നവരാണ്. സോ ഗിൽഡുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുന്നു എന്നുള്ളതാണ് വ്യാപാര സംബന്ധമായിട്ട് നമുക്ക് പറയാനുള്ളത്. Regional specialization led to the growth of internal trade, especially through the systems of fairs, such as the famous ones of Champagne. Champagne ഒരു ടൗണാണ്, വേറൊരു ഷാമ്പെയിൻ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ധാരാളം ഫെയർസും മറ്റുമൊക്കെ വാണിജ്യ മേളകളൊക്കെ നടക്കാൻ തുടങ്ങി, എസ്പെഷ്യലി വൺ അറ്റ് ദ ഷാമ്പെയിൻ. Monasteries also made important economic contributions to the organization of their own productive activities and the movement of pilgrims. Cathedrals and castle building stimulated the construction industry. ധാരാളം കത്തീഡ്രൽസും കാസൽസും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ അതും ബിൽഡിംഗ് ഇൻഡസ്ട്രിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. And from 19th century, more stable conditions began to prevail in Western Europe. Population began to increase, the volume of trade expanded, and towns in many parts of Europe multiplied in number and grew in size. ഇങ്ങനൊരു ഹോളിസ്റ്റിക് ആയുള്ള ഡെവലപ്മെൻ്റ് ആണ് 11ാം നൂറ്റാണ്ട് 12 ആകുമ്പോഴേക്കും ഉണ്ടാകുന്നത്. So let's look into the market economy of this period. The expansion of the trade drew more and more rural communities into the market economy, and links between countryside and towns grew stronger. വലിയ വലിയ ടൗൺസ് ഉണ്ടാകുന്നു, നഗരപ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നു, കൂടുതൽ ആക്റ്റീവ് ആകുന്നു. And manners lost a large measure of their self-sufficiency as they participated more in the money economy. These developments stimulated the expansion of towns, of merchant communities, and of coinage. The Black Death നമുക്കറിയാം 14ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ്. വലിയ തോതിൽ പ്ലാഗ് വന്ന ജനങ്ങൾ മരിച്ചു പോകുന്ന കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. The Black Death, after great initial disruption, accelerated the spread of the markets in the longer term by creating a shortage of labor and thus boosting the purchasing power of both urban and rural workers. 1/3 പോപ്പുലേഷനാണ് ഈ ബ്ലാക്ക് ഡെത്തോടുകൂടി മരിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്
വലിയ ആളുകളുടെ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നു കുറച്ചു കാലത്തേക്ക്. പക്ഷെ പിന്നീട് വലിയ ബൂം ഉണ്ടാകുന്നു. ചെറിയൊരു തൊഴിലാളികളുടെയൊക്കെ കുറവുണ്ടാകുന്നെങ്കിലും പിന്നീട് വലിയൊരു ബൂമാണ്. ബൂസ്റ്റിംഗ് ദ പർച്ചേസിംഗ് പവർ ഓഫ് ബോത്ത് അർബൻ ആൻഡ് റൂറൽ വർക്കേഴ്സ് all over Western Europe, merchants became increasingly wealthy and politically more powerful. Agriculture. Agriculture in Middle Ages describes the farming practices, crops, technology, and agriculture society and economy of Europe from the fall of the Western Roman Empire in 476 to approximately 1500 CE. Okay. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ മിഡിൽ ഏജസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5-ാം നൂറ്റാണ്ടിലാണ്. ഏതാണ്ട് 16-ാം നൂറ്റാണ്ടാകുമ്പോഴാണ് മിഡിൽ ഏജ് അവസാനിക്കുന്നതായിട്ട് റിനൈസൻസോടുകൂടി. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ടെക്നോളജിയും മറ്റുമൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. The open field system was the prevalent agriculture system in much of Europe during the Middle Ages. വളരെ പ്രാകൃതമായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു തരത്തിലുള്ള ഇൻവെൻഷനും ഇല്ലാതെ വളരെ വിളവ് കുറഞ്ഞ നിലവാരം കുറഞ്ഞ രീതിയിലാണ് കൃഷി മിഡിൽ ഏജസിൽ നടത്തിയിരുന്നത്. The two patterns of cultivation were typical of the open field system. In the first, the arable land was divided into two fields. One half was cultivated and the other one was let fallow every year. Crops were rotated between two fields every year, with the fallow field being allowed to recover its fertility and used for livestock grazing were not dedicated to crops. പിന്നീടാണ് ഈ ടു പാറ്റേൺസ് ഓഫ് കൾട്ടിവേഷൻ വരുന്നത്. ടു പാറ്റേൺസ് ഓഫ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഒരു പ്രത്യേക ഭാഗം തരിച്ചിടുക എന്നുള്ളതാണ്, കൃഷി ചെയ്യാതെ വയ്ക്കുക. അപ്പോൾ അവിടെ കന്നുകാലികൾ അവിടെ മേയാനും മറ്റുമൊക്കെ ഉപയോഗിക്കുക. അതിനുശേഷം അടുത്ത വർഷം ഇത്തവണ കൃഷി ചെയ്ത ഭൂമി തരിച്ചിടുകയും കഴിഞ്ഞ തവണ തരിച്ചിട്ട ഭൂമി കൃഷി ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എന്താ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫെർട്ടിലിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കും. A three-field pattern was typical of the later Middle Ages in Northern Europe with its wetter climate. One field was planted in fall, one field was planted in spring, and the third field was left fallow. Okay. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ത്രീ ഫീൽഡ് സിസ്റ്റം ഉണ്ടായിരുന്നു. Religion and culture. Medieval religion had deep significance and central importance in the lives of most of individuals and nations. There was hardly any concept of a secular nation where religion did not play any role in the affairs of the state. But religion was very important during the Middle Ages. Most people in Middle Ages lived their lives fully, believing in the reality of a spiritual realm all around them and in heaven or hell when they died. അപ്പോൾ ഈശ്വരനിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ ശക്തികളിലുള്ള വിശ്വാസം, മരണശേഷം സ്വർഗവും നരകമുണ്ട് എന്നുള്ള വിശ്വാസങ്ങളൊക്കെ അതിശക്തമായി പുലർത്തിപ്പോയിരുന്ന ജനതയായിരുന്നു മിഡിൽ ഏജസിലുണ്ടായിരുന്നത്. In the Middle Ages, the church provided for the religious aspects of people's lives, baptism of babies, marriages, confession, the last rites for dying and burying the dead. ഒരു വ്യക്തിയുടെ ജനനം തൊട്ട് മരണം വരെയുള്ള എല്ലാ ചടങ്ങുകളിലും ചർച്ചിന്, ക്രിസ്തീയ സഭയ്ക്ക് അതിശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. Monasteries and nunneries looked after the old and sick, provided somewhere for travelers to stay, gave alms to poor, and sometimes looked after people's money for them. And monks could often read and write when many other people could not, so they copied books and documents and taught children. അപ്പോൾ ഇങ്ങനെ ഈ മൊനാസ്ട്രീസ്, സന്യാസാശ്രമങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അവർ പലയിടത്തുള്ള ആതുര ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നൽകിയിരുന്നു, ഈ അപ്പാർട്ട് ഫ്രം ടീച്ചിങ് ചിൽഡ്രൻ ആൻഡ് കോപ്പിയിങ് ബുക്സ്. ഓക്കെ. Many knights tried to earn forgiveness for their sins by going on a crusade, went on a pilgrimage to try to reduce the time they thought they would spend in purgatory. അപ്പോൾ ഇവിടെ നൈറ്റ്സ് നമുക്കറിയാമല്ലോ, യുദ്ധം ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ പലപ്പോഴും അവർ ചില സിൻസ്, പാപങ്ങളൊക്കെ ചെയ്തു എന്നുള്ള വിശ്വാസമുള്ളവരാണ്. അപ്പോൾ പലപ്പോഴും ഈ പിന്നീട് വരുന്ന കുരിശ് യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്ന ഇത്തരത്തിലുള്ള പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ കുരിശ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പാപങ്ങളില്ലാതെയാകുന്നുള്ള വിശ്വാസം, ശക്തമായ വിശ്വാസം ഈ ടൈമിലുണ്ടായിരുന്നു. ദാറ്റ് വാസ് ദ പവർ ഓഫ് ദ റിലിജിയൻ ആൻഡ് ബിലീഫ്.
A person who had been on pilgrimage would wear a badge to show which shrine he had visited. Each shrine would have a different symbol that could be understood even by people who couldn't read or write. ഓരോ പ്രത്യേക തീർത്ഥസ്ഥലങ്ങളിലും പോകുന്ന ആളുകൾ, തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾ, അവരെവിടെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ടോ അതൊക്കെ കാണുന്ന തരത്തിലുള്ള സിമ്പിൾസ് അവരുടെ വസ്ത്രങ്ങളിൽ ധരിച്ചിരുന്നു. In monasteries, monks and nuns took vow of poverty, chastity and obedience. കന്യാസ്ത്രീമാരും അതുപോലെ തന്നെ സന്യാസികളൊക്കെ, മോങ്സ് ആൻഡ് നൺസ്, അവർക്ക് പലതരത്തിലുള്ള വോws ഉണ്ടായിരുന്നു. വോws ഓഫ് പോവർട്ടി, വോws ഓഫ് chastity and obedience. That means obeying the abba or the abyss. There were many different orders of monks, like Benedictines, known for black monks, or Cistercians, known as the white monks, named after the color of the habits they wore. പലതരത്തിലുള്ള സന്യാസ ആശ്രമങ്ങളുണ്ടായിരുന്നു, സഭകളുണ്ടായിരുന്നു. ബെനഡിക്റ്റൈൻസ് ഉണ്ടായിരുന്നു, സിസ്റ്റേറിയൻസ് എന്നൊക്കെ പറയുന്ന സിസ്റ്റേഴ്സിയൻസ്. ഓക്കെ, then monks usually lived in close communities. So they lived in close communities. വളരെയധികം ഇൻട്രാക്ഷൻസ് ഒന്നും അവർ പുറത്തുള്ള ആളുകളുമായിട്ട് നടത്തിയിരുന്നില്ല. Even though they had some pretty good situations to interact with outside people, usually they lived in close communities. Let's get into the medieval art. Medievalism is a system of belief and practice inspired by the Middle Ages of Europe, which have been expressed in areas such as architecture, literature, music, art, philosophy, scholarship, and various vehicles of popular culture. പോപ്പുലർ കൾച്ചറിൻ്റെ എല്ലാ മേഖലകളിലും മിഡീവലിസം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. ആർക്കിടെക്ചറിലുണ്ട്, ലിറ്ററേച്ചറിലുണ്ട്, മ്യൂസിക്, ആർട്ട്, ഫിലോസോഫി, scholarship, and what not. Medieval art can be broadly categorized into a Byzantine art of the Eastern Roman Empire, the Gothic art that emerged in Western Europe over the same period. But different types of medieval arts under. So the first one is Byzantine art. This art was created between the 4th century and 1050 AD, that is the 11th century AD. The Catholic Church and the wealthy oligarchs commissioned projects for specific social and religious rituals. The art included a variety of media, including glass mosaic, wall paintings, metalwork, and carved relief in precious materials. ഇപ്പോൾ പലതരത്തിലുള്ള ആർട്ട് ഫോംസ് വർക്ക്സ് നമുക്ക് കാണാൻ പറ്റും. ഗ്ലാസ് മൊസൈക്സ് ഉണ്ട്, വോൾ പെയിൻറ്റിങ്സ് ഉണ്ട്, മെറ്റൽ വർക്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്രഷ്യസ് മെറ്റീരിയൽസിൽ, ഈ അമൂല്യ രത്നങ്ങളിലും അതുപോലെ തന്നെ മറ്റുമൊക്കെ ലോഹങ്ങളിലുമൊക്കെ കാർവ് ചെയ്തെടുത്തുള്ള റിലീഫ്സ് എല്ലാം ഉണ്ട്. And Byzantine art was conservative in nature, primarily featuring religious subjects matter, and much of it was characterized by the lack of realism. റിലിജൻ്റെ വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ള ആർട്ടായിരുന്നു ബൈസന്റൈൻ ആർട്ട്. റിലീജിയസ് തീംസ് ആണ് അവർ വിഷയമാക്കിയിരുന്നത്. പെയിൻറ്റിങ്സ് ഇൻ പർട്ടിക്കുലർ were flat with little to no shadows or a hint of three-dimensionality, and the subjects were typically more serious and somber. പെയിൻറ്റിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ബൈസന്റൈൻ പെയിൻറ്റിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ ഷാഡോസോ ഡെപ്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ പ്ലെയിൻ ആയിട്ടുള്ള, ഫ്ലാറ്റ് ആയിട്ടുള്ള, നമുക്കതിനകത്ത് ചിത്രങ്ങളിൽ ഒരു 3 ഡയമെൻഷണൽ ഫീലിംഗ് ഒന്നും നമുക്ക് കിട്ടില്ല. ഡെപ്തും ഡിസ്റ്റൻസും ഒന്നും നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യില്ല. മാത്രമല്ല വളരെ സീരിയസ് ആയിട്ടുള്ള, സോംബർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ അതിനകത്തുള്ളത്. ഇവിടെ നിങ്ങൾ കാണുന്നൊരു ചിത്രം ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് മൊസൈക്കാണ്. ഹഗിയ സോഫിയയിലുള്ളൊരു ഗ്ലാസ് മൊസൈക്കാണ്. അതിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. അതൊരു ബൈസന്റൈൻ ആർട്ടിൻ്റെ എക്സാമ്പിളാണ്. Then we have Romanesque art, and the Romanesque art took shape in the 11th century, initially developing in France, then spreading to Spain, England, Flanders, Germany, Italy, and other regions. ഫ്രാൻസിലാണ് തുടക്കം. As the first style to spread across Europe, it symbolized the growing wealth of European cities and the power of church monasteries. Okay. 11ാം നൂറ്റാണ്ടിന് ശേഷമാണ് ആ ഒരു റിച്ച് കൾച്ചറാണ് ഇത് കാണിക്കുന്നത്. Romanesque buildings were characterized by semicircular arches, thick stone walls, durable construction. ഇതൊക്കെ ഈ കാലഘട്ടത്തിലുള്ള ഈ ഒരു സ്കൂളിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ബിൽഡിങ്സിൻ്റെ പ്രത്യേകതയാണ്. സെമി സർക്കുലർ ആർച്ചസ്, thick stone walls, durable construction. Sculptures were also prevalent during this time, where stone was used to represent biblical subject matter and church doctrines. പ്രധാനമായിട്ടും ബൈബിളിലെ
കഥകളും അതുപോലെ തന്നെ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ കാണിക്കുന്ന ധാരാളം സ്കൾപ്ചേഴ്സും ഈ സമയത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതർ സിഗ്നിഫിക്കൻറ്റ് മീഡിയ ഡ്യൂറിങ് ദിസ് പീരിയഡ് ഇൻക്ലൂഡ് സ്റ്റെയിൻ ഗ്ലാസ് ആൻഡ് ദ കണ്ടിന്യൂഡ് ട്രഡീഷൻ ഓഫ് ഇല്ലുമിനേറ്റഡ് മാനുസ്ക്രിപ്റ്റ്സ്. അപ്പോൾ ഇല്ലുമിനേറ്റഡ് മാനുസ്ക്രിപ്റ്റ്സ് അതുപോലെ തന്നെ സ്റ്റെയിൻ ഗ്ലാസ് കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള കലാസൃഷ്ടികളൊക്കെ ഇവിടെ കാണാം. നിങ്ങൾ ഇവിടെ കാണുന്നത് ഇതുപോലെ തന്നെ ഒരു ബിബ്ലിക്കൽ ആയിട്ടുള്ള ഒരു തീംസും മറ്റുമൊക്കെ ധാരാളം വരുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് ഇവിടെ കാണുന്നത്. അത് റോമനസ്ക് ആർട്ടിന് ഉദാഹരണമാണ്. ദെൻ വി ഹാവ് ദ ഗോത്തിക് ആർട്ട്. Late medieval art includes Gothic art, which originated in the 12th century, okay, 12ാം നൂറ്റാണ്ട്, with the rebuilding of the Abbey Church in Saint Denis of France. Gothic architecture offered revolutionary structural achievements, advancement such as ribbed walls, flying buttresses, and decorative pinnacles, all contributing to taller, lighter building designs. വളരെ ഉയരം കൂടിയ അതേസമയം വളരെ ലൈറ്റർ ആയിട്ട് തോന്നിക്കാവുന്ന ഒരു പുതിയ ഒരു ബിൽഡിംഗ്സ് രീതിയാണ് ഗോത്തിക്. Gothic sculpture borrowed motifs from the architecture of the period, since it was primarily used to decorate exteriors of cathedrals and other religious buildings. പ്രധാനമായിട്ടും കത്തീഡ്രൽസും അതുപോലെ തന്നെ മറ്റ് പള്ളികളും ഒക്കെ റിലീജിയസ് സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാക്കാനാണ് ഗോത്തിക് സ്ട്രക്ചർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ പല തീമുകളും ഗോത്തിക് സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുണ്ട്. Figures depicted in Gothic sculpture became more realistic and closely related to medieval cathedrals. Paintings also became more lifelike. കുറേ കൂടി lifelike ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ് ഗോത്തിക് ആർട്ടിൽ നമ്മൾ കാണുന്നത്. And with the rise of cities, foundation of universities, increase in trade and creation of new class who could afford to commission works, artists started to explore more secular themes and non-religious subject matter. പിന്നെ പതുക്കെ ഗോത്തിക് ആർട്ടിലൊക്കെ വരുന്ന സമയത്ത് റിലീജിയസ് അല്ലാത്ത കുറച്ചുകൂടിയൊക്കെ നോൺ റിലീജിയസ് ആയിട്ടുള്ള തീമുകൾ വരാൻ തുടങ്ങി. അത്തരം തീമുകൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കൂടുതൽ ആളുകൾക്ക് കൂടുതൽ സമ്പത്ത് ഉണ്ടാകുമ്പോൾ അവരവരുടേതായ രീതിയിൽ എഴുത്തുകാർ പെയിൻറ്റേഴ്സിനൊക്കെ വിളിച്ച് പണം കൊടുത്ത് അവരുടെ തന്നെ ചിത്രമോ അവരുടെ കുടുംബത്തിൻ്റെ ചിത്രമോ ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പണം കൊടുക്കും. അപ്പം അങ്ങനെയാണ് കുറേ കൂടി സെക്യുലർ ആയിട്ടുള്ള ആർട്ട് ഫോംസ് ഈ 13-14 നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടാകാനുള്ള കാരണം. ഇവിടെ നിങ്ങൾ ഗോത്തിക് രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് പള്ളികളാണ് കാണുന്നത്. ഇപ്പോൾ ടോളായിട്ടുള്ള പക്ഷേ കുറേ കൂടി ലൈറ്റും വളരെ ബൾക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്ത കൂർത്ത ഗോപുരങ്ങളും മറ്റുമൊക്കെയുള്ള ഒരു ആർക്കിടെക്ചറാണ്. ഇതിനെയാണ് നമ്മൾ ഗോത്തിക് ആർക്കിടെക്ചർ എന്ന് വിളിക്കുന്നത്. Now we are at the second module, transition from medieval to modern. So transition from feudalism to capitalism. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്യൂഡലിസം എന്താണെന്നൊക്കെ മനസ്സിലാക്കി. Now we are moving from feudalism to capitalism and how this transition happened. Several factors were responsible for the transition from feudalism to capitalism. It began around the 11th century, late 11th century, with the beginning of Crusades in 1092. Okay, Crusades in തുടക്കം, കുരിശ് യുദ്ധങ്ങളുടെ തുടക്കം 11ാം നൂറ്റാണ്ട് തുടക്കത്തിൽ. Then ക്രൂസൈഡ് 11ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ 1092 അവിടെയാണ് ക്രൂസൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. The term crusade stands for the religious war fought between the Christian and Muslim powers led by the Seljuk Turks. There was a total of 7 crusades lasting for 2 centuries, the first one beginning in 1092 AD and the 7th one ending in 1291. 11ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടം വരെ പ്രധാനപ്പെട്ട 7 ക്രൂസൈഡ്സ് ഉണ്ടായിരുന്നു. കുരിശുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ beginning with the sole objective of freeing the Holy Land, consisting of Jerusalem, Bethlehem, and Nazareth from the invading hordes of Seljuk Turks, the Crusades helped the unruly and disorganized bands of European mercenaries and civilians to make deep inroads into the Middle East and Asia Minor. അപ്പോൾ തുർക്കികളുടെ കയ്യിൽ നിന്ന് ജെറുസലേമും ബത്ലഹേമും നസറത്തും അടങ്ങുന്ന ആ പുണ്യഭൂമി, ക്രിസ്ത്യാനികളുടെ പുണ്യഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ക്രൂസൈഡ്സ് നടത്തുന്നത്. അപ്പോൾ ക്രൂസൈഡ്സ് കൊണ്ട് വലിയ ഒരു
ഒരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. യൂറോപ്പിലുണ്ടായിരുന്ന പല ഇത്തരത്തിലുള്ള ചെറിയ മിലിഷ്യാസും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബാൻഡ്സ് ഓഫ് ട്രൂപ്സും ഒക്കെ നേരെ മിഡിൽ ഈസ്റ്റിലേക്ക് വരാൻ തുടങ്ങി. അതുമായിട്ടൊരു ബന്ധം അവർ തമ്മിലൊരു ബന്ധം ഉണ്ടാകുന്നു. ദ ടാക്സ് were driven out of the Holy Land, but they were able to regain the same in 1280. In that sense, the Crusades failed to achieve the desired objective. അപ്പോൾ ക്രൂസൈഡ്സ് മൊത്തം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ക്രൂസൈഡ്സിനെ അതിൻ്റെ ഉദ്ദേശം നിറവേറ്റാൻ സാധിച്ചില്ല. And Crusades forced the feudal Europe to shake off its stratification, localism, and exclusiveness and to stand united against the Muslim forces. അപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ, ഒരു ലോക്കലിസം, ഇതൊക്കെ ഉണ്ടായിരുന്ന യൂറോപ്പ് അതെല്ലാം വെടിഞ്ഞ് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഈ ക്രൂസൈഡ് വരുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം. ദ ക്രൂസൈഡ് അച്ചീവ്ഡ് ഫർദർ പൊളിറ്റിക്കൽ ആൻഡ് എക്കോണമിക് ഗെയിൻസ് ബൈ ഫ്രീയിങ് ബോത്ത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പാർട്സ് ഓഫ് മെഡിറ്ററേനിയൻ സീ from the Muslim control and gradually turning them into a thriving trade zone. In short, they hit hard at medieval feudal docility and seclusion, marked the rise of the towns, promoted trade and commerce based on the guild system, and made way for the advent of capitalism. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡീവൽ ഫ്യൂഡൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സെക്ലൂഷൻ, ഒറ്റപ്പെട്ട് കിടക്കുന്ന വളരെ ലേസി ആയിട്ട് കിടക്കുന്ന ഒരു 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 കാലഘട്ടത്തിൽ നിന്ന് മാറി വലിയ ടൗണുകളും വലിയ രീതിയിൽ ട്രേഡും കൊമേഴ്സും ഒക്കെ നടക്കുന്ന ധാരാളം ഗിൽഡുകൾ, ഇപ്പോൾ നേരത്തെ ഗിൽഡുകളെ കുറിച്ച് പറഞ്ഞു, ഒക്കെയുള്ള പിന്നീട് മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് വലിയ ഒരു ആരംഭം കുറിക്കുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പീരിയഡിലേക്കാണ് വാസ്തവത്തിൽ ഈ ക്രൂസൈഡ്സ് യൂറോപ്പിനെ കൊണ്ടുപോകുന്നത്. അടുത്തത് ട്രേഡിംഗ് ആൻഡ് കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. The period covering 12th and 13th centuries witnessed rise of trading and commercial activities. The growth of trade and commerce on a European level as well as world level occurred on such a scale that money economy was slowly but steadily making its appearance, replacing the old subsistence economy. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സബ്സിസ്റ്റൻസ് ഇക്കോണമി അതിനെ തകർത്ത് ഒരു പുതിയ മണി എക്കോണമി ഉണ്ടാകാൻ തുടങ്ങുന്നു. പണം കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി, മാർക്കറ്റ്സ് സജീവമാകാൻ തുടങ്ങി, ട്രേഡ് അത് ലോങ് ഡിസ്റ്റൻസും ഷോർട്ട് ഡിസ്റ്റൻസും ശക്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. Exchange of goods or barter system became outdated. Money, coins, and bills of exchange came into use for smooth and efficient conduct of business. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കൈമാറ്റ വ്യവസ്ഥ, ബാർട്ടർ സിസ്റ്റം ഒക്കെ മാറുന്നു, ധാരാളം മണി, കോയിൻസ് ആൻഡ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ വരുന്നു. This marked the primary stage of capitalism. With the rise of commercial activities, busy and lucrative trade zones came into existence in the 12th and 13th centuries. These zones were the northern trade zone and the Mediterranean trade zone. Okay, വളരെ വിശാലമായ ട്രേഡ് സോൺസ് ഈ സമയത്ത് നോർത്തേൺ ട്രേഡ് സോൺ എന്നും മെഡിറ്ററേനിയൻ ട്രേഡ് സോൺ എന്നൊക്കെ പിന്നീട് വിളിക്കപ്പെടുന്ന വലിയ ട്രേഡ് സോൺസ് ഈ സമയത്ത് ഉണ്ടാകുന്നു. അതും ക്യാപിറ്റലിസത്തേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. ഇനി ഈ രണ്ട് ട്രേഡ് സോൺസ് നോക്കാം. The northern trade zone covered a wide area that included the northern and western part of Europe. Okay, northern and western part of Europe. വടക്ക് ഭാഗവും യൂറോപ്പിൻ്റെ വടക്കും അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗവും. It linked up the Baltic Sea region with the North Sea region with a thriving commercial relationship. The Baltic region contains Sweden, Denmark, and German towns of Hanseatic League, with the North Sea included the North Sea region included England, France, and the Flanders. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും, ബാൾട്ടിക് സീ കിടക്കുന്ന കുറച്ച് രാജ്യങ്ങളും നോർത്ത് സീ തീരത്ത് കിടക്കുന്ന രാജ്യങ്ങളും, അതായത് ഡെൻമാർക്കും ജർമ്മൻ ടൗൺസും സ്വീഡനും ഒക്കെ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ ഇപ്പുറത്ത്. ഇവരൊക്കെ തമ്മിലുള്ള അത്തരം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ശക്തമായി നടക്കുന്നു. ആ ഒരു മേഖലയെ വിളിച്ചിരുന്ന പേര് നോർത്തേൺ ട്രേഡ് സോൺ എന്നാണ്. അത് വളരെ ആക്റ്റീവ് ആകും. അടുത്തത് മെഡിറ്ററേനിയൻ ട്രേഡ് സോണാണ്. The Mediterranean trade zone was much wider with more trade routes and activities than the northern trade zone.
It was a trading zone through which European products went to the east and the eastern goods came to the Europe. ഈ മെഡിറ്ററേനിയൻ കടലിലൂടെയുള്ള വ്യാപാരം, അതിലൂടെയാണ് യൂറോപ്പിൽ നിന്നുള്ള മർക്കൻറ്റൈസ് എല്ലാം ഈ ഏഷ്യയിലേക്ക് പോയിരുന്നത്, ഏഷ്യയും തിരിച്ച് യൂറോപ്പിലേക്ക് വന്നിരുന്നത്. അടുത്തതാണ് റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ്. ദേശരാഷ്ട്രങ്ങളുണ്ടാകും. The period from 12th to 15th centuries witnessed the rise of nation states, meant that kings were becoming stronger at the cost of the feudal lords. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരൊക്കെ പതുക്കെ പതുക്കെ ഇല്ലാതാവുകയും ദേശീയത ഒരു ശക്തമായ വികാരമായി മാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തരായിട്ടുള്ള രാജാക്കന്മാരുണ്ടാവുകയും ചെയ്യുന്നു. ഏകാധിപതികൾ കൂടുതൽ ശക്തരാകുന്നു. The feudal estates were losing their identity as isolated and exclusive units and were coming more and more under the control of the monarchs. The rise of absolute national monarchies mean that the hitherto stratified local and secluded feudal units were merging into the kingdom of monarch. This was indeed a jolt to feudalism. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മാനേഴ്സ് ഇല്ല, ചെറിയ ചെറിയ പ്രഭുക്കന്മാരില്ല, അവർക്കൊക്കെ അവരുടെ അധികാരം നഷ്ടപ്പെട്ട് അവർ രാജ്യങ്ങളിലേക്ക് ചേർന്നു, വലിയ രാജ്യങ്ങളുടെ ഭാഗമായി ആ ദേശീയതയ്ക്ക് അടിയറവ് പറയാനുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് എത്തുന്നു. അത് ഫ്യൂഡലിസത്തിന് ഏറ്റവും വലിയ അടിയാണ്. The nation state became a patron and promoter of commercial activities, and in encouraging trade and commerce, the king not only thought of increasing state's revenue, but also his personal profit and gains. ഇപ്പോൾ നേഷൻ സ്റ്റേറ്റ്സ് വളരെ ശക്തമായ ഒരു ഭരണ സംവിധാനമായിട്ടും ഒരു സാമൂഹ്യ സംവിധാനമായിട്ട് മാറുന്നു. And thus the nation state became a factor for the rise of capitalism, and its evolution very well symbolized the transition from feudalism to capitalism. Next one is mercantilism. This is the first stage of capitalism. It basically means the state's control and monopoly of trade and commerce. The state formulated rules and regulations for guiding commercial activities. ഇപ്പോൾ നേരത്തെ നേഷൻ സ്റ്റേറ്റ്സ് ഉണ്ടായതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ സ്റ്റേറ്റ് എങ്ങനെയാണ് ട്രേഡിനെയും കൊമേഴ്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ ട്രേഡ് നടത്തണം, എങ്ങനെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് നടത്തണം, ഇതിനു വേണ്ടി ചില പുതിയ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ സ്റ്റേറ്റ് കൊണ്ടുവരാൻ തുടങ്ങി. ദാറ്റ് ഈസ് നോൺ ആസ് മെർക്കന്റിലിസം. It also reflected the rise of towns in the 11th and 13th centuries, and the town burghers, the community of merchants who accumulate a lot of wealth through commerce. അപ്പോൾ ധാരാളം ശക്തരായിട്ടുള്ളൊരു പുതിയ വിഭാഗം ഉണ്ടാകുന്നു. ഈ ട്രേഡിലൂടെ, കച്ചവടത്തിലൂടെ പണമുണ്ടാക്കിയ വലിയ കച്ചവടക്കാരുടെ വലിയ ശക്തരായ സമ്പന്നരായിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാകുന്നു. In the rural areas also a capitalist class, the country knights emerged who made good fortune with agriculture. മാത്രമല്ല ടൗണുകളിലെ കൂടുതൽ പണക്കാരുണ്ടാകുന്നത് കച്ചവടം നടത്തിയിട്ടാണെങ്കിൽ വലിയ രീതിയിലുള്ള ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റിയുള്ള അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലൂടെ ഗ്രാമപ്രദേശങ്ങളിലും ശക്തരായിട്ടുള്ള വലിയ പ്രഭുക്കന്മാരുണ്ടാകുന്നു. The kings, feudal lords and bandits all cast their greedy eyes on the wealth of this newly emerging capitalist class. The feudal elements particularly fleeced the merchant community through increasing taxes, tolls and even extortion. അപ്പോൾ ഗവൺമെൻറ് കൂടുതൽ ശക്തമായിട്ട് ട്രേഡിലും കൊമേഴ്സിലും ഇടപെടുന്നു, കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു, റെസ്ട്രിക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു, റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ടാക്സ് ഗവൺമെൻറ്റിന് കിട്ടാൻ തുടങ്ങി, പുതിയ ടാക്സ് ലോസ് കൊണ്ടുവന്നു. ഇതൊക്കെ ഈ മെർക്കന്റിലിസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ ഒരു ക്യാപിറ്റലിസ്റ്റ് അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാരണമാണ് ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്. ആൻഡ് ദിസ് വാസ് മോട്ടിവേറ്റഡ് ബൈ ദ ഇൻസെക്യൂരിറ്റി ഓഫ് ഈസ്റ്റ് വെസ്റ്റ് ട്രേഡ് റൂട്ട് ആഫ്റ്റർ ദ ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453 AD. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കൈയടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ തിരിച്ചടി ഏൽക്കുന്നു. അപ്പോൾ പുതിയ ട്രേഡ് റൂട്ട്സ് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമായിട്ട് വരുന്നു. The important discoveries of oceanic trade routes took place between 1488 and 1530 AD.
It affected unprecedented transformation in European society, economy, and polity. The European commerce passed from the Thalassic to uh, uh, the ocean stage and from regional to global stage. ഇപ്പോൾ ലോക്കൽ സ്റ്റേജിൽ നിന്ന് ഒരു ഗ്ലോബൽ സ്റ്റേജിലേക്ക് യൂറോപ്യൻ കൊമേഴ്സ് മാറുകയാണ് ഈ സമയത്ത് ചെയ്യുന്നത്. കാരണം ഏഷ്യയിലേക്കും പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കൊക്കെയുള്ള ട്രേഡ് റൂട്ട്സ് കണ്ടുപിടിക്കുന്നു. 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്ന് നമുക്കറിയാം. The discoveries symbolize a jolt to feudalism. The geographical discoveries actually symbolize the struggle of explorers, merchants, and navigators against the feudal dominated narrow medieval world. The discovery of the Indian and Atlantic Ocean routes and the finding and exploration of the New World all led to incredible expansion of commercial activities. It gave a great impetus to mercantile capitalism. അതിശക്തമായിട്ടുള്ള മെർക്കന്റൈൽ ക്യാപിറ്റലിസം ഈ സമയത്ത് ഉണ്ടാകുന്നു. അത് കൂടുതൽ ശക്തമാകുന്നത് ഇത്തരത്തിലുള്ള സീ ട്രേഡ് റൂട്ട്സ് കണ്ടുപിടിക്കുന്നതിലൂടെയാണ്. അതിലൂടെ വീണ്ടും ക്യാപിറ്റലിസം ശക്തമായി വളരുന്നു. Next one is commercial revolution, and this commercial revolution symbolized the zenith of mercantilism. മെർക്കന്റിലിസത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ഡിഗ്രി എന്ന് നമുക്ക് പറയാവുന്ന the highest degree of mercantilism was this commercial revolution. ഒരു വലിയ വ്യാപാര കച്ചവട വിപ്ലവം തന്നെ ഉണ്ടാകും. It signified that trade and commerce not only expanded on an unprecedented scale, but their method, technique, and management have also improved so much during the 16th and 18th centuries as to be called the commercial revolution. 16-18 നൂറ്റാണ്ടുകളുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഈ ട്രേഡ് നടത്തുന്നതിൻ്റെ വോള്യൂം മാത്രമല്ല, അത് ചെയ്തിരുന്ന ടെക്നിക്സും അതിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ മാറുന്നു. പുതിയ നിയമങ്ങളും കൺവെൻഷൻസും ഒക്കെ വരുന്നു. The commercial revolution very well illustrates the transition from feudalism to capitalism. The large business enterprises, huge capital investment, the banking and insurance systems, and the technological innovations in seafaring all point to the fact that commercial activities had reached a sophisticated stage during this time. Popularizing the banking system was a great contribution of the commercial revolution. അതിശക്തമായ ബാങ്കിങ് ആക്ടിവിറ്റീസ് വരാൻ തുടങ്ങി, ബാങ്കുകൾ വരാൻ തുടങ്ങി, ഇൻഷുറൻസ് കമ്പനികൾ വരാൻ തുടങ്ങി, പുതിയ സംരംഭങ്ങൾ, ബിസിനസ് സംരംഭങ്ങൾ വരാൻ തുടങ്ങി. ഇതൊക്കെ ചേർന്ന് തന്നെയാണ് നമ്മൾ ഈ കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് വിളിക്കുന്ന പോലെ കൊമേഴ്ഷ്യൽ റെവല്യൂഷനുണ്ട്. The banks immensely promoted trading activities. The early bankers were Italians hailing from the Florence and Lombardy. ഇറ്റാലിയൻ ടൗണുകളായിട്ടുള്ള ഫ്ലോറൻസും ലംബാർഡിയിലൊക്കെ നോക്കിയാണ് ആദ്യത്തെ ബാങ്കിങ് മാഗ്നറ്റ്സ് ഉണ്ടാകുന്നത്. The marine insurance system helped in capital formation while giving protection to ships on their long voyages. അപ്പോൾ ഒരുപാട് ദൂരം കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ, ചരക്കുമായിട്ട് സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്താനുള്ള സംവിധാനങ്ങളുണ്ടായി. ഇപ്പോൾ മറൈൻ ഇൻഷുറൻസ് സിസ്റ്റം വന്നപ്പോൾ ഒന്നുകൂടി ട്രേഡ് ചെയ്യാൻ ആളുകൾ കൂടുതൽ താല്പര്യം ഉണ്ടാകാൻ തുടങ്ങി. In addition to these, the scientific and technological developments in seafaring further boosted commercial activities. Improvements were made in shipbuilding and in making of compass, sextant and astrolabe. ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ഉണ്ടാകാൻ തുടങ്ങി. ഷിപ്പ് ബിൽഡിങ് തന്നെ കുറേ ഡെവലപ്പ് ചെയ്തു. കൂടുതൽ വലിയ കപ്പാസിറ്റിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള കപ്പലുകൾ ഉണ്ടാകാൻ തുടങ്ങി. All this reflected the change from feudal economy to the fast expanding commercial capitalism. Next one is Renaissance and Reformation. Both Renaissance and Reformation stood for struggle against medieval systems. The Renaissance raised its voice against scholasticism and regarded the feudal system as docile and backward, while the Reformation protested against the Pope-dominated church system. ഇപ്പോൾ നേരത്തെ മിഡിൽ ഏജിലുണ്ടായിരുന്ന പല ഇപ്പോൾ സ്കോളാസ്റ്റിസിസം പോലെയുള്ള ചില രീതികളൊക്കെ
ചർച്ചിൻ്റെ അതിശക്തമായിട്ടുള്ള സ്വാധീനം, അന്ധവിശ്വാസങ്ങൾ, ബാക്ക്വേർഡ്നെസ്, ഇതെല്ലാം മാറുകയാണ് ഈ സമയത്ത് റിനൈസൻസോടുകൂടി സംഭവിക്കുന്നത്. റിഫോർമേഷൻ്റെ ഭാഗമായിട്ട് കാത്തലിക് ചർച്ചിൻ്റെ പോപ്പിൻ്റെ തന്നെ അധികാരത്തെ വെല്ലുവിളിക്കുന്നു. മോറോവർ, the Renaissance glorified wealth in addition to wisdom. It very much promoted the cause of the novo ricche or the newly emerged rich merchant community. It endeavored endlessly to lead men from the narrow world of ignorance and superstition to the vast world of knowledge and wisdom. ഈ അറിവില്ലായ്മയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും ഒരു ചെറിയ ഇടുങ്ങിയ ലോകത്ത് നിന്ന് അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒരു വലിയ ലോകത്തിലേക്ക് മനുഷ്യനെ പറിച്ചുകൊണ്ടുകയാണ് ഈ റിനൈസൻസ് ചെയ്യുന്നത്. The Reformation, like its predecessor, the Renaissance gave the seal of approval to capitalism. റെഫർമേഷനും അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. റിനൈസൻസും ക്യാപിറ്റലിസത്തെ ധാരാളമായിട്ട് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസിഷൻ ഫ്രം ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ആണ്, റിനൈസൻസും റെഫർമേഷനും. ഇനി ട്രാൻസിഷനെ കുറിച്ചും ഫ്യൂഡൽ സൊസൈറ്റിയെക്കുറിച്ചും ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയെക്കുറിച്ചൊക്കെ സ്കൂൾസ് ധാരാളം അഭിപ്രായമുണ്ട്, ഡിബേറ്റ്സ് എല്ലാം ഉണ്ട്. അതിൽ ചില മാർക്കറ്റ് തിയറീസ് ഉണ്ട്, ദെൻ മാർക്സിസ്റ്റ്, നമ്മൾ നേരത്തെ കണ്ട മാർക്സിസ്റ്റ് ഉണ്ട്, ഡെമോഗ്രഫിയെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ, സോഷ്യോളജിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ മാർക്കറ്റ് തിയറീസ് എന്താ പറയുന്നത് നോക്കാം. The market theories were Henry Pirenne, Paul Sweezy, and Immanuel Wallerstein. According to Pirenne, the trade or grand trade, which was different to the petty local trade, occupied the crucial position. He implied that feudalism, trade, and urbanization were alien to each other and visualized grand trade as external to feudalism. ഇപ്പോൾ ഗ്രാൻഡ് ട്രേഡ് എന്ന് പറയുന്ന ഒരു ടേം ഹെൻറി പിറേൻ കൊണ്ടുവരുന്നു. അതായത് എൻറ്റയർ മെഡിറ്ററേനിയൻ ബേസ് ചെയ്തിട്ടുള്ള വലിയ ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് നടക്കുകയും ഉണ്ടാകുന്നു, ഡെവലപ്പ് ചെയ്ത് വരുന്നു ഏതാണ്ട് മിഡിൽ ഏജിൻ്റെ അവസാനത്തോടുകൂടി. അതുകൊണ്ട് തന്നെ ഫ്യൂഡലിസം ഇല്ലാതെയാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഗ്രാൻഡ് ട്രേഡ് ഒരു വശത്തുണ്ടാകുമ്പോൾ ശക്തമായ അർബനൈസേഷൻ ഉണ്ടാകുന്നു, കൂടുതൽ ടൗൺസ് ഉണ്ടാകുന്നു, ട്രേഡും മറ്റും ശക്തമായി വരുന്നു, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നു, ഗിൽഡുകൾ ഉണ്ടാകുന്നു, ടൗൺസ് ഉണ്ടാകുന്നു, ബാങ്ക്സ് ഉണ്ടാകുന്നു. ഇതൊക്കെ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഫ്യൂഡലിസം ഇല്ലാതെയാകുന്നു എന്നാണ് ഈ മാർക്കറ്റ് തിയറീസ് പറയുന്നത്, ലൈക്ക് Henry Pirenne. Then we have the Marxists like Perry Anderson, who stressed that changes in social relations must precede development of productive forces. He rejected the view that class struggle plays a decisive role in germination as well as in the resolution of social crisis. Anderson stressed the importance of towns and international trade to the process of capitalist development. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലും ഈ ടൗണുകളും അതുപോലെ തന്നെ രാജ്യാന്തര വാണിജ്യവുമാണ് ഈ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റിനെ സഹായിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഡെമോഗ്രഫിക്ക് വരാം. ദ ഡെമോഗ്രഫിക് ഡിറ്റർമിനിസം തിയറി വാസ് സപ്പോർട്ടഡ് ബൈ ഇമാനുവൽ ലോദ്രി of the Annales School. In 1950s, some new dimensions which had been neglected earlier by the Marxist historians, such as the relevance of demography, were added. ഇപ്പോൾ ഡെമോഗ്രഫി പോപ്പുലേഷൻ ആണ്. ഇപ്പോൾ പോപ്പുലേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്നാണ് ഈ ആളുകൾ പറയുന്നത്. Lodre and Postan used the data from the church records to explain the long-term growth and the decline of population in Middle Ages and later. They have drawn attention to non-human forces like climatic change, plague, and pestilence, which along with social factors like the age of marriage, economic incentive to have large or small families, influence the demographic cycle. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ് ഇവർ നടത്തിയത്. അവർക്ക് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പോപ്പുലേഷൻ്റെ ഡാറ്റയെല്ലാം കളക്ട് ചെയ്തിട്ട് they used the church records to explain the long-term growth and decline of population in the Middle Ages and after. അപ്പോൾ ഈ വലിയ പ്ലാഗും മറ്റുമൊക്കെ ഉണ്ടായി, അതിൻ്റെ ഭാഗമായിട്ട് പോപ്പുലേഷൻ കുറയുന്നതും ലേബർ ഷോർട്ടേജ് ഉണ്ടാകുന്നു, പിന്നെ പതുക്കെ അത് ഡെവലപ്പ് ചെയ്യുന്നു, അതിശക്തമായ ഡിമാൻഡ് ഉണ്ടാകുന്നു, സപ്ലൈ അതിനനുസരിച്ച് വരുന്നില്ല, പിന്നെ സപ്ലൈ കൂട്ടാൻ നോക്കുന്നു,
അങ്ങനെ മിഡിൽ ഏജിൻ്റെ അവസാനമാകുമ്പോഴേക്കും അത് ശക്തമായിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ അതിനെ പോപ്പുലേഷൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്, അത് തിരിച്ചും സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല പോപ്പുലേഷൻ്റെ വർധനവും അതിൻ്റെ കുറവിനൊക്കെ സ്വാധീനിക്കുന്ന മറ്റ് സംഗതികളുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ക്ലൈമറ്റിക് ചേഞ്ചും പ്ലാഗും പെസ്റ്റിലൻസും ഒക്കെ, അതും ഇത്തരം ഫാക്ടേഴ്സൊക്കെ എടുത്ത് ഫ്യൂഡലിസത്തെയും ഫ്യൂഡലിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തേക്കുള്ള ചേഞ്ചിനെയാണ് ഇവർ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഈ ആസ്പെക്ട്സും കൂടി അവർ പഠിച്ചു എന്നർത്ഥം. Maurice Dobb, he said, trade never disappeared from feudal society, and in fact could be a significant part of the feudal society. Hence, the development of trade does it for the desolation of feudalism. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത്, മോറിസ് ഡോബിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ട്രേഡ് നേരത്തെ ഫ്യൂഡലിസ്റ്റിക് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്യൂഡലിസ്റ്റിക് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഭാഗം ട്രേഡായിരുന്നു. അപ്പോൾ ട്രേഡ് ഉണ്ടായതുകൊണ്ട് ഫ്യൂഡലിസം ഇല്ല തകർന്നു പോകുന്നു എന്ന് നേരത്തെ നമ്മൾ ഹെൻറി പെറൈനൊക്കെ പറയുന്നത് കേട്ടു. അതുപോലെയല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം, ഇറ്റ് ഈസ് ഇന്റേണൽ റിലേഷൻഷിപ്പ് ഓഫ് ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് ഡിറ്റർമിൻസ് ദ സിസ്റ്റംസ് ഡിസിൻറ്റഗ്രേഷൻ. അദ്ദേഹം പറയുന്നത് ഈ ട്രേഡ് ഒന്നുമല്ല, ഈ ഫ്യൂഡൽ സിസ്റ്റത്തിനകത്ത് തന്നെയുള്ള ചില റിലേഷൻസ് ഉണ്ട്, അതിൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റമാണ് ഇത് തകരാനുള്ള കാരണമെന്നാണ് പറയുന്നത്. ലൈക്ക് the absence of technology, low productivity of the manorial economy, the attempts by the lords to augment taxes and increase the need of revenue for wars, then brigandage and crusades, and the extravagances of the nobles combined to act as a drain on feudal revenue and pushed feudalism toward crisis. എന്നാണ് മോറിസ് ഡോബ് പറയുന്നത്. പല കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ട്രേഡിനെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത് ടെക്നോളജി, അബ്സെൻസ് ഓഫ് ടെക്നോളജി ഉണ്ടായിരുന്നില്ല, പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരുന്നു. പിന്നെ ഈ മനോറിയൽ എക്കോണമി, മാനറിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള എക്കോണമി വളരെ ചെറിയൊരു എക്കോണമി ആയിരുന്നു. ടാക്സ് കൂട്ടാൻ വേണ്ടി ഇപ്പോൾ പലതരത്തിലുള്ള പുതിയ നിയമങ്ങളും കോഴ്സീവ് ആക്ഷൻസും ഒക്കെ ലോഡ്സ് കൊണ്ടുവരാൻ തുടങ്ങി. യുദ്ധത്തിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ചെലവഴിക്കാൻ തുടങ്ങി. നോബിൾസിൻ്റെ എക്സ്ട്രാവഗൻ്റ് ആയിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പണം. ഇങ്ങനെ ധാരാളം കാരണങ്ങളാണ് ഫ്യൂഡലിസം തകർന്ന് പോകാനുള്ള കാരണം. അത് പിന്നീട് ക്യാപിറ്റലിസത്തിലേക്ക് പോകാനുള്ള കാരണമെന്നാണ് മോറിസ് ഡോബ് പറയുന്നത്. Then Paul Sweezy, he says that the distinctive feature of feudalism was its objective of production for self-consumption rather than for market. അപ്പോൾ ഈ ഫ്യൂഡലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫ്യൂഡലിസത്തിൽ പ്രൊഡക്ഷൻ നടന്നിരുന്നത് മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കാനല്ല, അതിൻ്റെ തന്നെ ആവശ്യത്തിന് വേണ്ടിയാണ്, അവിടുത്തെ തന്നെ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. സെൽഫ് കൺസംഷനാണ്, നോട്ട് ഫോർ ദ മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മാർക്കറ്റ് ഇക്കോണമി ഉണ്ടായിരുന്നില്ല. Hence, it is a mode of production that lacks trade and market. Sweezy, along with the support from Wallenstein, bring out the role of market and exchange economy in the decline of feudalism and rise of capitalism. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് ഇക്കോണമി പതുക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഫ്യൂഡലിസം ഇല്ലാതെയാവും, അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയാണ് മാർക്കറ്റ് ഇക്കോണമിയുടെ തുടക്കം എന്നാണ് പോൾ സ്വീസി പറയുന്നത്. Then we have Karl Polanyi. Polanyi പറയുന്നത്, he is viewed as the father of the concept of embeddedness. എംബെഡഡ്നെസ്സിൻ്റെ ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹം കൊണ്ടുവന്നത്, കോൺസെപ്റ്റ് ഓഫ് എംബെഡഡ്നെസ്. ദ കോൺസെപ്റ്റ് ഓഫ് എംബെഡഡ്നെസ്സിൻ്റെ ഫാദർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. എംബെഡഡ്നെസ് മീൻസ് ദാറ്റ് the economy is immersed in social relations. That is, it cannot be a separate autonomous peer vis-a-vis society as a whole. എംപെഡിയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ചേർത്ത് വയ്ക്കുക എന്നൊക്കെയാണ് അർത്ഥം. എംപെഡഡ്നെസ് മീൻസ് ദാറ്റ് ദ എക്കോണമി ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ സോഷ്യൽ റിലേഷൻസ്. ഈ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ എംപെഡഡ്നെസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ സോഷ്യൽ റിലേഷൻസ്. ഈ സാമൂഹ്യ ബന്ധങ്ങളുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സമ്പദ് വ്യവസ്ഥ എന്ന് അദ്ദേഹം പറയുന്നു. ഇറ്റ് കനോട്ട് ബി സെപ്പറേറ്റ് ഓട്ടോണമസ് പിയർ വിസാവി സൊസൈറ്റി ആസ് എ ഹോൾ. ഇപ്പോൾ സൊസൈറ്റിയെ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി അല്ല, രണ്ടും ചേർന്ന് കിടക്കുന്നതാണ്.
Polanyi argued that the development of modern state went hand in hand with the development of modern market economies, and that these two changes were inextricably linked in history. ഇപ്പോൾ മോഡേൺ മാർക്കറ്റ് എക്കോണമിയും അതുപോലെ തന്നെ മോഡേൺ സ്റ്റേറ്റും രണ്ടിൻ്റെയും ഡെവലപ്മെൻറ്റ് ഒരുപോലെയാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ മാറ്റി നിർത്താൻ പറ്റില്ല. മോഡേൺ മാർക്കറ്റ് ഉണ്ടായപ്പോൾ മോഡേൺ സ്റ്റേറ്റ് ഉണ്ടായി. മോഡേൺ സ്റ്റേറ്റ് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ മോഡേൺ മാർക്കറ്റ് എക്കോണമി ഉണ്ടായി. Essential to the changes from a pre-modern economy to a market economy was the altering of a human economic mentalities away from their grounding in local social relationship and institutions and into transactions idealized as rational and set apart from their previous social context. Very important ആയിട്ടുള്ള കാര്യമാണത്. Essential to the change from a pre-modern economy to a market economy was the altering of human economic mentalities. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ലോക്കൽ സോഷ്യൽ റിലേഷൻഷിപ്സ്, ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ മിഡിൽ ഏജസിൽ ഉണ്ടായിരുന്ന സാമൂഹ്യ ബന്ധങ്ങൾ, ആ സാമൂഹ്യ സ്ഥാപനങ്ങൾ, ആ ഒരു മെൻറ്റാലിറ്റിയാണ് സോഷ്യൽ മെൻറ്റാലിറ്റി, ഇൻഡിവിജ്വൽസിൻ്റെ മെൻറ്റാലിറ്റി, സൊസൈറ്റിയുടെ മെൻറ്റാലിറ്റി. അത് തകർന്ന് പോവുക, അത് തകർന്ന് പോവുക എന്നുള്ളതാണ് ഒരു പുതിയ മാർക്കറ്റ് എക്കോണമി ഉണ്ടാകാനുള്ള ഒരു പ്രീ റിക്വിസൈറ്റ് ആയിട്ടുള്ള കാര്യമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അതിൻ്റെ തകർച്ചയാണ്, ആ സോഷ്യൽ റിലേഷൻസിൻ്റെ തകർച്ചയാണ്, മെൻറ്റാലിറ്റീസിൻ്റെ തകർച്ചയാണ്. ഫ്യൂഡലിസം മാറി പതുക്കെ മാർക്കറ്റ് എക്കോണമിയിലേക്കും ക്യാപിറ്റലിസത്തിലേക്കും സമൂഹം മാറാനുള്ള കാരണം എന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. മൊഡ്യൂൾ 3, Emergence of Modern World. Here we will discuss some intellectual trends. People tend to think of intellectual trends as primarily based on reason and logic. Reason is the capacity of consciously making sense of things, applying logic, and adapting or justifying practices, institutions, and beliefs based on a new or existing information. അപ്പോൾ എന്താണ് റീസൺ എന്ന് പറയുന്നത്? യുക്തി എന്ന് പറയുന്നത്, യുക്തിസഹമായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ ഒരു ഇൻ്റലക്ച്വൽ ട്രെൻഡായിട്ട് എല്ലാവരും കണക്കാക്കുന്നത്. അതാണ് ഫോർ എക്സാമ്പിൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ അറിവ് അല്ലെങ്കിൽ പുതിയ അറിവ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില യുക്തികൾ അപ്ലൈ ചെയ്ത് വളരെ റാഷണൽ ആയിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്, വാദങ്ങൾ കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പലതിനെയും മനസ്സിലാക്കാനും പലതിനെ ഡിഫൈൻ ചെയ്യാനും ശ്രമിക്കുന്നു. അതാണ് ദാറ്റ് ഈസ് റീസൺ. ഓക്കെ, റീസണിങ്. Aristotle drew a distinction between logical discursive reasoning, that is the reason proper, and intuitive reasoning, in which the reasoning processes through intuition, however valid, may tend towards the personal and subjectively opaque. അപ്പം രണ്ട് തരത്തിലുള്ള റീസണിങ്ങിനെ കുറിച്ച് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. ഒന്ന് ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ലോജിക്കൽ ഡിസ്കേഴ്സീവ് റീസണിങ്, മറ്റൊന്ന് ഇൻറ്റ്യൂറ്റീവ് റീസണിങ്. അപ്പോൾ ഇൻറ്റ്യൂറ്റീവ് റീസണിങ് ഈസ് ബേസ്ഡ് ഓൺ ഇൻറ്റ്യൂഷൻ, നമുക്കുണ്ടാകുന്ന ഇൻറ്റ്യൂഷൻ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇൻറ്റ്യൂഷൻ വരുന്ന സമയത്ത് ഇൻറ്റ്യൂറ്റീവ് റീസണിങ്ങിൽ ചില സബ്ജക്റ്റീവ് മാറ്റേഴ്സും സബ്ജക്റ്റിവിറ്റിയും കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അതല്ലാത്തതാണ് ഈ ലോജിക്കൽ ഡിസ്കേഴ്സീവ് റീസണിങ് അല്ലെങ്കിൽ ദ പ്രോപ്പർ റീസൺ എന്ന് പറയുന്നത്. But intellectual trends and systems of thought are subjects to social mood just like other social trends. Some ideas have taken centuries to gain a foothold. അപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും ഓരോ കാലഘട്ടവും ചില ഉണ്ടാകുന്ന റീസണിങ്, ഇൻ്റലക്ച്വൽ ട്രെൻഡ്സ്, ബൗദ്ധികമായിട്ടുള്ള നിലവാരം, ബൗദ്ധികമായിട്ടുള്ള അവസ്ഥ ഓരോ കാലഘട്ടത്തിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അവസ്ഥയനുസരിച്ചിരിക്കും. ആ സമൂഹത്തിൻ്റെ ഒരു നിലവാരം എന്താണോ അതനുസരിച്ച് തന്നെയായിരിക്കും ആ ഒരു പ്രത്യേക കാലഘട്ടത്തിലുള്ള ആ സമൂഹത്തിലെ ബൗദ്ധിക നിലവാരം. ചില ഐഡിയാസ് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് കാലമെടുക്കും. ഫോർ എക്സാമ്പിൾ ഹെലിയോസെൻട്രിസം എന്ന് പറയുന്നത്. സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ നടുക്ക്, ഗ്രഹങ്ങളെല്ലാം അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഹെലിയോസെൻട്രിസം. അത് ഒരുപാട് കാലം, ഏതാണ്ട് BC 3-ാം നൂറ്റാണ്ട് മുതൽ പ്രചാരത്തിലുണ്ടായിരുന്നു. 15-16 നൂറ്റാണ്ടുകൾ എത്തുമ്പോഴാണ് അത് സ്വീകരിക്കപ്പെടുന്നത്. ബോബ് പ്രിച്ചർ has written about how various historical eras and their thinking were propelled by social mood. ബോബ് പ്രിച്ചറിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നു, പലപ്പോഴും ഈ തിങ്കിങ്ങിനെ
പലപ്പോഴും അവിടെ ആ സൊസൈറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഫോർ എക്സാമ്പിൾ, ദ നെഗറ്റീവ് സോഷ്യൽ മൂഡ് ഓഫ് ദ ഡാർക്ക് ഏജസ് with his superstitious beliefs in anti-intellectual environment, the positive mood of the age of reason, and the Enlightenment with the emergence of an emphasis on rationality and science. അപ്പോൾ ഇവിടെ രണ്ട് ഉദാഹരണം അദ്ദേഹം പറയുന്നു. ഈ മിഡിൽ ഏജസ് അല്ലെങ്കിൽ ഡാർക്ക് ഏജസിലുണ്ടായിരുന്ന നെഗറ്റീവായിട്ടൊരു സോഷ്യൽ മൂഡ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന അന്ധവിശ്വാസങ്ങളും മറ്റുമൊക്കെ ആയിരുന്നു. അതിനുശേഷം ഈ റിനൈസൻസിന് ശേഷം എൻലൈറ്റൻമെൻറ്റ് വരുന്ന സമയത്ത് ഒരു ഏജ് ഓഫ് റീസൺ ഉണ്ടാകുന്നു, യുക്തിയുടെ ഒരു യുഗം. അവിടെ ഒരു പോസിറ്റീവ് മൂഡാണ് ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക അവസ്ഥകളെക്കുറിച്ച് ബോബ് പ്രിച്ചർ പറയുന്നു. ഒന്ന് നെഗറ്റീവും മറ്റൊന്ന് പോസിറ്റീവുമാണ്. സോഷ്യൽ മൂഡ്സ് ആണ്. നെഗറ്റീവ് സോഷ്യൽ മൂഡും ഒന്ന് പോസിറ്റീവ് സോഷ്യൽ മൂഡുമാണുള്ളത്. ദെൻ റിനൈസൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കാണ്. ബിഗാൻ ഇൻ ഇറ്റലി ഇൻ 1350, that is the 14th century, and the rest of the Europe after 1450 AD, and that it lasted until 1620. It was a historical era with distinctive themes in learning, politics, literature, art, religion, social life, and music, etc. Okay, so it began in Italy. So we call it, in the beginning it was called the Italian Renaissance. The Italian Renaissance began in Tuscany, centered in the cities of Florence and Siena. It later had a significant impact in Venice, where the remains of ancient Greek culture provided humanist scholars with new texts. The Italian Renaissance is best known for its cultural achievements. Italian Renaissance ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് cultural achievements ആണ്. They include works of literature by such figures like Petrarch, then we have Castiglione and Machiavelli, works of art by artists such as Michelangelo, Leonardo da Vinci, and great works of architecture such as the Dome of in Florence and the St. Peter's Basilica in Rome. ഫ്ലോറൻസിലെ ചർച്ച്, അതുപോലെ തന്നെ റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക തുടങ്ങി മൈക്കലാഞ്ചലോ, ലിയോണാർഡോ ഡാവിഞ്ചി അവരുടെ വർക്ക്സ്, പെട്രാക്കിൻ്റെയും മക്യവലിയുടെയും വർക്ക്സ്, ഇങ്ങനെ കൾച്ചറൽ അച്ചീവ്മെൻറ്റ്സ് ധാരാളം ഈ ഇറ്റാലിയൻ റിനൈസൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. The Renaissance encompassed the innovative flowering of Latin and vernacular literature. ലാറ്റിനും അതുപോലെ തന്നെ മറ്റ് വെർണാക്കുലർ പ്രാദേശിക ഭാഷകളും, ലാറ്റിൻ അടക്കമുള്ള പ്രാദേശിക ഭാഷകൾക്ക് കൂടുതൽ പുതിയ ഒരു പുനർജന്മം നൽകി, റിനൈസൻസ് നൽകി. The development of linear perspective and other techniques of rendering a more natural reality in painting. When it comes to painting, പെയിൻറ്റിങ്ങിൽ ലീനിയർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് വന്നു. അതായത് ഡെപ്തും ഷാഡോസും ഒക്കെ കൊണ്ടുവരുന്ന പുതിയ ഒരു കോൺസെപ്റ്റ് ഈ സമയത്ത് കൊണ്ടുവരുന്നുണ്ട്. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ ഗ്രാജുവൽ ബട്ട് വൈഡ് സ്പ്രെഡ് എഡ്യൂക്കേഷണൽ റിഫോംസ് നടക്കുന്നുണ്ട്. ഗ്രാജുവലായിട്ടാണ് നടക്കുന്നത്, പക്ഷേ അത് സ്റ്റഡി ആയിട്ട് നടക്കുന്നു. Then we have Renaissance contributed the development of conventions of diplomacy. പുതിയ ഡിപ്ലോമാറ്റിക് കൺവെൻഷൻസ് ഒക്കെ പൊളിറ്റിക്സിൽ വരാൻ തുടങ്ങി. പൊളിറ്റിക്സിൽ എങ്ങനെയാണ് റിനൈസൻസിന് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ, ഇറ്റ്സ് development of conventions of diplomacy. Then in science, an increased reliance on observation appeared. Science based on നമ്മൾ പറയുന്ന പിന്നീട് വരുന്ന സയൻറ്റിഫിക് മെത്തഡോളജി ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. Then the contributions of people like Leonardo da Vinci and Michelangelo, who inspired the term Renaissance man. അപ്പോൾ റിനൈസൻസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിനൈസൻസ് ആശയങ്ങളൊക്കെ നടപ്പിലാക്കുന്ന, അനുസരിക്കുന്ന ഒരാൾ, ഒരു മോഡേൺ, ആ ടൈമിലൊരു കൈൻഡ് ഓഫ് എ മോഡേൺ മാൻ. ഈ റിനൈസൻസ് സമയത്തുള്ള ചില പൊളിറ്റിക്കൽ സിസ്റ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, there were three basic forms of government. One is princedom, another one is monarch, then republics. അങ്ങനെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ പ്രിൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രിൻസ് ആണ് ഭരിക്കുന്നത്. എ പ്രിൻസ് വാസ് ആൻ ഇൻഡിവിജ്വൽ
സംടൈംസ് കോൾഡ് ഡ്യൂക്ക്, കൗണ്ട്, മാർക്കി, സിനോറ എന്നൊക്കെ വിളിക്കുന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ആൻഡ് he ruled a state. And most princes depended on some accommodation with powerful forces within the state, typically the nobility and the merchant community. അപ്പോൾ കച്ചവട സമൂഹത്തിൻ്റെയും മറ്റ് സമ്പന്നരുടെയും ഒക്കെ സഹായത്തോടെയാണ് പ്രിൻസസ് ചെറിയ സ്റ്റേറ്റ്സ് ഒക്കെ ഭരിച്ചിരുന്നത്. അടുത്തത് മൊണാർക്കിയാണ്. Monarchies typically were larger than princedoms and ruled subjects speaking multiple languages and dialects. And monarchies usually had developed laws and rules that determined the succession in advance. And monarchies grew in power and size in Renaissance. വലിയ മൊണാർക്കീസ് ഈ സമയത്തുണ്ടാകും. നമ്മൾ നേരത്തെ നേഷൻ സ്റ്റേറ്റ്സിൻ്റെ കഥകൾ പറഞ്ഞതുപോലെ ശക്തമായ മൊണാർക്കീസ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. മൂന്നാമത്തെ ഒരു ഭരണ സംവിധാനമായിരുന്നു, ഗവൺമെൻറ് ആയിരുന്നു, റിപ്പബ്ലിക്സ്. The smallest and most unusual political unit was the city-state, consisting of a major town or city and its surrounding territory of farms and villages. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട നഗരം, അതിന് ചുറ്റുമുള്ള കുറച്ച് ഗ്രാമങ്ങളും ഫാംസും ഒക്കെ ചേർന്ന ഒരു പ്രദേശമാണ്. അതിനെ ഒരു ഒലിഗാർക്കിയാണ് ഭരിച്ചിരുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഭരിച്ചിരുന്നത്. അതിനെയാണ് റിപ്പബ്ലിക്സ് എന്ന് വിളിച്ചിരുന്നത്. And these oligarchs were usually drawn from the merchant elite of the town, ruled republics. Borrowing terminology and legal principles from ancient Roman law and local tradition, the men who formed oligarchies called their governments republican and their states republics. അപ്പോൾ അവർ തന്നെയാണ് സ്വയം വിളിച്ചിരുന്നതാണ് അവരുടെ സ്റ്റേറ്റ്സിനെ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ്സ് എന്ന്. പഴയ റോമൻ ടേംസ് ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ പ്രിൻസ്ഡംസ്, മൊണാർക്കീസ് ആൻഡ് റിപ്പബ്ലിക്സ്, ഇങ്ങനെ 3 ഫോംസ് ഓഫ് ഗവൺമെൻറ് ആണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത്. Renaissance states had 3 basic forms of government. Renaissance in art. Renaissance produced an extraordinary amount of art. പ്രധാനമായിട്ട് ഇതിനുള്ള കാരണം കമ്മീഷൻസ് ആണ്. പോപ്സ്, പ്രിൻസസ്, നോബിൾസ് ഇവരൊക്കെ പുതിയ ആളുകൾക്ക് പണം കൊടുത്ത്, ആർട്ടിസ്റ്റുകൾക്ക് പണം കൊടുത്ത് പുതിയ ആർട്സ് ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. A remarkable feature of Renaissance art was the heightened interaction between patron and artist. ഇനി ചില ആളുകളുടെ പേര് പറയാം. ലിയോൺ ബാറ്റിസ്റ്റ ആൽബർട്ടി wrote treatise on painting and on architecture. Raphael, വളരെ ഫേമസ് ആയിട്ടുള്ള പെയിൻറ്ററാണ്, wrote the letter to Pope Leo X concerning art. Then we have Giorgio Vasari. അദ്ദേഹത്തിൻ്റെ ലൈവ്സ് ഓഫ് ആർട്ടിസ്റ്റ് 1550 പുറത്തു വന്നതാണ്. Was a series of biographies of Renaissance artists accompanied by his many comments about artistic styles. It was the first history of art. First history of art എന്ന് വിളിക്കാവുന്ന പുസ്തകമാണ് ലൈവ്സ് ഓഫ് ആർട്ടിസ്റ്റ് by Giorgio Vasari. Then we have Benvenuto Cellini, and Cellini wrote about artistic practices in his autobiography written between 1558 and 1566. അപ്പോൾ ആർട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആർട്ടിനെ കുറിച്ച് തന്നെ പുസ്തകങ്ങളും മറ്റും ഈ സമയത്ത് എഴുതപ്പെട്ടിരുന്നു. Leonardo da Vinci. Leonardo da Vinci, his most celebrated works, the Mona Lisa, the Last Supper, and the Virgin of the Rocks. Then Michelangelo, Florentine artist, renowned for his masterpieces in sculpture, painting, and architectural design. His most well-known works are the David, the Last Judgment, and the Basilica of St. Peter's in Vatican. അപ്പോൾ ഇവിടെ ഡാവിഞ്ചിയുടെ മോണലിസ നിങ്ങൾക്ക് ഇടതുവശത്ത് കാണാം. വലതുവശത്ത് കാണുന്നത് മൈക്കലാഞ്ചലോയുടെ പെയിൻറ്റിംഗ് ആയിട്ടുള്ള ഫേമസ് പെയിൻറ്റിംഗ് ആയിട്ടുള്ള ദ ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് ആണ്. ഇനി 2 പ്രധാനപ്പെട്ട സ്കൂൾസ് ഉണ്ട്, ഫ്ലോറന്റൈൻ സ്കൂൾ ആൻഡ് വെനീഷ്യൻ സ്കൂൾ. ദ ഫ്ലോറന്റൈൻ സ്കൂൾ 2 പ്രധാനപ്പെട്ട റിനൈസൻസ് സ്കൂൾസ് ആണ്. ദ ഫ്ലോറന്റൈൻ flourished between 13th and the 16th. Florentine school, the founder of Florentine school was Giotto. Then ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. that for example Filippo Brunelleschi, Donatello, Masaccio എന്നൊക്കെ പറയുന്ന one was a architect, another sculptor, and the third one is a painter.
The Quattrocentro art of the Florentine school was marked by the consistent interest in realism and by a passionate concern for the theory and practice of perspective. The Quattrocentro art of Florentine school എന്ന് പറയുന്നത് they based on consistent interest in realism. Realistic paintings ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. Then we have the Venetian school. In the 1400s വരുന്നത്, beginning in the late 1400s, and which led by the brothers Giovanni and Gentle Bellini, and that's lasted until 1580. ഒരുപാട് ഹ്യൂമനിസ്റ്റ് വാല്യൂസ് ഇവരുടെ ആർട്ടിലുണ്ടായിരുന്നു. ആൻഡ് സ്റ്റൈൽ ഷെയർഡ് ദ ഹ്യൂമനിസ്റ്റ് വാല്യൂസ്, the use of linear perspective, naturalistic figurative treatments of Renaissance art. Naturalistic ആണ്, ലീനിയർ പെർസ്പെക്റ്റീവും പെയിൻറ്റിങ്സിൽ ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ വെനീഷ്യൻ സ്കൂളിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സ്കൂൾസാണ് ഫ്ലോറന്റൈൻ സ്കൂളും വെനീഷ്യൻ സ്കൂളും. Renaissance and literature. Renaissance literature took its birth in Italy. For example, Dante's Divine Comedy, notable work. And Divine Comedy by Dante was written in the Italian language for the common people. അപ്പോൾ പല എലീറ്റിനല്ല, കോമൺ പീപ്പിളിന് വേണ്ടി എഴുതിയിരിക്കുന്നു. The subject matters of the book were heaven, hell and other world. It describes love of one's country, love of nature as well as the note of individual. Okay. മറ്റൊരു പ്രധാനപ്പെട്ടത് ഫ്രാൻസിസ്കോ പെട്രാക്ക്. The medieval thought was monastic, ascetic and otherworldly. In contrast, Petrarch glorified the secular or worldly interest of life and humanism. ഇപ്പോൾ ഹ്യൂമനിസം, ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഈ ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെ മഹത്വം സെക്യുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി കുറേ കൂടിയൊക്കെ സെക്യുലർ ആയിട്ടുള്ള തീമുകളൊക്കെ പെട്രാക്കിൻ്റെ രചനകളിലുണ്ട്. He wrote a large number of sonnets and his notable books were Familiar Letters and Lovers of Illustrious Man. ഈ രണ്ട് പ്രധാനപ്പെട്ട വർക്സാണുള്ളത്, Familiar Letters and Lovers of Illustrious Men. Another one is Boccaccio. Boccaccio, in his famous book named Decameron, denounced the existence of God. It brought a revolutionary change in Christian world. ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ ഡിനൗൺസ് ചെയ്തിരിക്കുന്നതാണ് ഡിക്കാമറോൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ ബൈ ബൊക്കാഷ്യോ. മാക്കിയവെല്ലിയുടെ പ്രിൻസ്, വി ഓൾ നോ അബൌട്ട് പ്രിൻസ് ബൈ മാക്കിയവെല്ലി. ആൻഡ് Renaissance also influenced the literature of other countries of Europe. ഇറ്റലിയിൽ നിന്ന് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും Renaissance സാഹിത്യത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ തോമസ് മൂറിൻ്റെ ഉട്ടോപ്പിയ, മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് ആൻഡ് പാരഡൈസ് റീഗെയിൻ വളരെ ഫേമസ് ആയിരുന്നു. വില്യം ഷേക്സ്പിയറുടെ ഒരുപാട് പ്ലേസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ജൂലിയസ് സീസർ, ഒതെല്ലോ, മാക്ബത്ത്, ആസ് യു ലൈക്ക് ഇറ്റ്, റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഹാംലെറ്റ്, മെർച്ചൻസ് ഓഫ് വെനീസ്, കിങ് ലിയർ, മിഡ് സമ്മേഴ്സ് നൈറ്റ്സ് ഡ്രീം, ദ ടെമ്പസ്റ്റ് എറ്റ്സെട്ര. അതുപോലെ തന്നെ ക്രിസ്റ്റഫർ മാർലോ, അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ഓഫ് ഫ്രാസ്റ്റസ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയുള്ള ഡ്രാമ. അതുപോലെ തന്നെ സ്പാനിഷ് റൈറ്ററായിട്ടുള്ള സെവാൻറ്റീസിൻ്റെ ഡോൺ കിഹോത്തെ. Then Martin Luther of Germany, Martin Luther, he translated Bible into German language. അതുപോലെ തന്നെ ഇറാസ്മസ്, ഡച്ചുകാരനായിട്ടുള്ള ഇറാസ്മസ്, അദ്ദേഹത്തിൻ്റെ പ്രൈസ് ഓഫ് ഫോളി, then Handbook of Christian Soldier and Familiar Colloquies gave new dimension to the literature. ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ലിറ്റററി ഫിഗേഴ്സ് ആണ് ഡ്യൂറിങ് ദ റിനൈസൻസ് ഇൻ അതർ കൺട്രീസ്, മീൻസ് ഇൻ അതർ യൂറോപ്യൻ കൺട്രീസ് അപ്പാർട്ട് ഫ്രം ഇറ്റലി. Renaissance architecture. Great masterpieces of Greeks and Romans were discovered and imitated by the Italian and other European artists. But Greek and Roman മറന്നുപോയ ഗ്രീക്ക് ആൻഡ് റോമൻ ആർക്കിടെക്ചറിൻ്റെ റെനോവേഷനാണ് ഈ സമയത്ത് നടക്കുന്നത്. The builders of Renaissance age constructed many churches, palaces and massive buildings on the Greek and Roman style. The pointed arches of the churches and palaces were substituted by round arches, domes, or by the plain lines of Greek temples. Okay. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഷാർപ്പായിട്ടുള്ള ആർച്ചുകളൊക്കെ മാറി റൗണ്ട് ആർച്ചസ് വരാൻ തുടങ്ങി, ഡോമുകൾ വരാൻ തുടങ്ങി. ഗ്രീക്ക് ടെമ്പിൾസിൻ്റെയൊക്കെ ലൈൻസ്, ഇപ്പോൾ ഒരു ലൈൻസൊക്കെ കൂടുതൽ ബിൽഡിങ്സിൽ ഉപയോഗിക്കാൻ തുടങ്ങി. Florence, a city of Italy, became the nerve center of art world.
the St. Peter's Church of Rome, the Cathedral of Milan, and palaces of Venice and Florence were some of the remarkable specimens of Renaissance architecture. And gradually, Renaissance architecture spread to France and Spain. സെയിൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ ഫ്രണ്ടിലെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. അത് റിനാസൻസ് ആർക്കിടെക്ചറിനുള്ള ഉദാഹരണമാണ്. സെയിൻറ്റ് പീറ്റേഴ്സ് ചർച്ച് ഓഫ് റോം. റിനാസൻസ് ടൈമിലുള്ള സ്കൾപ്ചർ, ശില്പനിർമ്മാണത്തെക്കുറിച്ച് നോക്കാം. The famous sculptor of Italy during this period was Lorenzo Ghiberti, who carved the bronze doors of the Church of Florence, which was famous for its exquisite beauty. Another Italian sculptor named Donatello is remembered for his realistic statue of Saint George in Saint Mark. Okay, as a sculptor, Luca della Robbia was famous for his classical purity and simplicity of style, who had established a school of sculpture in glazed terracotta. Glazed terracotta ഒരു പുതിയ സ്കൾപ്ചർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സ്കൂൾ തന്നെ അദ്ദേഹത്തിൻ്റെ മീൻസ് ഒരു മെത്തഡ് തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ലൂക്ക ഡെല്ല റോബിയ. Then Michelangelo's huge marble statue David at Florence speaks of his greatness as a sculptor. He also made a grand statue of Moses. മോസസിൻ്റെയും ഡേവിഡിൻ്റെയും വലിയ സ്റ്റാച്യൂസ് മൈക്കലാഞ്ചലോടേതായിട്ടുണ്ട്. വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാച്യൂസ് ആണത്. He had also completed the construction of Basilica of St. Peter's at Rome. Okay, Michelangelo. Renaissance painting. So the Renaissance painters brought excellent painting. Among the painters, Leonardo da Vinci had a unique position. The hidden expression in his paintings made them attractive. Leonardo has become important for his famous painting of Mona Lisa. അപ്പോൾ Mona Lisa painting ആണ് immortal, that made him immortal. അനശ്വരമായിട്ടുള്ള പെയിന്റിംഗ് ആണ് മോണലിസ. മോണലിസയുടെ എസ്പെഷ്യലി ദ മിസ്റ്റീരിയസ് smile of Mona Lisa is beyond the comprehension of man. Then മറ്റ് പെയിന്റിങ്സ് ആണ് the Last Supper, the Virgin of the Rock, the Virgin and the Child with Saint Anne are his other ലിയോനാർഡോയുടെ ഡാവിഞ്ചിയുടെ അടുത്ത മറ്റ് പെയിന്റിങ്സ് ആണ് other immortal paintings of Da Vinci. Then Michelangelo's paintings like Creation of Adam and Last Judgment bear testimony of his superb skill. And the great was Raphael. മറ്റൊരു പെയിന്ററാണ് റാഫേൽ. His paintings portray an air of calmness and beauty. His paintings Sistine Madonna made him a well-famous painter. In short, the Renaissance painting bore the stamp of originality in every aspect. Fine arts നോക്കുകയാണെങ്കിൽ the arts like music bloomed in Italy. The use of piano and violin made the song more sweet. Palestrina was a great singer, musician, and a master composer of new songs during this time. In churches, old songs were discarded and new songs were incorporated in prayer. Many other countries of Europe also adopted the same. പുതിയ പാട്ടുകൾ, പുതിയ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള പിയാനോ, വയലിൻ തുടങ്ങിയൊക്കെ വരാൻ തുടങ്ങി. And they completely discarded the medieval music. And near the end of the Renaissance, the scientific revolution began. This was the time of great strides in science and mathematics. ഈ സമയത്ത് നമ്മൾ സയൻസിലേക്ക് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സും മറ്റ് സയൻസുകളും വളരെയധികം ഡെവലപ്പ് ചെയ്യുന്നു. ഫ്രാൻസിസ് ബേക്കൺ, ഗലീലിയോ, റെനെ ദെക്കാർത്തെ, ഐസക് ന്യൂട്ടൺ, ദേ മെയ്ഡ് ഡിസ്കവറീസ് ദാറ്റ് വുഡ് ചേഞ്ച് ദ വേൾഡ്. ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ചേഞ്ചസ് ഉണ്ടായി. അവർ ഡിസ്കവറീസ് അവർ കൊണ്ടുവന്നു. നിക്കോളസ് കോപ്പർനിക്കസ് വാസ് എ Renaissance era mathematician, astronomer and Catholic clergyman who formulated a model of the universe that placed the sun rather than earth at the center of the universe. ഇപ്പോൾ സൗരകേന്ദ്രീകൃതമായിട്ടുള്ള സൗരയൂഥം, അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി നിക്കോളാസ് കോപ്പർനിക്കസ്. അതുവരെയുള്ള വിശ്വാസം നേരെ തിരിച്ചായിരുന്നു. Then Johannes Kepler was a German astronomer, mathematician and astrologer.
He is a key figure in the 17th century scientific revolution, best known for his laws of planetary motion and his books Astronomia Nova, Harmonices Mundi, and Epithem Astronomia Copernicani. ഇതൊക്കെ കെപ്ലറുടെ പുസ്തകങ്ങളാണ്. Then we have Francis Bacon, also known as the Lord Verulam. He was an English philosopher and a statesman who served as Attorney General and as Lord Chancellor of England. His works are credited with developing the scientific method and remained influential through the scientific revolution. That was Francis Bacon for you. Okay, now let's move on to the Enlightenment. So what is Enlightenment? We all know that Enlightenment was a European intellectual movement of the 17th and the 18th centuries. And what happened during that is the ideas concerning God, reason, nature, and humanity were synthesized into a worldview that gained wide ascent in the West and that instigated revolutionary developments in art, philosophy, and politics. അപ്പോൾ ഇങ്ങനെ ഗോഡ്, റീസൺ, നേച്ചർ, ഹ്യൂമാനിറ്റി പോലെയുള്ള ഒരുപാട് കോൺസെപ്റ്റുകളെ സിന്തസൈസ് ചെയ്ത് ചേർത്ത് ഒരു പുതിയ വേൾഡ് റെവല്യൂഷണറി ഡെവലപ്മെൻ്റ് ആയിട്ട് ഒരു പുതിയ റെവല്യൂഷണറി ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒരു ആശയങ്ങളിലേക്ക് വരികയാണ് വാസ്തവത്തിൽ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സോഷ്യൽ മൂവ്മെൻറ്റ് ഉണ്ടായത് 17th to 18th centuries. Central to Enlightenment thought were the use and celebration of reason, the power by which humans understand the universe and improve their own condition. അപ്പോൾ റീസൺ ആണ്, യുക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അത് വെച്ചാണ് പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യൻ അറിയുന്നത്, വിശ്വാസത്തിലൂടെയല്ല, ബട്ട് ത്രൂ റീസൺ ആൻഡ് റീസണിങ്. The goals of a rational humanity were considered to be knowledge, freedom and happiness. Knowledge, freedom and happiness. ഇതാണ് ഹ്യൂമാനിറ്റിയുടെ ലക്ഷ്യങ്ങളെന്ന് വിശ്വസിച്ചു. Enlightenment was marked by an emphasis on the scientific method and reductionism, along with increased questioning of religious orthodoxy. Religious orthodoxy, മതമേലധ്യക്ഷന്മാരെയും മതവിശ്വാസങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യാനുള്ള പുതിയ ഒരു താല്പര്യമുണ്ടായി. It advocated such ideals as liberty, progress, tolerance, fraternity, constitutional government, and separation of church and state. വളരെ മോഡേൺ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ആശയങ്ങളൊക്കെ ഈ സമയത്ത് വരുന്നു. ലിബർട്ടി, പ്രോഗ്രസ്, ടോളറൻസ്, ഫ്രറ്റേണിറ്റി, constitutional government, and separation of church and state. The ideas of Enlightenment played a major role in inspiring the French Revolution, which began in 1789 and emphasized the rights of the common man as opposed to the exclusive rights of the elites. അപ്പോൾ നമുക്കറിയാം ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മൾ പലപ്പോഴായി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫ്രഞ്ച് റെവല്യൂഷൻ എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ കോസസ് എന്താണ്, അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു, അതിൻ്റെ റിസൾട്ട്സ് എന്താണ് നമുക്കറിയാവുന്ന. ഫ്രഞ്ച് റെവല്യൂഷൻ 1789 സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഒരു കാരണം ഈ എൻലൈറ്റൻമെൻറ്റ് തോട്ട്സും ഐഡിയാസും ഐഡിയോളജീസും ഒക്കെയാണ്. Philosophers were intellectuals of the 18th century Enlightenment. 18ാം നൂറ്റാണ്ടിലെ intellectuals ആണ്. Enlightenment intellectualsനെ വിളിക്കുന്ന പേരാണ് philosophers. They were public intellectuals who applied reason to the study of many areas of learning, including philosophy, history, science, politics, economics, and social issues. Okay, അതിൽ പ്രധാനപ്പെട്ട ചില philosophers നമുക്ക് നോക്കാം. First one is Thomas Hobbes, 1588 to 1679. A mathematician, his political theory was an effort to make politics into an abstract science like geometry. മാത്തമാറ്റീഷ്യൻ ആണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ തിയറി ഒരു മാത്സ് പോലെ തന്നെ വളരെ എക്സാക്റ്റ് ആയിരിക്കണം, ലൈക്ക് ജോമെട്രി പോലെ ആയിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. He wrote the Leviathan in 1651, and Leviathan attempted to turn politics into a science, arguing that men could be predicted with mathematical accuracy and thus regulated. അപ്പോൾ മനുഷ്യൻ്റെ വിചാരങ്ങൾ, സമൂഹം, ഇതിനൊക്കെ ഒരു മാത്തമാറ്റിക് കണക്കിൻ്റെ, ഗണിതത്തിൻ്റെ കൃത്യതയോടെ നമുക്ക് അളക്കാൻ സാധിക്കുമെന്നാണ് ലെവിയത്തനിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. According to the writings of Hobbes, men were motivated primarily by the desire for power and by fear of other men, and thus needed an all powerful sovereign to rule over them. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യർക്ക് മോട്ടിവേഷൻ ഉണ്ടാകുന്ന ഒന്ന് അധികാരമോഹത്തോടും മറ്റൊന്ന് ഭയവുമാണ്.
അധികാരത്തോടുള്ള താല്പര്യവും മറ്റാളുകളിൽ നിന്ന് ആക്രമണമോ മറ്റോ ഉണ്ടാകുമോ എന്നുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരുള്ള ഭയം. അപ്പോൾ ഈ ഭയവും അധികാരമോഹവുമാണ് മനുഷ്യനെ നയിക്കുന്നതെന്നാണ് ഹോബ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തനായ ഒരു പവർ, ഒരു 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 രാജാവോ അല്ലെങ്കിൽ ഒരു ഏകാധിപതി ഒരു രാജ്യത്തെ, ഒരു ദേശത്തെ ഭരിക്കാൻ ഉണ്ടാകണം എന്നാണ് ഹോബ്സ് അഭിപ്രായപ്പെട്ടത്. Then we have Descartes from 1596 to 1650. He's often credited with being the father of modern philosophy. Descartes attempted to address the former issues via his method of doubt. His basic strategy was to consider false any belief that falls prey to even the slightest doubt. So the method of doubt. Okay. അപ്പോൾ ആ മെത്തേഡ് ഓഫ് ഡൗട്ടിലൂടെ കടന്നു പോകുന്ന, ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെത്തേഡിലൂടെ കടന്നു പോയി വിജയിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ശരി, ബാക്കിയെല്ലാം ഫോൾസ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഹിസ് ഹൈപ്പർബോളിക് ഡൗട്ട് then serves to clear the way for what Descartes considers to be an unprejudiced search for truth. ഹൈപ്പർബോളിക് ഡൗട്ട്, ഒരു തരത്തിലുള്ള പക്ഷഭേദവുമില്ലാതെ വളരെ കൃത്യമായിട്ടുള്ള റീസണിങ്ങിലൂടെ, സയൻറ്റിഫിക് മെത്തഡോളജിയിലൂടെ സത്യത്തെ കണ്ടെത്തുക, ട്രൂത്തിനെ കണ്ടെത്തുക. ദാറ്റ് ഈസ് ഹൈപ്പർബോളിക് ഡൗട്ട്. ഹിസ് സെലിബ്രേറ്റഡ് വർക്ക് ഈസ് ഡിസ്കോഴ്സ് ഓൺ ദ മെത്തേഡ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫിലോസഫി. Then John Locke, 1632 to 1704. Locke, who witnessed the almost bloodless Glorious Revolution, നമുക്കറിയാം 17th centuryയിൽ ഇംഗ്ലണ്ടിൽ നടന്ന വളരെ പീസ്ഫുൾ ആയിട്ടുള്ള Glorious Revolution, and he was a witness to Glorious Revolution, and he became convinced that people could live amicably together after discovering God's law through the application of reason. So people need to understand reason, they need to apply reason, and by that they can live peacefully, amicably together as a peaceful society. In Locke's two treatises of government, he outlined a theory of politics based on people's natural rights, life, liberty, and ownership of property. Life, liberty, and ownership of property are the natural rights of people, he believed. To Locke, the task of the state was to protect these rights. നേരത്തെ പറഞ്ഞ ഈ മനുഷ്യൻ്റെ ഈ നാച്ചുറൽ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത്. ഗവൺമെൻറ് വാസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ റൂളർ ആൻഡ് സബ്ജക്ട്സ്. റൂളേഴ്സ് വർ ഗ്രാൻഡഡ് പവർ ഇൻ ഓർഡർ ടു അസ്യൂം ദ സബ്ജക്ട്സ് വെൽഫെയർ. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു കോൺട്രാക്ട്, ഒരു കരാറാണ് ഗവൺമെൻറ് എന്നാണ് ലോക്ക് പറയുന്നത്. Then we have Montesquieu, 1689 to 1755. Montesquieu came to respect the British political system of limited constitutional monarchy after a stay in England from 1729 to 1731. അദ്ദേഹം 1729 മുതൽ 1731 വരെ ലണ്ടനിലായിരുന്നു, ഇംഗ്ലണ്ടിലായിരുന്നു. സോ അദ്ദേഹത്തിന് ഒരു ബ്രിട്ടീഷുകാരുടെ ലിമിറ്റഡ് മൊണാർക്കി, ലിമിറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയോട് വലിയ താല്പര്യമായിരുന്നു. In his master work, The Spirit of Laws, published in 1748, he developed the notion that human, natural, and divine laws guide all things, including forms of government, and can best be discovered by empirical data. അപ്പോൾ അദ്ദേഹം പറയുന്നു, എല്ലാ ഗവൺമെൻറ്റുകളെയും മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നത് ഹ്യൂമൻ നാച്ചുറൽ ഡിവൈൻ ലോസ്, ഹ്യൂമൻ ലോസ് മാത്രമല്ല നാച്ചുറൽ ലോസും ഡിവൈൻ ലോസും ഒക്കെ വേണമെന്നാണ്, അല്ലെങ്കിൽ അതൊക്കെ ഗവൺമെൻറ്റുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് മോണ്ടസ്ക്യൂ പറയുന്നത്. Then Voltaire, for him England became a model of religious and philosophical freedom and greatly affected the course of his work, culminating with the publication of his philosophical letters concerning the English nation in 1733, in which he praised the customs and institutions of the English life. So he was an admirer of English life. His most famous works include the fictitious letters Philosophies, 1734, that came out in 1734, and the satirical novel Kant that came out in 1759. Okay, വളരെയധികം ഫ്രഞ്ച് റവല്യൂഷനെ
ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളായിരുന്നു വോൾട്ടയർ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഫൈൻ. The idea of progress. The writings on the progress of the 18th century drew inspiration from the intellectual achievements of the 16th and 17th centuries. During this time, Europe witnessed an explosion of scientific and mathematical activity. 16, 17, 18 നൂറ്റാണ്ടിൽ Europe witnessed the explosion of scientific and mathematical activity. For example, in natural science നോക്കുകയാണെങ്കിൽ കോപ്പർനിക്കസ്, ഗലീലിയോ, കെപ്ലർ, ന്യൂട്ടൺ ഇവരൊക്കെ അതിന് സഹായിച്ചിട്ടുണ്ട്. Newton synthesized the work of the previous thinkers to bring the behavior of the bodies on Earth and bodies in space, behavior of bodies on Earth and bodies in space under a single scientific law, the law of universal gravitation. നമുക്കറിയാവുന്നതാണ് ഗുരുത്വാകർഷണ നിയമത്തെക്കുറിച്ച്. ന്യൂട്ടൺ ആയിരുന്നു അത് ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ മാർക്യൂസ് ഡെ കോണ്ടോസെറ്റ്, അതുപോലെ തന്നെ റോബർട്ട് ജാക്കോസ് തുർഗോ, അവരുടെയൊക്കെ ടെക്സ്റ്റുകൾ, ഔട്ട്ലൈൻസ് ഓഫ് എൻ ഹിസ്റ്റോറിക്കൽ വ്യൂ ഓഫ് പ്രോഗ്രസ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ തന്നെ എ ഫിലോസോഫിക്കൽ റിവ്യൂ ഓഫ് സക്സസീവ് അഡ്വാൻസസ് ഓഫ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് ഓൺ യൂണിവേഴ്സൽ ഹിസ്റ്ററി. ആൻഡ് ദേ ബോത്ത് agree that scientific progress is dependent on mathematical analysis. But mathematical development ാണ് സയൻറ്റിഫിക് പ്രോഗ്രസ് ഉള്ളത്. സയൻസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പറയുന്ന മാത്തമാറ്റിക്കൽ എബിലിറ്റി ആണെന്നാണ് ഈ രണ്ടുപേരും സമ്മതിക്കുന്ന ഒരു കാര്യം. Then Adam Smith, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്ക് ദ തിയറി ഓഫ് ദ മോറൽ സെൻറ്റിമെൻറ്റ്സ്, അഡ്രസ് ദ ഫിലോസഫി ഓഫ് മോറൽ ജഡ്ജ്മെൻറ്റ് ആൻഡ് ആക്ഷൻ. And Smith's central observation is that in economic life, if it often happens that individuals in pursuit of their self-interest nevertheless contribute to the common good. Okay, so individuals who are working for their development also work for contribute the common good. Immanuel Kant, then the famous idol work on ideas toward a universal history with cosmopolitan intent, then perpetual peace. He emphasized on world peace and its detailed description of the domestic and international institutions needed for peaceful conditions. So domestic and international institutions ലോക സമാധാനത്തിന് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം പറയുന്നു. Then we have Hegel. ഹെഗലിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. He thinks that war is more than an engine of progress. He argues that without war, individuals in liberal societies become self-absorbed and weak, unwilling to work for a common good. Like Hegel, Marx asserts that conflicts drive historical development. ഇപ്പോൾ ഹെഗൽ പറയുന്നത് യുദ്ധം ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. യുദ്ധമില്ലാത്ത സമയമാണെങ്കിൽ വെസ്റ്റേൺ ലിബറൽ സൊസൈറ്റിയിലെ ആളുകളൊക്കെ വളരെ ലേസി ആയിട്ട് മാറും. അതുകൊണ്ട് എൻജിൻ ഓഫ് പ്രോഗ്രസ് എന്നാണ് വാറിനെ അദ്ദേഹം വിളിച്ചത്, ഹെഗൽ വിളിച്ചത്. പിന്നീട് മാർക്സ് ധാരാളം ഹെഗലിനെ കടമെടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഹെഗൽ പറയുന്നത് മറ്റൊരു വിഭാഗത്തിൽ പറയുന്നു കോൺഫ്ലിക്റ്റ് ഉണ്ടാവണമെന്ന് പറയുന്നു. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവണം എന്ന് ആണ് മാർക്സ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ദെൻ വി ഹാവ് ഓഗസ്റ്റ് കോംറ്റ്. Auguste Comte holds that the driving force of human progress is intellectual development. He asserts that progress consists in moral improvement. അപ്പോൾ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് ആണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ ഈ ഒരു പ്രോഗ്രസ്, ഐഡിയ ഓഫ് പ്രോഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. മനുഷ്യ കുലത്തിന് മുന്നോട്ട് പോകാനുള്ള, മുന്നോട്ട് ശക്തമായി ഡെവലപ്പ് ചെയ്യാനുള്ള അതിനു വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് പ്രോഗ്രസ് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വി ഹാവ് ഹ്യൂമനിസം. ഈ റിനൈസൻസിൻ്റെ ഭാഗമായി തന്നെ വന്നിട്ടുള്ളൊരു പുതിയ ഒരു ആശയമാണ് ഹ്യൂമനിസം. ഹ്യൂമൻ സെൻട്രിക് ആകുക എന്നുള്ളതാണ്. റിനൈസൻസ് ഗേവ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഓൺ ഹ്യൂമനിസം. In the Renaissance age, the scholars took keen interest in study of humanities. They emphasized the worth of man and tried to project the individual as a free agent. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രാധാന്യം, നേരത്തെ ദൈവത്തിന് കൊടുത്തിരുന്ന പ്രാധാന്യം മാറ്റി
മനുഷ്യനാണ് പ്രാധാന്യം. മനുഷ്യ ജീവിതത്തിനും മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിനും മനുഷ്യൻ്റെ നേട്ടങ്ങൾക്കുമാണ് പ്രാധാന്യം ഹ്യൂമനിസം കൊടുക്കുന്നത്. And considered individual as a free agent, the Renaissance spirit can be best summed up in the words of Leon Battista Alberti, men can do all things if they will. റൊണാസൻസിൻ്റെ ഒരു ഹ്യൂമനിസ്റ്റിക് സ്പിരിറ്റ് ഈ വാക്കുകളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. ആൽബർട്ടിയുടെ വാക്കുകളാണ് മെൻ ക്യാൻ ഡു ഓൾ തിങ്സ് ഇഫ് ദേ വിൽ. മനുഷ്യൻ വിചാരിച്ചാൽ എന്തും സാധ്യമാണ്, മനുഷ്യൻ അസാധ്യമായിട്ടൊന്നുമില്ല. Humanism then became the dominant intellectual movement in Europe in the 16th century. Module 4, Rise and Growth of Colonialism and Nationalism. So, colonization of Asia and Africa. So, what is this colonization? Colonization refers to large-scale population movements where the migrants maintain strong link with their ancestors' former country, gaining significant privileges over the inhabitants of the territory by such links. അപ്പോൾ ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഇൻ എ കോളനൈസേഷൻ, ഒരു കോളനി ഉണ്ടാകുന്നു, കുറച്ച് ആളുകൾ ഒരു പ്രദേശത്തെ ഒരു കോളനിയാക്കി മാറ്റുന്നു. ഫോർ എക്സാമ്പിൾ, India was a colony of the British power. So what happens? There is a movement of migrants. People are moving from one place to another place, but they are not actually cutting or down the relationship with their former territory, but they continue that links, and they gain significant privileges over other inhabitants of territory. Okay, for example, ഇപ്പം യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയ ആളുകൾ, അമേരിക്കയിൽ പോയ വെള്ളക്കാർ, അവരവിടുത്തെ റെഡ് ഇന്ത്യൻസിനും മറ്റുമൊക്കെ ഇല്ലാതാക്കിയിട്ടാണ് അവരുടെ സംസ്കാരം അവിടെ സ്ഥാപിച്ചത്. സോ അതൊരു കോളനൈസേഷനാണ്. അവിടെ മൈഗ്രേഷനുണ്ട്, പക്ഷെ അവർ മാത്രമല്ല സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എല്ലാം ഉണ്ട്. ഇറ്റ് ഈസ് ദ ആക്ഷൻ ഓർ പ്രോസസ് ഓഫ് സെറ്റിലിംഗ് എമംഗ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് കൺട്രോൾ ഓവർ ദ ഇൻഡിജിനസ് പീപ്പിൾ ഓഫ് എൻ ഏരിയ. ഒരു പ്രത്യേക പ്രദേശത്തുള്ള അവിടുത്തെ താമസക്കാരായിട്ടുള്ള അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ അടിച്ചമർത്തി അവർക്ക് മേൽ കൺട്രോൾ കൊണ്ടുവരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ത്രൂ സെറ്റിലിംഗ് ദെയർ കോളനൈസേഷൻ. അതിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. കോളനൈസേഷൻ ബിഗിൻസ് വിത്ത് എ ഫോഴ്സ്ഡ് ഇൻവോളണ്ടറി എൻട്രി. ഒരു ഫോഴ്സ്ഡ് ആയിട്ടാണ് കോളനിയിലേക്ക് കടന്നു ചെല്ലുന്നത്. The colonizing power alters basically or destroys the indigenous culture. Colonizing power ആ തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ കൾച്ചർ നശിപ്പിച്ചു കളയും, നമുക്കറിയാവുന്ന കാര്യമാണ്. Members of the colonized group tends to be governed by representative of the dominated group or dominating group. ഈ കോളനൈസ് ചെയ്യപ്പെട്ട അവിടുത്തെ തദ്ദേശീയരായ ആളുകളെ ഈ കോളനി സ്ഥാപിച്ച ആളുകളാണ് കൺട്രോൾ ചെയ്യാനും ഭരിക്കാനും പോകുന്നത്. ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചതുപോലെ. The system of dominant subordinate relationship is buttressed by a racist ideology. മാത്രമല്ല ഇതിൽ പ്രത്യേകത ഒരു വംശീയമായിട്ടുള്ള ഒരു ആശയം ഇതിൻ്റെ മുകളിലുണ്ട്. ഒരു സുപ്പീരിയർ ആയിട്ടുള്ള വംശം ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു വംശത്തെ ഭരിക്കുന്നു എന്നൊരു ആശയം കൂടി ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. The theory of colonism or the theory of colonialism is the domination by a metropolitan center which rules a distant territory through the implanting of settlements. അപ്പോൾ ഒരു സെൻറ്റർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് കോളനികൾ നോക്കുകയാണെങ്കിൽ ലണ്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ടാണ് സെൻറ്റർ, ഒരു മെട്രോപൊളിറ്റൻ സെൻറ്റർ. അതിൻ്റെ ചുറ്റും ഒരുപാട് ലിങ്കുകളുള്ള ഇന്ത്യ അടക്കമുള്ള കോളനികളുണ്ട്. ആ മെട്രോപൊളിറ്റൻ സെൻറ്ററാണ് ഒരുപാട് ദൂരെ കിടക്കുന്ന മറ്റ് പ്രദേശങ്ങളെ ഭരിക്കുന്നത്. ഇറ്റ് ഈസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് എ ടെറിട്ടറി ഫോർ എൻ എക്സ്റ്റെൻഡഡ് പീരിയഡ് ഓഫ് ടൈം ബൈ എ സോവറിൻ പവർ ഓവർ എ സബോർഡിനേറ്റ് ആൻഡ് അതർ പീപ്പിൾ. ഒരുപാട് കാലത്തേക്ക് ഒരു വലിയ ശക്തി ഒരു പ്രത്യേക പ്രദേശത്തുള്ള ആളുകളെ അടക്കി ഭരിക്കുകയാണ്
കൊളോണിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The colonists see their culture as a superior culture. ഈ കൊളോണിയലിസ്റ്റുകളുടെ വിചാരം അവരുടെ കൾച്ചർ ഒരു superior culture ആണെന്നാണ്. In an attempt to control, reap economic benefits and civilize the indigenous people, the colonialists dismantle the native culture. There is a destruction of the cultural values and way of life. അപ്പോൾ തദ്ദേശീയരായ ജനങ്ങളുടെ കൾച്ചറും അവരുടെ വേ ഓഫ് ലൈഫും എല്ലാം തകർന്നു പോകുന്നു. ഒരു കൊളോണിയൽ ആക്ടിവിറ്റി, ഒരു കൊളോണിയൽ പവർ അവിടെ വന്ന് ആധിപത്യം സ്ഥാപിക്കുമ്പോൾ. ദാറ്റ് ഈസ് ദ ഐഡിയോളജി ഓഫ് കൊളോണൈസേഷൻ. Different types of colonies ഉണ്ട്. First one is pure imperial colony or the provinces. It is established through conquest for the purpose of tributary exploitation. Low influx of colonial immigrants, for example, only specialized administrative persons are allowed. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ഇമ്പീരിയൽ കോളനീസ് ആണ്. യു മേ കോൾ ദം പ്രോവിൻസസ്. ഇവിടെ ദ കോളനീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ കോൺക്വസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രിബ്യൂട്ടറി എക്സ്പ്ലോയിറ്റേഷൻ. എക്സ്പ്ലോയിറ്റേഷന് വേണ്ടി മാത്രം തങ്ങളുടെ രാജ്യത്തുള്ള ഇക്കോണമിക് പ്രോസസ്സിനെ, പ്രൊഡക്ഷനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു കോളനി ഉണ്ടാക്കുന്നത്. സച്ച് കോളനീസ് ആർ നോൺ ആസ് പ്യുവർ ഇമ്പീരിയൽ കോളനി. ബ്രിട്ടീഷ് ഇന്ത്യ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈജിപ്റ്റ്, ഇൻഡോ ചൈന, ആഫ്രിക്കൻ കോളനീസ് ഒക്കെ ഇങ്ങനെയുള്ള പ്യുവർ ഇമ്പീരിയൽ കോളനീസ് ആണ്. നെക്സ്റ്റ് വി ഹാവ് ഇമ്പീരിയൽ സെറ്റിൽമെൻറ്റ് കോളനീസ്. നേരത്തെ നമ്മൾ കണ്ടു ഇമ്പീരിയൽ കോളനീസിൽ വലിയ സെറ്റിൽമെൻറ്റ്സ് ഒന്നുമില്ല. വളരെ വലിയ തോതിൽ ആൾക്കാർ വന്ന് ബ്രിട്ടീഷുകാർ വന്ന് ഇവിടെ സെറ്റിൽ ചെയ്തിട്ടൊന്നുമില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സൺ ഓൺലി, മിലിറ്ററി, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ആവശ്യമുള്ള ആളുകൾ മാത്രമാണ് ഇത്തരം പ്യുവർ ഇമ്പീരിയൽ കോളനീസിൽ വരുന്നുള്ളൂ. ഇനി ഇവിടെ രണ്ടാമത്തെ ഇമ്പീരിയൽ സെറ്റിൽമെൻറ്റ് കോളനീസ് നോക്കൂ. ദേ ആർ എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ മാസീവ് സെറ്റിൽമെൻറ്റ് കോളനൈസേഷൻ flanked by military power with the purpose of exploiting local labor and or exporting excess population. ഇത് ഒരു സെറ്റിൽമെൻറ്റ് കോളനൈസേഷൻ ആണ്. ഒരുപാട് ആളുകൾ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. And this colonization may involve extinction or marginalization, disenfranchisement, importation of labor force deported from third countries. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ ഇംഗ്ലണ്ടിലും കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ടായ പോലെ എക്സ്റ്റിങ്ഷനോ ഒരു മാർജിനലൈസേഷനോ ഉണ്ടാകാം. അപ്പോൾ അവിടുത്തെ അബോറിജിൻസ് ആയിട്ടുള്ള ആളുകൾ, ഓസ്ട്രേലിയയുടെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലെ അബോറിജിൻസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എക്സ്റ്റിങ്ഷനോ അല്ലെങ്കിൽ മാർജിനലൈസേഷനോ ഉണ്ടായിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിലും അല്ലെങ്കിൽ അൾജീരിയയിലൊക്കെ ആണെങ്കിൽ ഡിസ്എൻഫ്രാഞ്ചൈസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ആളുകൾക്ക്. അവർ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയിട്ട് മാറുന്നു. ഇനി കരീബിയനിൽ നോക്കുകയാണെങ്കിൽ കരീബിയൻ ഐലൻഡുകളിലെ ഇതുപോലെ കോളനൈസേഷൻ നടന്നപ്പോൾ ഇമ്പോർട്ടേഷൻ ഓഫ് ലേബർ ഫോഴ്സ് നടന്നു. മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കരീബിയൻ ഐലൻഡുകളിലേക്ക് ധാരാളം സ്ലേവ്സിനെ കൊണ്ടുവന്നു. ഇമ്പോർട്ടേഷൻ ഓഫ് ലേബർ ഫോഴ്സ് ഡിപ്പോർട്ടഡ് ഫ്രം തേർഡ് കൺട്രീസ്. മൂന്നാമതൊരു രാജ്യത്ത് നിന്ന് ആണ് കരീബിയനിലേക്ക് വെള്ളക്കാർ ആഫ്രിക്കൻ സ്ലേവ്സിനെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ സെറ്റിൽമെൻറ്റ് കോളനീസിൻ്റെ പ്രത്യേകതയാണ്. കോളനീസ് ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ഇമ്പീരിയൽ സെൻറ്റേഴ്സ് but ties tend to be looser than in the case of pure imperial colonies. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പ്യുവർ ഇമ്പീരിയൽ കോളനീസിന് വ്യത്യസ്തമായിട്ട് അത്രയും ശക്തമായ ഒരു ബന്ധം ഈ കോളനൈസേഴ്സും അല്ലെങ്കിൽ കോളനൈസ് ചെയ്യുന്ന ആൾക്കാരുടെ രാജ്യവും ഈ പറയുന്ന കോളനിയും തമ്മിൽ ഉണ്ടാവില്ല. ബന്ധം ഇത്തിരി ലൂസായിരിക്കും. പ്യുവർ സെറ്റിൽമെൻറ്റ് കോളനീസ് ആണ് അടുത്തത്. എസ്റ്റാബ്ലിഷ് ത്രൂ മാസീവ് സെറ്റിൽമെൻറ്റ് കോളനൈസേഷൻ ഓഫൻ ഫ്ലാങ്ക്ഡ് ബൈ വയലൻസ്. വളരെ വയലൻ്റ് ആയിട്ടുള്ള ആക്രമണത്തിലൂടെയാണ് കോളനി സെറ്റിൽമെൻറ്റ് നടക്കുന്നത് ഇവിടെ. വിത്ത് ദ പർപ്പസ് ഓഫ് ലാൻഡ് സൈസർ, ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ദിസ് ടൈപ്പ് ഓഫ് കോളനൈസേഷൻ ടെൻസ് ടു റിസൾട്ട് ഇൻ ലോക്കൽ പോപ്പുലേഷൻസ് ബീയിങ് മാർജിനലൈസ്ഡ്. ഫോർ എക്സാമ്പിൾ റഷ്യൻ ഈസ്റ്റേൺ റഷ്യയിൽ, അതുപോലെ തന്നെ അമേരിക്കയുടെ വെസ്റ്റേൺ ഭാഗം, നമ്മൾ ഈ പറയുന്ന അമേരിക്കൻസും ഒക്കെ ജീവിച്ചിരുന്ന സ്ഥലം, സിസിലി, ഗ്രീസിൻ്റെ ഭാഗമായിട്ടുള്ള സിസിലി, ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റ് കോളനീസാണ് ഉള്ളത്. മറ്റൊന്ന് ഔട്ട് പോസ്റ്റ് കോളനീസ് ആണ്. എസ്റ്റാബ്ലിഷ് ത്രൂ കോൺക്വസ്റ്റ് ഓർ പീസ്ഫുൾ അഗ്രിമെൻറ്റ്
with a moderate influx of colonial immigrants for the purpose of gaining access to a hinterland. For example, Hong Kong, മലാക്ക എന്നൊക്കെ പറയുന്നത് ഒരു പീസ്ഫുൾ അഗ്രിമെൻ്റ് വഴിയോ ഒക്കെയുള്ള കുറച്ചുകൂടി മോഡറേറ്റ് ആയിട്ടുള്ള വയലൻസോ മറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കോൺക്വസ്റ്റ് വഴിയോ അല്ലെങ്കിൽ പീസ്ഫുൾ അഗ്രിമെൻ്റ് വഴിയോ ഒക്കെയാണ് ഇത്തരം ഔട്ട് പോസ്റ്റുകളായിട്ടുള്ള കോളനികൾ ഉണ്ടാകുന്നത്. അതുമാത്രമല്ല ഈ ഇമിഗ്രേഷൻ വളരെ കുറവായിരിക്കും, ചെറിയ തോതിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ആൾക്കാർ മാത്രമേ വരുന്നു. ഫോർ എക്സാമ്പിൾ ഹോങ്കോങ് ബ്രിട്ടൻ്റെ കീഴിൽ കുറേ കാലം ഉണ്ടായിരുന്നു. ഹോങ്കോങ്, മലാക്ക, സിംഗപ്പൂർ എക്സെട്ര, ഇതൊക്കെ ഔട്ട് പോസ്റ്റ് കോളനീസിന് ഉദാഹരണമാണ്. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് കോളനീസ് ഉണ്ട്. ദെൻ കമ്മിങ് ടു ഏഷ്യൻ ആഫ്രിക്ക, അവിടെ കോളനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാവുന്നതാണ്. European exploration of Africa begins with the age of discovery in the 15th century, pioneered by the King of Portugal under the Kingdom of Portugal under Henry the Navigator. The Cape of Good Hope was first reached by Bartholomew Dias on the 12th March 1488. In 1583, the Portuguese established themselves in Zanzibar and on the Swahili coast. The Kingdom of Congo was converted to Christianity in 1495. And Mauritius, that is Dutch Mauritius became a Dutch colony in 1633. അപ്പം അങ്ങനെയാണ് ആഫ്രിക്കയിൽ 15 നൂറ്റാണ്ടിലെ ഏജ് ഓഫ് ഡിസ്കവറിയുടെ ഭാഗമായിട്ടാണ് ആഫ്രിക്ക പിന്നീട് ഏഷ്യയും 1498 ആദ്യമായിട്ട് ഏഷ്യ ഒരു സീ റൂട്ട് വരുന്നത് മസ്കോ ഡ ഗാമ. അതിനുശേഷം 18 നൂറ്റാണ്ടാകുമ്പോഴേക്കൊക്കെ പതുക്കെ പല ഭാഗങ്ങളും ഇത്തരം യൂറോപ്യൻ ശക്തികളുടെ കീഴിലാകുന്നു ഏഷ്യയിൽ. ഇത് ഏഷ്യയിൽ ആഫ്രിക്കയിൽ ഇതുപോലെ രാജ്യങ്ങളും അവരുടെ കോളനൈസേഴ്സും ആണ്. ഇതിനകത്ത് നെയിം ഓഫ് ദ കൺട്രി അൾജീരിയ, നൈജീരിയ, സാൻസിബാർ എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്. ഇവിടെ കോളനൈസർ എന്ന് പറയുന്ന കോളത്തിൽ വർഷമാണ് കൊടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. കോളനൈസർ എന്ന കോളത്തിലാണ് ഫ്രാൻസ്, ബ്രിട്ടൻ, പോർച്ചുഗൽ, ഫ്രാൻസ് എന്നെല്ലാം വരേണ്ടത്. ഇയർ ദ ലോസ് ഇൻഡിപെൻഡൻസ്, അവർ എപ്പോഴാണ് കോളനികളായിട്ട് മാറി എന്നുള്ളതിലാണ് ഈ വർഷങ്ങൾ. ഇതേ ഓർഡറിൽ തന്നെയാണ് 1830, 1960 എന്ന് വരേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു ടേബിളുണ്ട്. അതിൽ ഏഷ്യൻ രാജ്യങ്ങൾ അവരുടെ ഇൻഡിപെൻഡൻസും ഏത് രാജ്യമാണ് അവരെ കൺട്രോൾ ചെയ്തിരുന്നത്. അതിൽ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം ഓർത്ത് വയ്ക്കുക, അത്രേ ആവശ്യമുള്ളൂ, എല്ലാം നോക്കേണ്ട ആവശ്യമില്ല. ചൈന. Colonialism first stepped into China after the victory of the British Navy in the First Opium War. This war is marked in the history as the first in which stream-driven ships were used as a main force. അപ്പോൾ 2 പ്രധാനപ്പെട്ട ഓപ്പിയം വാർസ്, കറുപ്പ് യുദ്ധങ്ങൾ, 1839 1856. അപ്പോൾ സെക്കൻഡ് ഓപ്പിയം വാർ ആകുമ്പോഴേക്കും, by the end of the Second Opium War, colonialism further strengthened its foothold within Chinese territories. The Qing dynasty had to accept a series of humiliating treaties committing to pay an unusually high amount of compensation over the years and grant sovereign control over the major ports of China. അപ്പോൾ സെക്കൻഡ് ഓപ്പിയം വാർ കഴിയുമ്പോഴേക്കും അവിടുത്തെ ചൈനീസ് രാജവംശമായിരുന്ന ചിങ് ഡൈനാസ്റ്റി, ആ ചിങ് ഡൈനാസ്റ്റിക്ക് ഒരുപാട് അധികാരങ്ങൾ നഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ചും ചൈനയുടെ തുറമുഖങ്ങളുടെ കൺട്രോൾ മുഴുവനും വെസ്റ്റേൺ പവേഴ്സിൻ്റെ ബ്രിട്ടീഷുകാരുടെ കയ്യിലാകുന്നു. കൊളോണിയലിസം ഇൻ ചൈന എക്സ്പാൻഡഡ് ഓവർ ടൈം ആൻഡ് കണ്ടിന്യൂഡ് ഫോർ മോർ ദൻ എ സെഞ്ചുറി, ഫൈനലി ടു എൻഡ് ഇൻ 1945 ആഫ്റ്റർ ജപ്പാൻ വാസ് ഡിഫീറ്റഡ് ഇൻ സെക്കൻഡ് വേൾഡ് വാർ. 1945 45 രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുന്നവരെ ചൈനയുടെ പല ഭാഗങ്ങളും പലപ്പോഴായിട്ടും കോളനീസ് ആയിരുന്നു. During the colonial era, the Qing dynasty, the Qing state became politically, administratively, and financially too weak to function as an effective government to lead the country towards a positive direction. The military and administrative power of the state was shattered due to a successive wars against imperialist powers and a series of domestic rebellions. But Qing dynasty became more and more weaker during the colonial era. And the desperation of Qing government to collect additional revenue to meet the enhanced requirements of indemnity payment caused widespread dissatisfaction among their subjects, especially among the peasants. As a result, various rebellions sparked in different parts of China. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ചൈനയിൽ മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ ചിങ് ഡൈനാസ്റ്റിക്ക് കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യേണ്ടി വരുന്നു. കാരണം ബ്രിട്ടീഷ് ഈ യൂറോപ്യൻ പവേഴ്സിന് പണം കൊടുക്കേണ്ടത്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടാക്സ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ കർഷകർ അതിനെതിരെ ധാരാളം കലാപങ്ങൾ നടത്തുന്നു. Historical evidences does not support the argument that colonialism had any kind of direct negative impact on the Chinese economy. Colonialism also brought in many positive influences on Chinese society through the introduction of a modern education system. അപ്പോൾ ഈ ചൈനീസ് സൊസൈറ്റിക്ക് കൊളോണൈസേഷൻ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായി, മോഡേൺ ടെക്നോളജി ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിലുണ്ടായതുപോലെ ബ്രിട്ടീഷ് കൊളോണി വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുണ്ടായതുപോലെ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ചൈനയിൽ മൊത്തമില്ല, ചില പ്രദേശങ്ങളിൽ മാത്രം. പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ പവേഴ്സ് ഉണ്ടായിരുന്ന പോർട്ടുകളിലും തുറമുഖങ്ങളിലും അതിനോട് ചേർന്ന് കിടക്കുന്ന നഗരങ്ങളിലും മാത്രമേ അത് ഉണ്ടായിട്ടുള്ളൂ, എല്ലായിടത്തും ഇല്ല. Next, we will discuss West Asia. The West Asian region was often referred as the Holy Land for three major religions: Islam, Christianity and Judaism. ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മൾ ഏതാണ്ട് വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന ഭാഗം. മൂന്ന് പ്രധാനപ്പെട്ട മതങ്ങൾ, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ജൂഡായിസം, ഇത് മൂന്നും വെസ്റ്റ് ഏഷ്യയിൽ നിന്നാണ് ഉദ്ഭവിച്ചിട്ടുള്ളത്. The main colonial conquerors in the region were primarily the English and French. പ്രധാനമായിട്ടും വെസ്റ്റ് ഏഷ്യയിലേക്ക് ആദ്യം കോളനി വൽക്കരണത്തിൻ്റെ പവേഴ്സായിട്ട് വരുന്നത് ഇംഗ്ലണ്ടും ഫ്രഞ്ചുമാണ്. വെസ്റ്റ് ഏഷ്യ വാസ് ക്രൂഷ്യൽ ടു ബ്രിട്ടീഷ് എംപയർ ആസ് ഇറ്റ് പ്രൊവൈഡഡ് ആക്സസ് ടു ഇറ്റ്സ് മച്ച് ലാർജ് ആൻഡ് പ്രൊഡക്റ്റീവ് കോളനി ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള സൂയസ് കനാൽ വഴിയുള്ള കപ്പൽ മാർഗമുള്ള വാണിജ്യബന്ധം നിലനിർത്തുക എന്ന് പറയുന്നത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് they were interested in West Asia, especially the Suez Canal. French control over the region was limited compared to the British, but their nature of engagement with the region was similar to that of the British. After the fall of Ottoman Empire, the West Asian region falls primarily under the control of the British Mandate, which was eager to secure its position at the center of the world. ഓട്ടോമൻ എംപയർ പ്രത്യേകിച്ച് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം അത് തകർന്നു പോകുന്നു. Then the British interest in West Asia was to secure their access to Indian Ocean, through which a large chunk of their trade was going through, and oil was a great concern for them as the unchecked supply of oil was needed to support the intended economic growth which the colonial powers were trying to achieve. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്കുള്ള കപ്പൽ മാർഗമുള്ള വാണിജ്യം അത് നിർബാധം തുടരണം. മറ്റൊന്ന് ഓയിലാണ്, എണ്ണ, അതിൻ്റെ ഖനനവും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും നടക്കുന്നതും ഈ വഴിയിലൂടെയാണ്. അതുകൊണ്ട് വെസ്റ്റ് ഏഷ്യ വളരെ പ്രധാനപ്പെട്ട ഒരു 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 ജോഗ്രഫിക്കൽ ഏരിയ ആയിരുന്നു ആസ് ഫാർ ആസ് ദ യൂറോപ്യൻ പവേഴ്സ് ആർ കൺസേൺ. സോ അങ്ങനെയാണ് വെസ്റ്റ് ഏഷ്യയിലേക്ക് കൊളോണിയലിസം വരുന്നതും അതിൻ്റെ മറ്റു കാര്യങ്ങളും. Then we will proceed to nationalism, different types of nationalism. First one is traditional nationalism. നമ്മൾ നാഷണലിസത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മുൻപത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, നേഷൻ സ്റ്റേറ്റ് ഉണ്ടാകുന്നതിനെക്കുറിച്ച്. സോ നേഷൻ സ്റ്റേറ്റ് അപ്രോച്ച് ആണ് ട്രഡീഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു നേഷൻ സ്റ്റേറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ്, ഒരു ദേശരാഷ്ട്രം ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു പ്രത്യേക ഭാഷയോ ഒരു പ്രത്യേക സംസ്കാരമോ പ്രത്യേക ചരിത്രമോ മതമോ ഒക്കെയുള്ള ആൾക്കാർ ഒരു നേഷനായിട്ട്, ഒരു ദേശമായിട്ട് മാറുന്നു, ഒരു ദേശീയ ബോധം അവർക്കുണ്ടാകുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടാകുന്നെങ്കിൽ അതിനെ നേഷൻ സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. അതൊരു ട്രഡീഷണൽ നാഷണലിസം ആണ്. So this nation state approach is traditional because it was a dominant mechanism of state development in Europe and many other parts of the world throughout the 19th and 20th centuries. And some nations are defined on the basis of political community, citizenship, and others on the basis of common ethnicity. പല നേഷൻസ് ആവാൻ പല കാരണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി സിറ്റിസൺഷിപ്പിൻ്റെ ബേസിൽ വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറുള്ളവരാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ആയിട്ട് മാറുമ്പോൾ അതൊരു സ്റ്റേറ്റ് ആയിട്ട് മാറാം, നേഷനായിട്ട് മാറാം. അല്ലാത്ത സമയം ഒരു വംശത്തിലുള്ള ആളുകൾ ഒരു കമ്മ്യൂണിറ്റി, കോമൺ എത്തനിസിറ്റി ഉള്ളവർ ഒരു നേഷനായിട്ട് മാറാം. മോസ്റ്റ് വെസ്റ്റേൺ യൂറോപ്യൻ സ്റ്റേറ്റ്സ് including France and Germany, founding members of the European community, continue to uphold the national principle and maintain institutions that perpetuate the nation on desired territory. നമുക്ക് കാണാവുന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ഫ്രാൻസ്, ജർമ്മനി പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ അവരുടേതായ നാഷണൽ ഐഡൻറ്റിറ്റി ഉണ്ട്, കൾച്ചറുണ്ട്, ലാംഗ്വേജ് ഉണ്ട്,
and they are continuing with it. They are propagating it, they are developing it, and they're maintaining it with great care. അതുപോലെ തന്നെ മറ്റ് ട്രഡീഷണൽ സ്റ്റേറ്റ്സ് നാഷണലിസം അതിശക്തമായി നിലനിൽക്കുന്ന മറ്റ് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. ക്രൊയേഷ്യ, എസ്തോണിയ, ലാത്വിയ, ലിത്വാനിയ, മാസഡോണിയ, സെർബിയ, സ്ലോവാക്യ ഒക്കെ. ഒരു ഡോമിനൻ്റ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, ഈ രാജ്യങ്ങളിലുള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് ട്രഡീഷണൽ നാഷണലിസമാണ്. അവരുടെ വംശം തന്നെയാണ്. എസ്തോണിയ, ക്രൊയേഷ്യ, ലാത്വിയ, ലിത്വാനിയ, സെർബിയ, സ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം കുറേ കൂടി ശക്തമായ നാഷണലിസ്റ്റിക് നോംസാണ് ഇത്തരം രാജ്യങ്ങളിലുള്ളത്. ഇനി നമുക്ക് സബ്സ്റ്റേറ്റ് നാഷണലിസം ഉണ്ട്. സബ്സ്റ്റേറ്റ് നാഷണലിസം പെർറ്റെയിൻസ് ടു ഗ്രൂപ്പ്സ് ദാറ്റ് വ്യൂ ദംസെൽവ്സ് ആസ് റൈറ്റ്ഫുൾ ഓണേഴ്സ് ഓഫ് എ ഹോംലാൻഡ് ബട്ട് ദാറ്റ് ഹാവ് നോ സ്റ്റേറ്റ് ടു കോൾ ദെയർ ഓൺ. ഈ സബ്സ്റ്റേറ്റ് നാഷണലിസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാജ്യം സ്വന്തമായിട്ട് അവർക്കില്ല, ദേശമില്ല. ഒരു പ്രത്യേക ദേശം അവരുടേതായിട്ടുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു, പക്ഷേ ദേ ഹാവ് നോ സ്റ്റേറ്റ്. ഹിസ്റ്റോറിക്കലി അവർ അധിവസിച്ചു വരുന്ന ഒരു പ്രദേശമുണ്ട്, അവരുടെ കൾച്ചർ നിലനിൽക്കുന്ന പ്രദേശമുണ്ട്, പക്ഷേ അത് അവരുടെ സ്റ്റേറ്റ് ആയിട്ടില്ല. ആ സ്റ്റേറ്റ് അല്ല ഇതിപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ മറ്റൊരു നാഷണലിസം വരുന്നു. അതിനെ നമുക്ക് സബ്സ്റ്റേറ്റ് നാഷണലിസം എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ, വിത്തിൻ ദ യൂറോപ്യൻ യൂണിയൻ, communities that can claim historical connections to the land are considered historic and national minorities and are differentiated from relatively recent migrant or immigrant groups. അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള ധാരാളം കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവർ വിളിക്കുന്നത് ഹിസ്റ്റോറിക്കൽ നാഷണൽ മൈനോറിറ്റീസ് എന്നാണ്. അവർക്ക് ഹിസ്റ്റോറിക്കലി ആ സ്ഥലമായിട്ട് ബന്ധമുണ്ട്, ബട്ട് ദേ ഹാവ് നോ സ്റ്റേറ്റ് ഓഫ് ദെയർ ഓൺ. അവരുടെ നാഷണലിസത്തെ വിളിക്കുന്നതാണ് സബ്സ്റ്റേറ്റ് നാഷണലിസം. Homeland community is a useful concept for understanding such communities in Europe. These communities consider the place where they have a lengthy history to be their homeland. So, ഈ communities അവരുടെ പ്രദേശത്തെ they call their place their homeland. അവരുടെ മാതൃഭൂമിയാണത്. And these people are known as homeland communities. Substate nationalists do not seek independent statehood and thereby differ from secessionist movements that fall into the traditional nationalist category. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ സബ്സ്റ്റേറ്റ് നാഷണലിസ്റ്റ് ഉള്ള ആൾക്കാർ ഒരിക്കലും ഞങ്ങൾക്കൊരു പുതിയ ഈ പ്രദേശം ഞങ്ങളുടെ പ്രദേശം ഞങ്ങൾക്ക് തരണമെന്നും അതൊരു പുതിയ രാജ്യമാക്കണമെന്നും ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ വിഘടന സ്വഭാവമുള്ളവരല്ല ഇത്തരം സബ്സ്റ്റേറ്റ് നാഷണലിസം ഉള്ള ഈ സോകോൾഡ് ഹോംലാൻഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ നാഷണൽ മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. Then we have trans-sovereign nationalism. Trans-sovereign nationalism applies to nations that reach beyond current state boundaries but forego the idea of border changes, primarily because it is too costly to pursue border changes in contemporary world. ഇത് ട്രാൻസ്-സോവറിൻ നാഷണലിസം എന്ന് പറയുമ്പോൾ ചില നേഷൻസ് ആണ്. അവയുടെ ഇപ്പോഴത്തെ അതിർത്തിക്ക് പുറത്തും അവർക്ക് നാഷണലൈസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ അതേ നാഷണലിലുള്ള ആളുകൾ അവരുടെ ബൗണ്ടറിക്ക് പുറത്തുണ്ട്. പക്ഷേ ആ ബൗണ്ടറി വലുതാക്കി മറ്റൊരു രാജ്യത്തിൻ്റെ കൈ കിടക്കുന്ന പ്രദേശം പിടിച്ചടക്കാനുള്ള താല്പര്യം വഹിക്കില്ല. കാരണം ഒരുപാട് പണച്ചെലവുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുന്നു. ബട്ട് ദർ ഈസ് എ നാഷണലിസം. ആ ഒരു അറിവ് അവരുടെ കയ്യിലുണ്ട്. there are people outside our boundary who share the same nationalistic values as we have. After World War II, stability in Europe was of paramount importance. Therefore, the international system delegitimized the creation of new nation states. പ്രത്യേകിച്ച് 45 ശേഷം, 2 വേൾഡ് വാറുകൾ അടുത്തടുത്ത് കണ്ട് 45 ശേഷം സ്ഥിരതയാണ് യൂറോപ്പിൽ വേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ക്ലെയിമുകൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. Then examples of trans-sovereign nationalism, for example, Russian policies towards ethnic Russians living in former Soviet republics like Latvia, Ukraine. For example, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ട്രാൻസ്-സോവറിൻ നാഷണലിസം ഉദാഹരണം പറയുകയാണെങ്കിൽ ലാത്വിയ, ഉക്രൈൻ പോലെയുള്ള രാജ്യങ്ങൾ, പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന രാജ്യങ്ങൾ, ഇവിടെ ധാരാളം എത്നിക് റഷ്യൻസ് എല്ലാവരും ഉണ്ട്.
പക്ഷേ അത് റഷ്യയുടെ ഭാഗമല്ല. റഷ്യ വേറൊരു രാജ്യമാണ്. റഷ്യ ഉക്രൈനെയും അതുപോലെ തന്നെ ലാത്വിയയും യുദ്ധം ചെയ്തോ മറ്റെന്തെങ്കിലും രീതിയിലൂടെ കൈക്കലാക്കാൻ ശ്രമിക്കുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് ടു കോസ്റ്റ്ലി. ഒരുപാട് പണച്ചെലവും ഒരുപാട് ഒരു യുദ്ധം ചെയ്യുക പറയുന്നത് ഇറ്റ്സ് ടു കോസ്റ്റ്ലി യുനോ. അപ്പം അതുകൊണ്ട് ട്രാൻസ്നാഷണലിസം അവിടെ ഉണ്ട്. പല പോളിസികളും അവരെ സഹായിക്കുന്ന പോളിസികളും മറ്റുമൊക്കെ ഉണ്ടാവും. ദെൻ ക്യാൻ ബി എ സം കൈൻഡ് ഓഫ് എൻ കൺസേൺ സപ്പോർട്ട് കൈൻഡ് ഓഫ് തിങ്സ് യുനോ. ബട്ട് ദേ ആർ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. സച്ച് a nationalism is known as trans-sovereign nationalism. Protectionist nationalism ആണ് അടുത്തത്. A protectionist nationalism is primarily driven by fear of unpredictability in societies experiencing rapid demographic, racial and cultural change. ഒരു രാജ്യത്ത് തന്നെ ഒരു പ്രത്യേക വിഭാഗം അവർ ഡെമോഗ്രഫിക്കലി പോപ്പുലേഷൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് അവരാണ് അവിടുത്തെ ഡോമിനൻറ്റ് പവർ. പക്ഷെ പതുക്കെ അതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭീതി ഉണ്ടാകും. മറ്റൊരു വിഭാഗത്തിൻ്റെ പോപ്പുലേഷൻ കൂടി വരുന്നു, മറ്റൊരു വിഭാഗം കൂടുതൽ ശക്തരാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഭീഷണി നേരിടുന്ന ആളുകളുടെ ഒത്തൊരുമയെ അവർക്കുണ്ടാകുന്ന നാഷണലിസം, ദേ വാണ്ട് ടു പ്രൊട്ടക്ട് ദെയർ നാഷണലിസം ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് protectionist nationalism. They want to protect their nation, hence it is termed as protectionist nationalism. This kind of nationalism is characteristic of majority nationals in states that have for a significant time enjoyed effective sovereignty over their territory and have been successfully reproducing a national culture that is widely shared by their population. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രദേശത്ത് ഒരു രാജ്യത്ത് ഒരു കുറേ കാലമായിട്ട് തങ്ങളുടേതായിട്ടുള്ള അധികാരം സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ, അവർക്ക് ഒരു ഭീഷണി ഉണ്ടാകുമ്പോൾ ദേ വാണ്ട് ടു പ്രൊട്ടക്ട് ദെയർ നേഷൻ. ദാറ്റ് ബിക്കംസ് പ്രൊട്ടക്ഷനിസ്റ്റ് നാഷണലിസം. ദെൻ നാഷണലിസം ഇൻ യൂറോപ്പ്. നമ്മൾ നാഷണലിസത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് നാഷണലിസം ഉണ്ടാകുന്നത്, നാഷൻ സ്റ്റേറ്റ്സ് എങ്ങനെ ഉണ്ടായി, അതിൻ്റെ ഐഡിയോളജിക്കൽ അണ്ടർപിന്നിങ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നേരത്തെ വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദം. സോ ദ കീ എക്സ്പോണന്റ് ഓഫ് മോഡേൺ ഐഡിയ ഓഫ് നേഷൻ സ്റ്റേറ്റ് വാസ് ദ ജർമ്മൻ philosopher Friedrich Hegel. The French Revolution initiated a movement towards the modern nation state and also played a key role in the birth of nationalism across Europe. അപ്പോൾ നേരത്തെ ഹെഗലിൻ്റെ അഭിപ്രായത്തിൽ നാഷൻ സ്റ്റേറ്റ്സിനെ ഒരുപാട് അദ്ദേഹം പ്രകീർത്തിച്ചിരുന്നു. റൊമാൻറ്റിക് മൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൊമാൻറ്റിക് മൂവ്മെൻറ്റ് വാസ് ഓൾസോ ഇൻ സപ്പോർട്ട് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ്. ഫ്രഞ്ച് റെവല്യൂഷൻ ഓൾസോ സപ്പോർട്ടഡ് ദ ഐഡിയ ഓഫ് ഹാവിങ് എ നേഷൻ. Revolutionary armies carried the slogan of liberty, equality and brotherhood and ideas of liberalism and national self-determination. That was also part of the Russian Revolution. Hegel argued that a sense of nationality was the cement that held modern societies together in the age when dynastic and religious allegiance was in decline. ഹെഗലിൻ്റെ അഭിപ്രായത്തിൽ ഈ നാഷണലിസം എന്ന് പറയുന്ന ഒരു സിമെൻറ്റ് പോലെയാണ്. പുതിയ മോഡേൺ സമൂഹങ്ങളെ, ആധുനിക സമൂഹങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഒരു സിമെൻറ്റിങ് മെത്തേഡാണ് വാസ്തവത്തിൽ നാഷണലിസം, ദേശീയ ബോധം എന്ന് ഹെഗൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. And in 1815, at the end of the Napoleonic Wars, the major powers of Europe met at the Congress of Vienna and tried to restore the old dynastic system. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം അവസാനം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കയ്യിൽ അധികാരമെത്തുന്നു. 1815 നെപ്പോളിയൻ്റെ യുഗം അവസാനിക്കുന്നു. പിന്നീട് വിയനയിൽ ചേർന്ന ഒരു സമ്മേളനം, യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മേളനം, അതറിയപ്പെടുന്നത് 1815 കോൺഗ്രസ് ഓഫ് വിയന്ന എന്നാണ്. അവിടെ വെച്ച് പഴയ ഈ രാജാക്കന്മാരുടെ കാലത്തേക്ക് തന്നെ തിരിച്ചു പോകാനൊരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അതിന് ആ ഒരു പഴയ ഡൈനാസ്റ്റി രാജവംശത്തിൻ്റെ ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആകുന്നില്ല. വിത്ത് മോസ്റ്റ് ഓഫ് യൂറോപ്സ് പീപ്പിൾ സ്റ്റിൽ ലോയൽ ടു ദിയർ ലോക്കൽ പ്രോവിൻസ് ഓർ സിറ്റി, nationalism was confined to small groups of intellectual and political radicals. Okay. Within the Habsburg Empire, the different peoples developed a more mass-based, violent and exclusive form of nationalism.
This developed even among the Germans and Hungarians who actually benefited from the power structure of the empire. അപ്പോൾ ഹാബ്സ്ബർഗ് എംപയർ എന്ന് പറയുന്ന പഴയ ജർമ്മൻ എംപയർ ആണ്. അതിനകത്തും ധാരാളത്തിലുള്ള ചെറിയ ചെറിയ സബ്സ് നാഷണലിസംസ് ഉണ്ടാകാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ ജർമ്മൻസിൻ്റെ ഒരു നാഷണലിസം, ഹംഗേറിയൻസിൻ്റെ ഒരു നാഷണലിസം. In Ireland and Norway, campaigns for national independence became more strident. In 1905, Norway won independence from Sweden. മറ്റ് രാജ്യങ്ങളാണ് അപ്പോൾ അയർലൻഡ്, അതുപോലെ തന്നെ സ്വീഡനിൽ നിന്ന് അയർലൻഡ് 1905 ഇൻഡിപെൻഡൻസ് നേടി. ദെൻ റഷ്യയിൽ നിന്ന് തന്നെ സ്വാതന്ത്ര്യം നേടാനുള്ള പോളിഷ് അല്ലെങ്കിൽ പോളണ്ടിൻ്റെ താല്പര്യങ്ങൾ, അതൊരു വലിയ ഹിസ്റ്ററിയാണ്, ഒരുപാട് നടന്നിട്ടുണ്ടെങ്കിലും നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാർ വരെ പോളണ്ടിന് അതിൻ്റെ സ്വതന്ത്ര അധികാരം ബലി കഴിക്കേണ്ടി വന്നിട്ട് നമുക്കറിയാം. സോ ദാറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ്. ഒരു ഉദാഹരണമായിട്ട് ഓർത്ത് വയ്ക്കാം, പോളണ്ടിൻ്റെ അറ്റംപ്റ്റ്സ്. ആ പോളിഷ് ജനതയുടെ നാഷണലിസം ഡെവലപ്പ് ചെയ്തു വരുന്നു. Faced with internal and external resistance to assimilation, as well as increased xenophobic anti-Semitism, radical demands began to develop among the stateless Jewish population of East and Central Europe for their own national home and refuge. ഇന്നത്തെ ഇസ്രായേലും ഇതുപോലെ ഒരു ജൂയിഷ് ദേശീയ ബോധത്തിൻ്റെ ഫലമായിട്ടുണ്ടായ രാജ്യമാണ്. ഒരുപാട് ആൻറ്റിസെമിറ്റിക് ആക്ടിവിറ്റികളിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള ലോകത്തിൻ്റെ പലയിടത്തും ചിതറിപ്പോകേണ്ടി വന്നിട്ടുള്ള ജൂയിഷ് ജനത ഒരു അവസാനം അവരുടെ ദേശീയബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശം വന്ന് സെറ്റിൽ ചെയ്യുന്നു, ദാറ്റ് ഈസ് ഇസ്രായേൽ. In 1897, inspired by the Hungarian-born Jewish nationalist Theodor Herzl, the first Zionist Congress was held in Basel and declared their national home should be in Palestine. By the end of the 19th century, the ideals of European nationalism had been exported worldwide and were now beginning to develop and both compete and threaten the empires ruled by colonial European non-states. അപ്പോൾ ഈ 1897 ഒരു സയനിസ്റ്റ് കോൺഗ്രസ് നടക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പലസ്തീനിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഇസ്രായേലിൽ ജൂസിന് ഒരു ഹോംലാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഈ യൂറോപ്പിൽ നിന്നുണ്ടായ ഈ നാഷണലിസ്റ്റ് ഐഡിയോളജീസും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വരുന്നു. ഇന്ത്യയിലേക്കും അത് വന്നു. അതൊരു വലിയ നാഷണലിസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ട് മാറി. യൂറോപ്പിൻ്റെ കോളനികളെ തന്നെ അത് വെല്ലുവിളിച്ചു. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ നാഷണലിസ്റ്റിക് മൂവ്മെൻ്റ് ആണ് നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ സഹായിച്ചത്. Now we will discuss the Serbian Revolution that happened from 1804 to 1817. Okay, the background to the Serbian Revolution lies in the Koljna Krajina Serb Rebellion, which was an uprising of Serbs against the Ottoman Empire from February 1788 to September 1788. Okay. 1788 ഓട്ടോമൻ എംപയർ, പഴയ തുർക്കി, അതിൻ്റെ കീഴിലായിരുന്നു സെർബിയ. ഇപ്പോൾ തുർക്കിക്കെതിരെയുള്ള ഒരു റെവല്യൂഷനായിട്ടാണ്, ഒരു അപ്രൈസിംഗ് ആയിട്ടാണ് സെർബിയൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ വി ഹാവ് കോയ Andelkovic. He was the leader of the uprising, which was aired by the Habsburg Empire. It enabled the Habsburg to conquer Serbia from the Ottomans. അപ്പോൾ ഹാബ്സ്ബർഗ് എംപയർ നമ്മൾ നേരത്തെ പറഞ്ഞു ജർമ്മൻ എംപയർ ആണ്. അങ്ങനെ അത് കഴിഞ്ഞ് by 1791 ആയപ്പോൾ the Austrians were forced into a withdrawal across the Danube and Sava rivers, joined by thousands of Serbian families who feared Ottoman revenge for supporting the Habsburg. അപ്പോൾ നേരത്തെ ഹാബ്സ്ബർഗിൻ്റെ ജർമ്മൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഓട്ടോമൻസിനെ ഓസ്ട്രിയൻ എംപയറാണ് ഹാബ്സ്ബർഗ് എംപയറിൻ്റെ സഹായത്തോടു കൂടിയാണ് സെർബിയൻസ് ഓട്ടോമൻസിനെതിരെ ഫൈറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഓസ്ട്രിയൻസിന് പിൻവാങ്ങേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓട്ടോമൻ ടാക്സ് തിരിച്ചു വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഭയം സെർബ്സിനുണ്ടായി, സെർബിയക്കാർക്കുണ്ടായി. സോ വീണ്ടും ഓട്ടോമൻസ് റീകോൺക്വസ്റ്റ് ചെയ്യുന്നു സെർബിയയെ. ഫോളോയിങ് ദ ഓട്ടോമൻ റീകോൺക്വസ്റ്റ്, ദ ഓട്ടോമൻ സുൽത്താൻ ഡിഡ് ഇൻട്രൊഡ്യൂസ് സം റിഫോംസ് which were intended to ease pressure on Serbs and granted greater autonomy, but they were short-lived. വീണ്ടും ഓട്ടോമൻ സുൽത്താൻ്റെ കീഴിൽ തന്നെയായിരുന്നു സെർബിയ വരുന്നു. ചെറിയ ചെറിയ കൺസെഷൻസ് കൊടുക്കുന്നു, പക്ഷേ ഇതിൽ കാര്യമൊന്നുമില്ല. And by 1799,
The Janissary Corps had returned, suspended the Serb autonomy and drastically increased taxes, enforcing martial law in Serbia. Janissary Corps എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമൻ സുൽത്താൻ്റെ പട്ടാളമാണ്. അവർ 79 വീണ്ടും വന്ന് കൂടുതൽ ശക്തമായിട്ടുള്ള ഭരണം സെർബിയയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ദേ സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദ ടാക്സസ്. അതുപോലെ തന്നെ ഈ പട്ടാള നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു. അങ്ങനെ ദ ഫസ്റ്റ് സെർബിയൻ അപ്രൈസിങ്സ് തുടങ്ങുന്നു 1804 മുതൽ 1813 വരെ. സെർബ് ലീഡേഴ്സ് ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ദ ഡാന്യൂബ് ബിഗാൻ ടു കൺസ്പയർ അഗെയിൻസ്റ്റ് ദ ദഹിയാസ്. ജാനിസറി ലീഡേഴ്സിൻ്റെ മറ്റൊരു പേരാണ് ദഹിയാസ്, അതായത് തുർക്കിക്കെതിരെ അവർ ഗൂഢാലോചന തുടങ്ങി. The Janissary rounded up and murdered tens of Serbian noblemen on the main square of Valjevo in an event known today as Seka Nezova, that is a massacre of Serbian knights on February 4, 1804. 1804 ഒരുപാട് സെർബിയൻ നൈറ്റ്സിനെ, സെർബിയക്കാരായിട്ടുള്ള പ്രമാണിമാരെയൊക്കെ നോബിൾമെനെയൊക്കെ ഈ ജാനിസറി ട്രൂപ്സ് വന്ന് കൊല ചെയ്യുന്നു. 1804 അതറിയപ്പെടുന്ന മസക്കർ ഓഫ് സെർബിയൻ നൈറ്റ്സ് എന്നാണ്. അത് സെർബിയക്കാർക്ക് വലിയ ഔട്ട്റേജിന് കാരണമാകുന്നു. ദാറ്റ് ഇൻസൈറ്റഡ് ദ റിവോൾട്ട്, വലിയ കലാപം ഉണ്ടാകുന്നു. അവർ കരാദോർത്ത് പെട്രോവിച്ച് എന്ന് പറയുന്ന ഒരാളെ അവിടെ ലീഡറാക്കുന്നു. 1809 കരാദോർ പെട്രോവിച്ച് ഒരു വിളംബരം നടത്തുന്നു. The proclamation by Karadoch Petrovic in capital Belgrade, Serbia's capital Belgrade, represented the peak of the revolution. It called for unity of Serbian nation, emphasizing the importance of freedom of religion, Serbian history and rule of law, all of which the Ottoman Empire could not or had denied to provide, being a non-secular Muslim state. അപ്പോൾ ഈ സെർബിയ, അതിൻ്റെ ചരിത്രം, അവരുടെ മതം, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രൊക്ലമേഷനാണ് കരദോർച്ച് പെട്രോവിച്ച് കൊണ്ടുവരുന്നത് 1809. ഒരു മുസ്ലിം രാജ്യമായിട്ടുള്ള ഓട്ടോമൻ തുർക്കിക്ക് കീഴിൽ ഒരിക്കലും അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ല, തങ്ങളുടേതായ ചരിത്രവും മതവും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്ന് മനസ്സിലായി. സോ ഇറ്റ് ഓൾസോ കോൾഡ് ദ Serbs to stop paying taxes to the Ottoman Sultan. So that was the first Serbian uprising. അന്ന് ആ പ്രൊക്ലമേഷൻ വന്ന ദിവസം തന്നെ ദ ടർക്കിഷ് ഇൻ ഓർ ദ കാരവൻസറായി ഇൻ Orosaq was burned and its residents fled or were killed, followed by similar actions countrywide. അതിശക്തമായിട്ട് സെർബിയ എല്ലായിടത്തും ടർക്കിഷ് കെട്ടിടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ ആക്രമണം ഉണ്ടായി. Soon the cities Valjevo and Posrevac were liberated and the siege of Belgrade was launched. Following the French invasion in 1812, the Russian Empire withdrew its support from the Serb rebels. Unwilling to accept Ottoman commitments, Serbs were forced into submission following the brutal Ottoman incursion in Serbia. അപ്പോൾ ഇത് ഈ 1812 വരെ ഇത് ശക്തമായിട്ട് പോകുന്നു. പക്ഷേ അതുവരെ റഷ്യ സെർബിയയ്ക്ക് കൊടുത്തിരുന്ന ഒരു സപ്പോർട്ട് പെട്ടെന്ന് റഷ്യക്ക് പിൻവലിക്കേണ്ടി വന്നു. അതിന് കാരണം ഫ്രാൻസിൻ്റെ കടന്നാക്രമണമായിരുന്നു. അങ്ങനെ റഷ്യയുടെ സപ്പോർട്ട് പോയപ്പോൾ വീണ്ടും സെർബിയൻ പോരാളികൾക്കുള്ള വലിയ ആഘാതം അവർക്ക് ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഓട്ടോമൻ തുർക്കി സെർബിയയുടെ മുകളിൽ അധികാരം സ്ഥാപിച്ചു. അങ്ങനെയാണ് ഫസ്റ്റ് അപ്രൈസിങ് അവസാനിക്കുന്നത്. സെക്കൻഡ് അപ്രൈസിങ് തുടങ്ങുന്നത് 1815 17 വരെ നീണ്ടു വന്നു. ദിസ് അപ്രൈസിങ് ബിഗാൻ ഇൻ ടക്കോവോ on April 23, 1815 with Milos Obrenović. Was chosen as the leader. ഇത്തവണ മിലോസ് ഒബ്രിനോവിച്ച് ആണ് സെർബ്സിൻ്റെ ലീഡർ. When the Ottomans discovered this, they sentenced all leaders of the revolt to death. The Serbs fought in battles at Lubik, Jakak, Palace, Posevac and Dubil and managed to reconquer the Pashaluk of Belgrade. ബെൽഗ്രേഡ് എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശം കൺട്രോൾ ചെയ്യാൻ അവർ സെർബ്സ് ശ്രമിച്ചു. ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ അവർ വ്യത്യസ്ത യുദ്ധങ്ങളിൽ ഓട്ടോമൻ ടർക്സുമായിട്ട് ഏർപ്പെട്ടു. ആൻഡ് ബൈ 1817 ഒബ്രിനോവിച്ച് succeeded in forcing Marashli Ali Pasha to negotiate an unwritten agreement, thus ending the second Serbian uprising. 1917 ആകുമ്പോഴേക്കും ഒരു ട്രീറ്റിയിൽ ഒപ്പിടുന്നു. അതേ വർഷം തന്നെ
നമ്മൾ നേരത്തെ ഫസ്റ്റ് അപ്രൈസിങ്ങിൻ്റെ നേതാവായിരുന്ന കരാദോച്ച്, അദ്ദേഹം സെർബിയയിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷേ ഒബ്രിനോവിച്ച് എന്ത് ചെയ്യുന്നു? കരാദോർജിനെ വധിച്ചു കളയുന്നു. ആൻഡ് ഒബ്രിനോവിച്ച് കോൺസിക്വൻ്റ്ലി റിസീവ് ദ ടൈറ്റിൽ ഓഫ് പ്രിൻസ് ഓഫ് സെർബിയ. അങ്ങനെ 1828, 1829, 1830 ഇങ്ങനെ 3 വർഷങ്ങളിൽ നടന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കൺവെൻഷൻസ്, ട്രീറ്റീസ്, കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഫോർമലി these treaties formally recognized the suzerainty of Principality of Serbia with Milos Obrenović as its hereditary prince. അങ്ങനെ 1830 ആകുമ്പോഴേക്കും മിലോസ് ഒബ്രിനോവിച്ചിൻ്റെ കീഴിൽ ഒരു സ്വതന്ത്ര പ്രദേശമായിട്ട് സെർബിയ അംഗീകരിക്കപ്പെടുന്നു. അങ്ങനെയാണ് സെർബിയൻ റവല്യൂഷൻ അവസാനിക്കുന്നത്. Now we have the Greek War of Independence. The Greek War of Independence began with two uprisings in March 1821. The first was led by Alexander Ispelanti, a Greek officer in Russian army who led an ill-fated attack on Greek rebels into Moldova from Russian territory. So Alexander Ispelantiയുടെ കീഴിലാണ് Greek War of Independence start ചെയ്യുന്നത്. That was in 1821. The second uprising took place in southern Greece in Peloponnese and was to lead eventually to the establishment of the modern Greek state. രണ്ടാമത്തെ അപ്രൈസിംഗ് ആണ്, കലാപമാണ് പെലപ്പനേസിൽ നടക്കുന്നത്, തെക്കൻ ഗ്രീസിലാണ്. അതാണ് വാസ്തവത്തിൽ ഈ മോഡേൺ ഗ്രീസിൻ്റെ തുടക്കത്തിലേക്ക് നയിക്കുന്ന സമരം. The uprising in the Peloponnese, launched by Greek military chieftains, spread northward to the parts of Rumelia and to the maritime islands of the eastern coast of Peloponnese. പെലപ്പനീസിൻ്റെ കിഴക്ക് വശത്ത് കിടക്കുന്ന ഈ കടലിൽ കിടക്കുന്ന ചേർന്ന് കിടക്കുന്ന മറ്റ് ദ്വീപുകളിലേക്കുമൊക്കെ ഈ രണ്ടാമത്തെ കലാപം അല്ലെങ്കിൽ സമരം, പ്രതിരോധം വ്യാപിക്കുന്നു. And by the end of 1821, the Greeks controlled enough territory to be able to convene a meeting of representatives that proclaimed Greece independence. Okay, 1821 അവസാനമാകുമ്പോഴേക്കും കുറച്ച് പ്രദേശങ്ങളൊക്കെ ഗ്രീക്കുകാരുടെ കയ്യിലാകുന്നു. The rebels could not sustain the successes they had scored in the first year of the revolt and were soon facing serious military, financial and political difficulties. ഈ സക്സസ് അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയില്ല. ഓട്ടോമൻ ആർമി യൂണിറ്റ് സ്റ്റേഷൻ ഫർദർ നോർത്ത് മാർച്ച് ടു സൗത്ത്വേർഡ് ഇൻ ടു റുമേലിയ ആൻഡ് Peloponnese and eventually recaptured some of the forts the Greeks had taken. അപ്പോൾ നേരത്തെ ഇവിടെ എടുത്ത പെലപ്പനീസിലും റുമേലിയയിലെ സ്ഥലങ്ങളൊക്കെ അവിടുത്തെ പല കോട്ടകളും വീണ്ടും ഓട്ടോമൻ ടർക്സ് തിരിച്ചു പിടിക്കുന്നു, തുർക്കികൾ വീണ്ടും തിരിച്ചു പിടിക്കുന്നു. By the late 1824, the Greeks had managed to contain the Ottoman counterattack and controlled about half of the Peloponnese and parts of Rumelia. വീണ്ടും 1824 ആകുമ്പോഴേക്കും പെലപ്പനീസും റുമേലിയയും വീണ്ടും ഗ്രീക്ക് റിബൽസ് തിരിച്ചു പിടിക്കുന്നു. The Egyptian army landed in Peloponnese in 1825 in response to the Sultan's request for helping suppressing the Greek uprising. 1825 ഈജിപ്ഷ്യൻ ആർമി പെലപ്പനീസിൽ വരുന്നു ഈ ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ തകർക്കാൻ വേണ്ടി. അതേസമയം ഓട്ടോമൻസ് അതിശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 1827 ഏതൻസ് ഓട്ടോമൻസിൻ്റെ അധികാരത്തിൽ വരുന്നു. അറ്റ് ദ സെയിം ടൈം ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് റഷ്യ ഹാഡ് അഗ്രീഡ് അപ്പോൺ എ പ്ലാൻ ടു എൻഡ് ദ വാർ ആൻഡ് ടു ഗ്രാൻഡ് ഇൻഡിപെൻഡൻസ് ടു ഗ്രീസ്. ഇതേസമയം റഷ്യയും ഫ്രാൻസും ബ്രിട്ടനും ഗ്രീസിന് ഇൻഡിപെൻഡൻസ് കൊടുക്കാനുള്ള ചില നയങ്ങൾ രൂപീകരിക്കുന്നു. The agreement formalized by the signing of the Treaty of London 1827 was rejected by the Ottomans and the Egyptians. അങ്ങനെ 1827 ഒരു ട്രീറ്റി ഓഫ് ലണ്ടൻ കൊണ്ടുവരുന്നു ഗ്രീസിന് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി. പക്ഷേ ഓട്ടോമൻസും ഈജിപ്ഷ്യൻസും, അതായത് തുർക്കിയും ഈജിപ്തും അതിനെ തള്ളിക്കളയുന്നു. A combined British, French and Russian fleet sailed to the Peloponnese to blockade the Egyptian Turkish navies, engaged them in the Battle of Navarino and destroyed them completely. അങ്ങനെ 1827 ഒക്ടോബറിൽ ബ്രിട്ടീഷ്, ഫ്രഞ്ച് ആൻഡ് റഷ്യൻ കമ്പൈൻഡ് ഫ്ലീറ്റ് ഈജിപ്ഷ്യൻ തുർക്കിഷ് നേവിയെ തകർക്കുന്നു. 1827 സംഭവിക്കുന്നത്. ആൻഡ് ദിസ് ഡെവലപ്മെൻറ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമായിരുന്നു.
and this cleared the way for the implementation of Treaty of London. നേരത്തെ നമ്മൾ കണ്ട 1827 Treaty of London, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നു. And Count Jonas Kapodistrias, he was a Greek and Russian diplomatic service, became the Greece's first governor. അപ്പോൾ ജോണസ് ആണ് ആദ്യത്തെ ഗവർണർ ആവുന്നത്. ആൻഡ് he set about building a modern state and dealing with the devastation the war had inflicted. യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നശിച്ചുപോയതൊക്കെ റീബിൽഡ് ചെയ്യാൻ അദ്ദേഹം ആരംഭിക്കുന്നു. The formerly privileged class of military chieftains and notables resisted the centralization inherent in state building. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചില പ്രഭുക്കന്മാർ, ഗ്രീക്കിലെ പല സ്ഥലത്തുണ്ടായിരുന്ന പ്രഭുക്കന്മാർ ഈ ജോണാസിൻ്റെ കീഴിലുള്ള പുതിയ ഗ്രീസിൻ്റെ ഭരണത്തെ എതിർക്കുന്നു. ആൻഡ് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യുന്നു in 1832. In 1829, the Treaty of Adrianople, ending the Russian-Ottoman War, included an article that proclaimed Greece to be an independent state. ഇതിനിടയ്ക്ക് തന്നെ വേറൊരു ട്രീറ്റി 1829 റഷ്യയും തുർക്കിയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചു കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് ദ ട്രീറ്റി ഓഫ് അഡ്രിയാനോപ്പോൾ. അതിൻ്റെ ഭാഗമായി അതിലും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഗ്രീസിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമായിട്ട് നിലനിർത്തണമെന്ന്. And in 1830, Greece proclaimed to be an independent state. So that was all about the Greek War of Independence. Now we have the Belgian War of Independence at the Congress of Vienna in 1815. നമുക്കറിയാം നെപ്പോളിയൻ്റെ ഭരണത്തിന് ശേഷം 1850 വിയന്നിൽ നടന്നതാണ് കോൺഗ്രസ് ഓഫ് വിയന്ന. അവിടെ വെച്ച് ബെൽജിയം ആൻഡ് ഹോളണ്ട്, ബെൽജിയം എന്ന് പറഞ്ഞത് ദ സദേൺ നെതർലൻഡ്സ് ആണ്, ആൻഡ് ദ നോർത്തേൺ നെതർലൻഡ്സ് ആണ് ഹോളണ്ട്, were united to form one state. This new state was ruled by King William I or the First. Although അങ്ങനെ ഒറ്റ സ്റ്റേറ്റ് ആയിരുന്നു ബെൽജിയവും ഹോളണ്ടും ചേർന്ന്, അതിൻ്റെ രാജാവ് കിങ് വില്യം ആയിരുന്നു. Although his policy was beneficial to the Belgian bourgeois, there was protest. The Catholics objected against the interference of Protestant king in clerical matters. അപ്പോൾ അവിടെ ഈ കാത്തലിക് പ്രൊട്ടസ്റ്റന്റ് പ്രശ്നമുണ്ട്. അതായത് കിങ് പ്രൊട്ടസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് കാത്തലിക്സിന് അദ്ദേഹത്തെ രാജാവായി നിലനിർത്താൻ താല്പര്യമില്ല. The liberals demanded more freedom. In 1828, Catholics and liberals drew up a concerted program of demands. The association between Catholics and liberals was unionism. ഇപ്പോൾ കാത്തലിക്സും ലിബറൽസും രാജാവിനെതിരാണ്, അപ്പോൾ അവർ ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദാറ്റ് മൂവ്മെൻറ്റ് വാസ് നോൺ ആസ് unionism. കിങ് ആണെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റൻറ്റുമാണ്. After a series of incidents, the revolution erupted in Brussels in 1830. William first sending his troops, but they were expelled on September 27th, 1830. Okay, അങ്ങനെ ഒരു ചെറിയ യുദ്ധം നടക്കുന്നു 1830. Following this rising, Belgium separated from the Northern Netherlands. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ബെൽജിയം നോർത്ത് നെതർലൻഡ്സ്, അതായത് ഹോളണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. എ പ്രൊവിഷണൽ ഗവൺമെൻറ് ഡിക്ലെയർഡ് ഇൻഡിപെൻഡൻസ് ഓൺ October 4th, 1830, ആൻഡ് ഓൺ November 3rd of the same year, a national congress was elected by the electorate of 30,000 men, and on February 7th, 1831, the national congress adopted a constitution. For its time was very progressive. അങ്ങനെ 1830 ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുന്നു. 31 നാഷണൽ കോൺഗ്രസും കോൺസ്റ്റിറ്റ്യൂഷനും വരുന്നു. അങ്ങനെയാണ് ബെൽജിയൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. A diplomatic conference on future of Belgium opened in London on November 4th. Then അതിനുശേഷം the great powers of the time recognized the cession of Belgium from the Netherlands. അപ്പോൾ നെതർലാൻഡ്സിൽ നിന്ന് അല്ലെങ്കിൽ ഹോളണ്ടിൽ നിന്ന് സദേൺ നെതർലാൻഡ്സ് ആയിട്ടുള്ള ബെൽജിയം വേർപിരിക്കപ്പെട്ടു. ബെൽജിയം ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആകുന്നു. ആൻഡ് Leopold I of Saxe-Coburg became the first king of Belgium. And in 1865, he was succeeded by his son Leopold II. Under their reign, Belgium became the second most important industrial power. Okay. Thank you.